ഗുഡ് മോർണിംഗ്. നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ ഡേ ആണ്, അറിയാലോ. ഇന്ന് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഇറ്റ്സ് മീ ദ റിയൽമി ആണ്. നമ്മുടെ കൂടെ നമുക്ക് ഇന്ന് ജോയിൻ ചെയ്യുന്നത് നമ്മുടെ തന്നെ ഒരു സ്റ്റുഡൻ്റ് ആയിട്ടുള്ള, വളരെ നല്ല രീതിയിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നമ്മളോട് സ്റ്റോറി പറയാൻ കഴിവുള്ള ഒരാൾ കൂടിയാണ് നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്നത്. നിങ്ങൾ ഇടയ്ക്ക് കേട്ടിട്ടുണ്ട്. സോ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സ്റ്റോറിയിലേക്ക് നമുക്ക് പോകാം. പക്ഷെ അതിനു മുൻപ് ആദ്യം നിങ്ങൾക്ക് എല്ലാവർക്കും ഹാപ്പി റിപ്പബ്ലിക് ഡേ. നമ്മളുടെ രാജ്യം വളരെ നല്ല നേട്ടങ്ങൾ നേടിയിട്ട് ഒരുപാട് നാളുകളുണ്ട്. അതുപോലൊരു പ്രധാനപ്പെട്ട നാളാണ് റിപ്പബ്ലിക് ഡേ. അപ്പം തീർച്ചയായിട്ടും അതൊന്ന് മനസ്സിൽ എന്ത് ചെയ്യുക, നമ്മുടെ രാജ്യത്തോടുള്ള ഒരു സ്നേഹവും ബഹുമാനവും മനസ്സിൽ ഫീൽ ചെയ്തുകൊണ്ട് തന്നെ ഒരല്പനേരം ഒരു 20 സെക്കൻഡ്സോ 30 സെക്കൻഡ്സോ ഒന്ന് കണ്ണടച്ചിട്ട് മനസ്സിൽ ഫീൽ ചെയ്യുക. നമ്മൾ അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം, നമ്മൾ അനുഭവിക്കുന്ന സാധ്യതകൾ, ഈ രാജ്യത്ത് ഒരു പൗരൻ എന്ന നിലക്ക് നമുക്കുള്ള ഇവിടെയുള്ള അവകാശങ്ങൾ, നമുക്ക് ഫീൽ ചെയ്യുന്ന സംരക്ഷണം, അതിനായിട്ട് ഒരുപാട് ത്യാഗങ്ങൾ ചെയ്ത മഹാന്മാർ, ഒരുപാട് സഹിച്ച മഹാന്മാർ, അവരെ കുറിച്ചൊക്കെ ഒന്ന് എന്ത് ചെയ്യുക, കണ്ണടച്ചിട്ട് മനസ്സിൽ രജിസ്റ്റർ ചെയ്യും. നന്ദി പറയുക. അവരില്ലായിരുന്നെങ്കിൽ ഈ രാജ്യമില്ല, അവരില്ലായിരുന്നെങ്കിൽ ഈ സുഖ സൗകര്യങ്ങളില്ല, ഈ നിയമങ്ങളില്ല, ഈ സംരക്ഷണമില്ല. മനസ്സറിഞ്ഞ് അവർക്കെല്ലാം നന്ദി ഫീൽ ചെയ്യാം. രാജ്യത്തോട് ഒരു പൗരനുള്ള ഏറ്റവും വലിയ കടപ്പാട് നിയമം അനുസരിച്ചിട്ടുള്ള ആ ഒരു ജീവിതം ഫോളോ ചെയ്യുക. അതുപോലെ തന്നെ ഒരു പൗരൻ എന്ന നിലക്ക് വ്യക്തി ശുചിത്വവും പരിസര ശുചിത്വവും നമ്മൾ പാലിക്കുക. നമ്മുടെ കൂടെ ജീവിക്കുന്ന മറ്റുള്ള പൗരന്മാർക്കും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകാതെ സ്നേഹത്തിലും സന്തോഷത്തിലും ജീവിക്കാം. നമുക്കങ്ങനെ ജീവിക്കാമെന്നൊരു പ്രതിജ്ഞ എടുത്തുകൊണ്ട് നമുക്ക് ഇന്നത്തെ ദിവസം ആരംഭിക്കാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹാപ്പി റിപ്പബ്ലിക് ഡേ. സോ ഈ ഒരു റിപ്പബ്ലിക് ഡേയിൽ നമ്മളുടെ വളരെ എന്താ പറയുക, പ്രിയപ്പെട്ട ഓരോ മെമ്പേഴ്സിനെയും നമ്മൾ എന്ത് ചെയ്യാൻ ക്ഷണിക്കുകയാണ്. താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ് ഹിയർ, ജോയിനിങ് ഹിയർ. ഓക്കെ, നമ്മുടെ ഇന്നത്തെ ഈ ഒരു ദിവസത്തിൽ നമുക്ക് നിങ്ങൾ നമ്മുടെ കൂടെ വന്നതിന്, പഠിക്കാൻ അറിയാനും താല്പര്യപ്പെടാനും ഇരുന്നതിന്. അപ്പൊ ഇന്നത്തെ ദിവസത്തിലേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ കിടക്കാം. Are you ready? If you're ready, let's begin. Jabin, we are waiting for you. Good morning. Good morning, Jabin. Jabin കാണുന്നില്ല. Okay, yes, now you are visible. So നമുക്ക് ആദ്യം എന്ത് ചെയ്യാം, നമ്മുടെ ഇന്നത്തെ ഗസ്റ്റിനെ വിളിക്കാം. നമ്മുടെ ഗസ്റ്റ് ജബിൻ ആണ്, ജബിൻ വർഗീസ്. നമ്മളുടെ ഫോർത്ത് ബാച്ചിലായിരുന്നു അല്ലേ? ഫോർത്തോ ഫിഫ്തോ? ഫോർത്ത് ബാച്ച്. യെസ്. സോ EFT ലൈഫ് മാസ്റ്ററി പ്രോഗ്രാമിൽ ഫോർത്ത് ബാച്ചിൽ നമ്മുടെ കൂടെ ജോയിൻ ചെയ്തിട്ടുള്ള ജബിൻ ആണ് നമ്മൾക്ക് ഇന്ന് നമ്മളുടെ കൂടെ ഉള്ളത്. ജബിൻ ഞങ്ങളെ പ്രോഗ്രാമിലേക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നെജില ആണ് ഇൻവൈറ്റ് ചെയ്യുന്നത്. സോ അങ്ങനെ ഇൻവൈറ്റ് ചെയ്യുന്ന സമയത്ത് ജബിൻ പ്രോഗ്രാമിലേക്ക് വന്നിട്ട് എന്നോട് ആദ്യമായിട്ട് ചോദിച്ചത്, ഫസ്റ്റ് ഡേ 1 തന്നെ ചോദിച്ചൊരു കാര്യം ഉണ്ടായിരുന്നു. സാർ, ഞാൻ സൗദിയിലേക്കുള്ള ടിക്കറ്റ് ബുക്ക് ചെയ്യണം വേണ്ടി. എന്താ കാര്യം എനിക്ക് മനസ്സിലായില്ല. 10 ദിവസമുണ്ട് ഇനി, അപ്പം അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ബുക്ക് ചെയ്തിട്ട് വേണം ആൾക്ക് പ്രോഗ്രാം. അപ്പം ആ സ്റ്റോറിയൊക്കെ നിങ്ങൾക്ക് കേൾക്കാം. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പം ആള് ഭയങ്കര, ഈ ഒരു സെഷൻ ശരിക്കും നിങ്ങൾ എൻജോയ് ചെയ്യും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അതിനനുസരിച്ചിട്ടുള്ള ഒരു സ്റ്റോറി ടെല്ലിംഗ് കപ്പാസിറ്റി ഉള്ള ഒരു വ്യക്തി കൂടിയാണ് ജബിൻ. വെൽക്കം ടു ഇറ്റ്സ് മീ ദ റിയൽമി. നമ്മുടെ ഇന്നത്തെ റിയൽമി. Thank you very much. സോ ജബിൻ ഒന്ന് പരിചയപ്പെടുത്തുക. ജബിൻ എവിടെയാണ് സ്ഥലം, വീട്ടിലാരൊക്കെയുണ്ട്, അതേപോലെ എന്ത് ചെയ്യുന്നു, എങ്ങനെയാണ് നമ്മുടെ ഈ ഒരു കോഴ്സിലേക്ക് എത്തിയത്, കോഴ്സിലേക്ക് എത്തുന്നതിന് മുൻപുള്ള ലൈഫ്, ഇതിനെ കുറിച്ചൊന്ന് പറയാം. താങ്ക് യു സർ. അപ്പം എൻ്റെ പേര് ജബിൻ എന്നാണ്. സ്വദേശം ആലപ്പുഴ ജില്ലയിൽ മാവേലിക്കര എന്ന സ്ഥലത്താണ്. ഓക്കെ, ഞാൻ
ഈ കോഴ്സിലേക്ക് വരാനുണ്ടായ സാഹചര്യം ഇൻസ്റ്റാഗ്രാം ആണ് ശരിക്കും. അപ്പം ഇൻസ്റ്റാഗ്രാമിനകത്തിൽ ഒരു കമന്റ് ഇട്ടത് കാരണമാണ് ഞാൻ ഇതിനകത്ത് വരുന്നതിന്റെ ഒരു റീസൺ തന്നെ. അപ്പൊ ആദ്യമായിട്ട് അരുണിമ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയുണ്ട്. പുള്ളിക്കാരി ഇങ്ങനെ വേൾഡ് മൊത്തം സഞ്ചരിക്കുന്ന ഒരാളാണ്. പുള്ളിക്കാരിയുടെ ആദ്യം തന്നെ താങ്ക്സ് പറയാം. കാര്യം പുള്ളിക്കാരി വേൾഡ് മൊത്തം സഞ്ചരിച്ചത് കൊണ്ടാണ് ഞാൻ ആ പുള്ളിക്കാരുടെ ഒരു കമന്റിന്റെ താഴെ യൂണിവേഴ്സ് നിന്നെ പ്രൊട്ടക്ട് ചെയ്യും എന്നൊരു വേർഡ് ഞാൻ ടൈപ്പ് ചെയ്തായിരുന്നു. അത് കണ്ടിട്ട് സാറിന്റെ ടീമിലുള്ള നജ്ല എന്ന് പറയുന്ന എൻ്റെ ഒരു ഫ്രണ്ട്, അതിനുശേഷമാണ് ഫ്രണ്ട് ആയത്. ഓക്കെ, കണ്ടു, സംസാരിച്ച് ഇങ്ങനെ ജസ്റ്റ് മെസ്സേജസ് ഒക്കെ ചെയ്തു. അങ്ങനെ എൻ്റെ ഒരു നല്ല ഫ്രണ്ടായിട്ട് മാറി. അപ്പൊ ആദ്യം തന്നെ അരുണിമയ്ക്ക് എൻ്റെ നന്ദി ഞാൻ പറയുന്നു. പിന്നെ നജില അങ്ങനെ എൻ്റെ ഒരു നല്ല സുഹൃത്തായിട്ട് മാറി. കേൾക്കാൻ പറ്റുന്നുണ്ടോ സാർ? കേൾക്കാൻ പറ്റുന്നുണ്ട്. ഓക്കെ ഓക്കെ, അങ്ങനെ ഒരു നല്ല സുഹൃത്തായിട്ട് മാറി. ഓക്കെ, അതവിടെ നിൽക്കട്ടെ. വീട്ടില് പപ്പയുണ്ട്, അമ്മ, പിന്നെ ഭാര്യ, ഒരു മോള് ഇപ്പൊ 6 വയസ്സാണ്. വൈഫും സൗദിയിലാണ്, നേഴ്സാണ്. ഞാനും ഇപ്പൊ സൗദിയിൽ തന്നെയാണ്. ഓക്കെ, നാട്ടിൽ പപ്പയ്ക്കാണെങ്കിൽ ഒരു ചെറിയ ബിസിനസ്, ഞാൻ നാട്ടിൽ എനിക്ക് ടാക്സി, റെന്റ് കാർ, പിന്നെ ചെറിയ ചെറിയ റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ഒക്കെ ആയിട്ട് ഇങ്ങനെ പോകും. ഓക്കെ, അപ്പം സാറിന്റെ ക്ലാസ്സിലേക്ക് വരാനുണ്ടായ സാഹചര്യം എല്ലാം ഉണ്ടെങ്കിൽ തന്നെയും ഭയങ്കരമായിട്ട് സ്ട്രെസ് അനുഭവിക്കുന്ന ഒരാളായിരുന്നു ഞാൻ ജീവിതത്തിനകത്ത്. അതായത് എന്റെ സ്റ്റോറി എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഞാൻ കുറെ വർഷം സൗദി അറേബ്യയിൽ ഉണ്ടായിരുന്നു. കുറെ വർഷം നാട്ടില് പല സ്ഥലങ്ങളിൽ പല പല ജോലികൾ ചെയ്തിട്ടുണ്ട്. ഒരു ഏകദേശം ഒരു 7 വർഷങ്ങളായിട്ട് ഭയങ്കരമായിട്ടൊരു പേടി കിട്ടിയ ഒരു അവസ്ഥയിലായിരുന്നു ഞാൻ. അതായത് തൊടുന്നത് പിടിക്കുന്ന എല്ലാം പേടി. ഏറ്റവും കൂടുതൽ മരണഭീതിയുള്ള ഒരാളായിരുന്നു ഞാൻ. ഇതിനകത്തിൽ ആരെങ്കിലും ഇത് കാണും, ഈ ഒരു എന്തെങ്കിലുമൊക്കെയുള്ള സിംറ്റംസ് ഉള്ളവര്, അല്ലെങ്കിൽ ഉണ്ടായിരുന്നവര്, അല്ലെങ്കിൽ ആരെങ്കിലും ബന്ധുക്കളോ സുഹൃത്തുക്കളോ അങ്ങനെ സഫർ ചെയ്യുന്ന ആൾക്കാർ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ. ഓക്കെ, അപ്പൊ അതുപോലെ പേടിയുള്ള ഒരു വ്യക്തിയായിരുന്നു ഞാൻ. ഒരുപാട് ആൾക്കാരെ പലയിടത്ത് പോയി കാണിച്ചു. ഭയങ്കര പേടി, പെട്ടെന്ന് മരിച്ചു പോകുമോ എന്നുള്ള പേടിയുള്ള ആള്. അപ്പൊ ഞാൻ പലയിടത്ത് പല ആൾക്കാരെ ഞാൻ പോയി കണ്ട്, ഒന്നുമില്ല, അത് തോന്നല, അങ്ങനെ ഇങ്ങനെ അടികൊള്ളാത്തതിന്റെയാ. അപ്പൊ ഒരുപാട് ആൾക്കാർ പല 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 അഭിപ്രായങ്ങളാണ് പറയുന്നത്. ഇനി വല്ലതും കയ്യിൽ നിന്ന് പോയോ എന്നൊക്കെയുള്ള പല പല കാര്യങ്ങൾ സംസാരിക്കാറുണ്ട് എല്ലാവരും. അങ്ങനെ ഒരുപാട് വിഷമത്തിയിരുന്നു. ഒരു പ്രാവശ്യം ഈ കഴിഞ്ഞ നവംബറിൽ ഭയങ്കരമായിട്ട് സ്ട്രെസ് എനിക്ക് കൂടി, ഭയങ്കര ബുദ്ധിമുട്ട്. നാട്ടിൽ തന്നെ എനിക്ക് വണ്ടിയുടെ ഓട്ടങ്ങൾ ഇങ്ങനെയൊക്കെയുള്ള സമയത്താണ്. പൈസയുണ്ട്, പക്ഷേ സമാധാനമില്ല. ഭയങ്കരമായിട്ട് ഒരു വിഷമിക്കുന്ന ഒരവസ്ഥ. അങ്ങനെ ഞാൻ നമ്മുടെ നാട്ടിൽ പരുമലപ്പള്ളി എന്ന് പറയുന്ന ഒരു പള്ളിയുണ്ട്. നമ്മളിങ്ങനെ പണ്ട് സിനിമയിലൊക്കെ കേട്ടില്ല, അതങ്ങ് പരുമലപ്പള്ളി ചെന്ന് പറഞ്ഞാൽ മതി എന്ന്. അപ്പൊ ആ പള്ളിയുടെ അവിടെ ഞാൻ ഇങ്ങനെ ഗ്രൗണ്ടിൽ ഇരുന്ന് ഞാൻ പൊട്ടിക്കരയാണ്. ഇങ്ങനെ എന്ത് ചെയ്യാൻ പറ്റും, ആരോട് പറയാൻ പറ്റും? അങ്ങനെയാണ് ഞാൻ നജിലേന്റെ കാര്യം ഓർത്തത്. നജിലേനോടൊന്ന് സംസാരിച്ചാൽ. നജില ഞാൻ ഉടനെ വിളിച്ചു കഴിഞ്ഞപ്പോൾ നജില ചോദിച്ചു, എന്നാ ഉണ്ട് വിശേഷം, സുഖമായിട്ടിരിക്കുന്നോ എന്നൊക്കെ ചോദിച്ചാൽ. ഞാൻ പറഞ്ഞ ഇങ്ങനെ പോകുന്നു. അപ്പം എന്റെ ശബ്ദം കേട്ടപ്പോൾ ചോദിച്ചു, എന്ത് പറ്റി എന്ന് ചോദിച്ചാൽ. ഞാൻ പറഞ്ഞു, കുറച്ച് സ്ട്രെസ്സിലാണ് എന്ന് പറഞ്ഞു. ഞാൻ പുള്ളിക്കാരി ചോദിച്ചു, എന്താണ് കാരണം? കരയാൻ തുടങ്ങി ഭയങ്കരമായിട്ട്. പൊട്ടിക്കരയാണ് ഞാൻ. പുള്ളിക്കാരി പറഞ്ഞു, ശരി കരഞ്ഞോളൂ, കുഴപ്പമില്ല, കരച്ചിലൊക്കെ നിർന്നിട്ട് പറയൂ എന്ന് പറഞ്ഞു. കരച്ചിൽ നിർന്നപ്പം പറഞ്ഞു, ഭയങ്കര ടെൻഷനാണ്, സ്ട്രെസ്സാണ്, എനിക്ക് സൗദി അറേബ്യയിൽ ഒന്ന് പോകണം, പക്ഷെ എനിക്ക് ഫ്ലൈറ്റിൽ കയറാൻ പേടിയാണ്. ഫ്ലൈറ്റ് ആകാശത്ത് വെച്ച് പൊട്ടിത്തെറിച്ച് പോകുമോ, കടലിൽ വീഴുമോ എന്നൊക്കെയുള്ള പേടി. അതായത് വർഷങ്ങൾ ഞാൻ ഫ്ലൈറ്റിൽ യാത്ര ചെയ്ത വ്യക്തിയാണ്. ഓക്കെ, പല പ്രാവശ്യമായിട്ട് ഫ്ലൈറ്റിൽ ഒരു വർഷം തന്നെ 3-4 പ്രാവശ്യങ്ങൾ ഇങ്ങനെ ഫ്ലൈറ്റിൽ യാത്ര ചെയ്ത വ്യക്തിയാണ്. പക്ഷെ എനിക്ക് പേടി കിട്ടി. ഒരു 5 വർഷമായിട്ട് ഫ്ലൈറ്റിൽ യാത്ര ചെയ്യണ്ട എന്ന് തന്നെയുള്ള ഒരു തീരുമാനത്തിൽ അങ്ങനെ നിൽക്കുകയാണ്. ഞാൻ പുള്ളിക്കാരി ഈ കാര്യം മനസ്സിലായി. പുള്ളിക്കാരി അന്നേരം പറഞ്ഞത്, ആ സമയത്ത് എന്നോട് പറഞ്ഞത്, ഒരു പേപ്പർ എടുക്കൂ എന്ന് പറഞ്ഞു. പേപ്പർ എടുത്തിട്ട് ഈ സമയം ഞാൻ, അതായത് ഈ സമയത്തുള്ള വിഷമങ്ങൾ ഞാൻ മനസ്സിലാക്കുന്നു എന്നുള്ള കാര്യം എഴുതാൻ പറഞ്ഞു. ഓക്കെ, ഞാൻ അത് എഴുതി. അതുപോലെ ഇതുവരെയുള്ള എല്ലാ കാര്യങ്ങൾക്കും നന്ദി എഴുതാൻ പറഞ്ഞു. ഇതാണ് ആദ്യം എന്നോട് പറയുന്നത്. എനിക്ക് ഈ കരച്ചിലത്തിലൊക്കെ എന്തോ ചെയ്യാൻ പറ്റും. അപ്പം ശരിക്കും പറഞ്ഞ പേപ്പറല്ല. അപ്പം ഞാൻ എഴുതിയത് ഒരു ടിഷ്യൂ പേപ്പറിലാണ് ഞാൻ എഴുതിയത്. അതുവരെ എൻ്റെ ഫോട്ടോ വരെ എൻ്റെ ഫോണിനകത്ത് കിടപ്പുണ്ട്. അങ്ങനെ ഞാൻ ടിഷ്യൂ പേപ്പറിനകത്തിൽ ഞാൻ ഇങ്ങനെ എഴുതിയപ്പം കുറെ എഴുതിയപ്പം
ലാസ്റ്റിൽ ഈ എൻ്റെ നജില എന്ന് പറയുന്ന സുഹൃത്തിനെ പരിചയപ്പെടാനുണ്ടായ സാഹചര്യം പോലും ഞാൻ അതിനകത്തിൽ എഴുതി. അതിന് വരെ നന്ദി ഞാൻ പറഞ്ഞു. ഈ പറഞ്ഞ പോലെ അരുണിമയ്ക്ക് നന്ദി പറഞ്ഞതുപോലെ തന്നെ അതെല്ലാം ഞാൻ എഴുതി കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിനൊരു ചെറിയൊരു സമാധാനം കിട്ടി. ആ പുള്ളിക്കാരി പറഞ്ഞു എങ്ങനെയുണ്ട് ഇപ്പൊ? ഞാൻ പറഞ്ഞു കൊള്ളാം, നന്നായിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പം സാറേ ഞാൻ പറയുന്നത് കേൾക്കാൻ പറ്റുന്നുണ്ടോ എല്ലാവർക്കും? കേൾക്കാം കേൾക്കാം, വ്യക്തമായിട്ട് കേൾക്കാം, വ്യക്തമായിട്ട് കേൾക്കാം. ഞങ്ങളെല്ലാവരും ഇങ്ങനെ കേട്ടിരിക്കുകയാണ് ഈ കഥ. ഓക്കെ, ഇവിടെ സമയം ഏകദേശം 4:15, 4:30 ആവുന്നേ, 4:15 ആയതേ ഉള്ളൂ. ഓക്കെ, അപ്പം അങ്ങനെ എഴുതി കഴിഞ്ഞപ്പോൾ എനിക്കൊരു ആശ്വാസം. ഞാൻ പറഞ്ഞു എന്താ ചെയ്യേണ്ടത് ആ പല രീതിയിൽ വല്ലാത്തൊരു വിഷമത്തിൽ. പുള്ളിക്കാർ പറഞ്ഞു ഞാനൊരു കോഴ്സിൽ ഞാൻ പരിചയപ്പെടുത്താം എന്ന് പറഞ്ഞു. അപ്പം പുള്ളിക്കാരിക്ക് ഷാഫി ഇൻസ്പയർസ് കേട്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ഷാഫി എന്നുള്ള പേര് കേട്ടപ്പോഴേ എനിക്ക് ആ പടം വല്ലാത്തൊരു ബുദ്ധിമുട്ട്. കാര്യം മുസ്ലിംസ് ആണ്, നജില മുസ്ലിം സുഹൃത്താണ്. അപ്പം മുസ്ലിംസിനോടൊരു ഒരു ഏകദേശം ഒരു വർഷത്തോടടുപ്പിച്ച് ദേഷ്യമാണ് ഭയങ്കര. കാര്യം എന്താ ഉടായ്പ വല്ല പരിപാടി ആയിരിക്കും എന്നൊക്കെയുള്ള മനസ്സിന് കാരണമുണ്ട്, ഞാൻ പറയാം. അപ്പൊ ഞാൻ ആദ്യം പറഞ്ഞ വേറെ ആരെങ്കിലും ഉണ്ടോ? പുള്ളി പറഞ്ഞ ഇത് നല്ലതാണ്, ഒന്ന് അറ്റൻഡ് ചെയ്ത് നോക്കൂ. അപ്പം ഇന്നലെ ഓൾറെഡി ഒരു ക്ലാസ് സ്റ്റാർട്ട് ആയിട്ടുണ്ട് എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞ് അതിനെങ്ങനെ അതിന്റെ കാര്യങ്ങളൊക്കെ. അപ്പൊ അതിന്റെ റേറ്റ് പറഞ്ഞു 10,000 രൂപ താഴെ ഉള്ളൂ, 9,800 അത്ര അങ്ങനെ എന്തോ വരെ സംഭവം. അപ്പൊ ഞാൻ പറഞ്ഞു അതല്ലാതെ വേറെ ആരുടെയും ഉണ്ടോ? അപ്പൊ എന്റെ മനസ്സിൽ ഇങ്ങനെ കിടക്കുകയാണ്, ഇവന്മാരുടെ അത് ശരിയാവത്തില്ല. കാര്യം ഞാൻ ഇങ്ങനെ മൈൻഡിൽ തീരുമാനം എടുത്തു, ഇതെന്തായാലും വേണ്ട. പുള്ളി പറഞ്ഞ അല്ല അറ്റൻഡ് ചെയ്യൂ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞല്ല വേണ്ട, വേറെ ആരെങ്കിലും? പുള്ളിക്കാരി പറഞ്ഞു ശരി, ഞാൻ നിങ്ങളുടെ നാട്ടിൽ തന്നെ ഉള്ള ഒരാളിന്റെ ഞാൻ നമ്പർ തരാം എന്ന് വിളിച്ചു. പുള്ളിക്കാരനെ ഞാൻ വിളിച്ചു. പുള്ളിക്കാരൻ ചെന്നൈയിലാണ്. ഞാൻ ചോദിച്ചു സാർ ഇതുപോലൊക്കെയാണ്, ഭയങ്കര പേടിയുള്ള ആളാണ് ഞാൻ, ഇങ്ങനെ ഭയങ്കര മരണഭീതി കാര്യങ്ങളൊക്കെ. പുള്ളിക്കാരൻ നമുക്കിത് മാറ്റിയെടുക്കാം, ഈസി ആയിട്ട് മാറ്റിയെടുക്കാം, വിഷമിക്കണ്ട, ഒരുപാട് കേസ് ഞങ്ങൾ ഹാൻഡിൽ ചെയ്യുന്ന. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്കിതുപോലെ സൗദിക്കൊക്കെ പോകണം, എനിക്ക് അതിനു മുമ്പായിട്ട് എന്റെ പേടി മാറ്റിത്തരണം. കാര്യം പറിച്ചെടുത്ത് മാറ്റിത്തരുന്ന ചോദ്യമാണ് ചോദിക്കുന്നത് ഞാൻ. ഇപ്പൊ പുള്ളിക്കാരൻ പറഞ്ഞു തീർച്ചയായിട്ടും മാറ്റാൻ പറ്റും, പക്ഷെ ഒരു 10-15 സെഷൻ ആവശ്യമാണ് എന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു സാറേ എങ്ങനെ ഫീസൊക്കെ എങ്ങനെ? പുള്ളി പറഞ്ഞത് 25,000 രൂപയാണ് പറഞ്ഞ ചാർജ്, മിനിമം 25,000 രൂപ ആവും. അപ്പൊ ഞാൻ പറഞ്ഞു ഷടാ, ഷാപ്പി ഇൻസ്പയർസിന് 9,800, ഇതിന് 25,000. ചുരുക്കം പറഞ്ഞ മറ്റേതിന് പോകാൻ മനസ്സും ഇല്ല. ഏതാ? അപ്പം ഞാൻ പറഞ്ഞു ശരി ഞാൻ പറയാം സാറേ എന്ന് പറഞ്ഞു. കേൾക്കുന്നില്ലേ? കേൾക്കാൻ പറ്റുന്നില്ലേ? കേൾക്കാൻ പറ്റുന്നുണ്ട്. നിങ്ങൾ സൗണ്ട് കുറവ്. ചുടുവെള്ളം കുടിക്ക് ജിബിൻ, എന്നിട്ട് പറ. അല്ലല്ല കേൾക്കുന്നുണ്ട്. ഹെഡ്സെറ്റ് മാറ്റിയാൽ മതി. ഹെഡ്സെറ്റ് മാറ്റാത്തിന്റെ സംഭവം എന്ന് പറഞ്ഞാൽ ഇവിടെ അടുത്തുള്ള ഫ്ലാറ്റിലൊക്കെ ഉള്ള ആൾക്കാർ ചിലപ്പോ ശബ്ദം കേൾക്കുമെന്ന് വിചാരിച്ചിട്ടാണ്. ഇപ്പൊ ഓക്കെ ആണോ? ഇപ്പൊ ഓക്കെ ആണോ? നിങ്ങള് സ്വന്തം ഫ്ലാറ്റിലല്ലേ ഉള്ളത്? അതെ ആണ്, എന്നാലും വെളുപ്പിനെ അല്ല, ഭയങ്കര കാമൻ. ഇല്ല, അത് പ്രശ്നമൊന്നുമില്ല, അവര് കേൾക്കൊന്നുമില്ല, അങ്ങനെ കേൾക്കൊന്നുമില്ല. നിങ്ങൾ നിങ്ങളുടെ ഫോൺ കുറച്ച് വോയിസ് കുറച്ച് വെച്ചാൽ മതി. ഓക്കെ, നിങ്ങളെ ഞങ്ങൾക്ക് വ്യക്തമായിട്ട് കേൾക്കണം, നിങ്ങളുടെ കഥകൾ കേൾക്കണം. ദാറ്റ്സ് ഓൾ. വേറെ ഫാമിലിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ? കേൾക്കാമോ? ഇപ്പൊ കേൾക്കാം അല്ലേ? നല്ല ക്ലിയർ ഉണ്ട്. ശരി. യെസ്. അപ്പം ഞാൻ തീരുമാനത്തിൽ എത്താൻ വേണ്ടി ഞാൻ പറഞ്ഞു നജില ഞാൻ പറയാം എന്ന് പറഞ്ഞ് എന്ത് തീരുമാനിച്ച് പറ, എന്തായാലും ഇത്രയല്ലേ ഉള്ളൂ. പിന്നെ എന്റെ വിഷമം കണ്ടുണ്ട് പുള്ളിക്കാരി എന്നോടൊരു വാക്ക് പറഞ്ഞു, ശരി 9,800 രൂപയുടെ കേസല്ലേ, ഏതെങ്കിലും കാരണവശാൽ നഷ്ടമാണെങ്കിൽ ഞാൻ ആ പൈസ തിരിച്ചു തരാം എന്ന് പറഞ്ഞു. അപ്പം ആലോചിച്ചോണം, ഒരിക്കൽ പോലും ഞങ്ങൾ കണ്ടിട്ടില്ല. ഇതും ഒരു മുസ്ലിം ലേഡിയാണ്. ഇവരൊക്കെ ഒരു ഗ്യാങ് ആണോ? ഇനി ഒരു മനസ്സിനകത്തിലൊരിത്. അപ്പൊ പുള്ളിക്കാരി പറഞ്ഞ് ഒന്നും ആലോചിക്കണ്ട കൂടുതൽ. അപ്പൊ പുള്ളിക്കാരിക്ക് ഏകദേശം എന്റെ സ്റ്റോറി കുറച്ചൊക്കെ അറിയാം. പറഞ്ഞോണം, എനിക്ക് അതിനകത്തിൽ മാറ്റം വന്ന കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് ഇത് ഞാൻ പറയുന്നത്. പുള്ളിക്കാരി പറഞ്ഞു എന്തായാലും ചെയ്യൂ. അങ്ങനെ ഞാൻ കോഴ്സിന് ഞാൻ അന്നേരം തന്നെ പൈസ ഇട്ട് ശരത് സാറിനെ കോണ്ടാക്ട് ചെയ്തു. ശരത് സാറിനോട് ഞാൻ പറഞ്ഞു ഇങ്ങനെയൊക്കെയാണ് സാർ, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ. സാർ 1 മണിക്കൂറോളം എന്റെ കഥകൾ കേട്ടിട്ട് ഒന്നും വിഷമിക്കണ്ട, എല്ലാം ശരിയാവും. ഞാൻ പറഞ്ഞു സാർ എനിക്ക് ഫ്ലൈറ്റിൽ യാത്ര ചെയ്യാൻ, എല്ലാം ശരിയാവും, ഓക്കെ എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ ഈ കോഴ്സിന് ജോയിൻ ചെയ്യുന്നത്. പക്ഷെ ഫസ്റ്റ് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല. കാര്യം ആ ഫസ്റ്റ് ക്ലാസ് അറ്റൻഡ് ചെയ്തതിന്റെ പിറ്റേ ദിവസം രാവിലെയാണ് ഈ സംഭവങ്ങളെല്ലാം. അല്ലെങ്കിൽ ഫസ്റ്റ് ക്ലാസ് അറ്റൻഡ് ചെയ്തതിനെ വരുന്നത്. അപ്പൊ ആദ്യത്തെ ഒരു ക്ലാസ് അങ്ങ് നഷ്ടപ്പെട്ടു. 2ാമത്തെ ദിവസം തൊട്ടാണ് അറ്റൻഡ് ചെയ്യുന്നത്. ഇതാണ് ഞാൻ ഇതിനകത്തിലേക്ക് വരുന്നതിന്റെ എൻട്രി. അതാണ്. അതെ. ഈ രൂപത്തിലാണെന്ന് വെച്ചാൽ വന്നിട്ടുള്ളത്. സോ
നമ്മളെല്ലാവരും ഇപ്പം ആകാംക്ഷയോടുകൂടി ബാക്കി പാർട്ട് എന്താണെന്നുള്ളത് നിങ്ങൾക്ക് അറിയണം അല്ലേ? എന്തുകൊണ്ടാണ് ഇപ്പൊ ജെബിൻ ഇവിടെ പറഞ്ഞതിൽ തന്നെ പറഞ്ഞു, ജെബിൻ എന്തുകൊണ്ടാണ് ഒരു 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 എന്താ പറയുക, ജെബിന്റെ മനസ്സിൽ ചില വിഷമകരമായിട്ടുള്ള കാര്യങ്ങൾ കടന്നുകൂടുകയും ആ കാര്യങ്ങൾ ജെബിന്റെ ലൈഫിനെ വല്ലാണ്ട് ബാധിക്കുകയും ചെയ്തിട്ടുണ്ട്. സോ ജെബിൻ കോഴ്സിലേക്ക് വന്നിട്ട് ഉണ്ടായിട്ടുള്ള ആ ഒരു അനുഭവങ്ങൾ എന്താണ്? വന്ന ഉടനെ തന്നെയുള്ള അനുഭവങ്ങൾ എന്താണ്? അതേപോലെ തന്നെ എന്തൊക്കെ ആശങ്കകളുമായിട്ടാണ് കോഴ്സിലേക്ക് വന്നത്? അതിന്റെ ഒരു തുടക്കം എന്ന് പറയാം. ശരി. വന്നത് ആദ്യം തന്നെ ഈ കോഴ്സ് തുടങ്ങുമ്പോൾ തന്നെ ഞാൻ ചോദിക്കുന്നുണ്ട്, എനിക്ക് സാർ ഫ്ലൈറ്റിൽ യാത്ര ചെയ്യാൻ പറ്റും, ടിക്കറ്റ് എടുക്കട്ടെ. കാര്യം ഇവര് പറഞ്ഞിട്ട് വേണം എടുക്കാൻ. എന്റെ മനസ്സിൽ യാതൊരു ഇതില്ല. കാര്യം എനിക്ക് ഫ്ലൈറ്റ് കയറാൻ അതുപോലെ പേടി. ഫ്ലൈറ്റ് ആകാശത്തു നിന്ന് കടലിലേക്ക് താഴെ പോകുമോ എന്നുള്ള പേടി, ആകപ്പാടെ വിഷമം. അപ്പൊ സാറ് ക്ലാസ് എടുത്ത് വലിയ കാര്യമായിട്ട് എടുത്തുകൊണ്ടിരിക്കുക. ഞാൻ ഇങ്ങനെ ഒരു പേന എടുത്തിട്ട് പേപ്പറിനകത്ത് വരച്ചുകൊണ്ടിരിക്കുകയാണ്. കുത്തി വരയ്ക്കുകയാണ്. കാര്യം അതുപോലെ സ്ട്രെസ്സാണ്. ഇയാൾ എന്തൊക്കെയാ പറയുന്നത്, ചിലവിലാന്ന് പറയുന്നത് ഇങ്ങനെ വരച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ വരച്ച് ആ പേപ്പർ അങ്ങ് ഇതാക്കി. ഇപ്പൊ പുള്ളി ക്ലാസ് കഴിഞ്ഞപ്പോൾ ഞാൻ കാണിച്ചു, സാർ എനിക്ക് ഇതൊന്നും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ള രീതിയിലിരുന്ന്. ഓരോ ദിവസവും ക്ലാസ്സിനകത്തില് പറയുന്ന കാര്യങ്ങൾ പതുക്കെ എന്റെ മൈൻഡ് അതിലേക്ക് അട്രാക്ട് ചെയ്തുകൊണ്ടിരുന്നു, പറയുന്ന കാര്യങ്ങൾ. അപ്പൊ എന്റെ ജീവിതമായിട്ടൊക്കെ ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. അങ്ങനെ പതുക്കെ ഞാൻ ഇങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ തുടങ്ങി. ഞാനിങ്ങനെ പറഞ്ഞോളൂ. അങ്ങനെ പതുക്കെ ഞാൻ ഇങ്ങനെ ഈ ക്ലാസ്സിലേക്ക് ഇങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ തുടങ്ങി, എഴുതാൻ തുടങ്ങി. അപ്പം കുറെ കാലമായിട്ട് ബുക്കും പേനയായിട്ടൊന്നും യാതൊരു ബന്ധവും ഇല്ല. അപ്പൊ എഴുതാൻ തുടങ്ങി കഴിഞ്ഞ സമയത്ത് ആദ്യമൊക്കെ ഇച്ചിരി പാടായിരുന്നു. ആദ്യം വെച്ച് ഡയറിയിൽ എഴുതാമെന്ന് വിചാരിച്ച്, പിന്നെ വിചാരിച്ചു ഒരു നോട്ട്ബുക്ക് വാങ്ങിച്ച് അങ്ങനെ ആ നോട്ട്ബുക്കിനകത്തിൽ സെറ്റ് ചെയ്ത് ഇങ്ങനെ എഴുതാൻ വേണ്ടി തുടങ്ങി. അപ്പൊ സാറ് പഠിപ്പിക്കുന്ന കാര്യങ്ങള് എല്ലാം പതുക്കെ എഴുതി. ഒരു ക്ലാസ്സിലെ ആദ്യത്തെ എന്റെ ഫേസ് ചിലപ്പം സാറിന് അന്നത്തെ വീഡിയോ ഉണ്ടെങ്കിൽ അറിയാൻ പറ്റും. ഈ എന്താ പറയണ്ടേ, ഈ പൊന്തന്മാടയിലെ മമ്മൂട്ടിയുടെ ഒരു ഫേസ് പോലെ, കറക്റ്റ് പറയണമെങ്കിൽ പുട്ടുറുമീസിനകത്തിലെ മമ്മൂട്ടി ഇരിക്കത്തില്ലേ എന്ന് പറയുന്ന പോലത്തെ ഒരു ഫേസിലായിരിക്കുന്ന, ആകപ്പാടെ കിളി പോയ ഒരു രീതിയിലായിരുന്നു ഇരുന്നത് ഞാന്. എന്തോ പറയണ്ടേ, അപ്പം ഇങ്ങനെ പുള്ളി എന്തോ പറയുന്നുള്ള രീതിയിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. അതിനകത്ത് നിന്ന് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായി. പതുക്കെ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നു. ഞാനാണെങ്കിൽ എനിക്ക് രാവിലെ അങ്ങനെ എഴുന്നേറ്റ് ഇരിക്കാനോ ഒന്നും ഉള്ളൊരു മനസ്സില്ല. രാവിലെ സാറിന്റെ സെഷൻ ഇരിക്കാന് ഒന്നിനും ഒരു മനസ്സില്ല. എങ്കിലും അവിടെ കയറിയിരുന്നു. വൈകിട്ട് അപ്പൊ എന്റെ വണ്ടി, എന്റെ ഓട്ടങ്ങൾ ഇതെല്ലാം ഞാൻ മാറ്റിവെച്ചു, അതിനുവേണ്ടി ഇരിക്കാൻ തുടങ്ങി. അങ്ങനെ പതുക്കെ ഇരുന്നിരുന്ന് അതിനകത്തിലെ ഒരാളായിട്ട് മാറി. തുടങ്ങിക്കഴിഞ്ഞ് ഒരു 10 ദിവസത്തെ ക്ലാസ് ആണല്ലോ. അപ്പം ആദ്യത്തെ ക്ലാസ് നഷ്ടപ്പെട്ടു. രണ്ടാമത്തെ തൊട്ട് ഇങ്ങനെ പതുക്കെ അപ്പൊ ഇതിൽ ഒരുപാട് ആൾക്കാരുണ്ട്. പല നല്ല ക്വാളിഫൈഡ് ആൾക്കാരുണ്ട്. എന്നെക്കാളും നല്ല പഠിത്തവും വിവരങ്ങളൊക്കെ ഉള്ള ആൾക്കാരുണ്ട്. എങ്കിലും ഏറ്റവും കൂടുതൽ സംശയങ്ങൾ എനിക്കാണ്. തൊടുന്ന പിടിക്കുന്ന നല്ല സംശയമാണ്. അത് മാത്രമല്ല, നാക്കെടുത്താൽ നെഗറ്റീവ് അല്ലാതെ ഒരു വാക്ക് ഞാൻ പറയത്തില്ല. അപ്പൊ തന്നെ സാറിന് തന്നെ ടെൻഷൻ ചെയ്യും, ഇവൻ എന്ത് ചോദിക്കാനാ വരുന്നത്, ഇവനാണ്ട് കാര്യമായിട്ട് വലിയ കാര്യം. സാറ് ക്ലാസ് എടുക്കുമ്പോ സാർ അത് അങ്ങനാണോ ഇങ്ങനാണോ, അപ്പൊ ഈ കുത്ത ഇങ്ങനെയുള്ള കഥകളൊക്കെയാ കൂടുതലും വരുന്നത്. അപ്പൊ ആ നെഗറ്റീവ് അങ്ങനെയുള്ള സംസാരങ്ങള് ഇതെല്ലാമായിട്ടായിരുന്നു ആദ്യം ഇങ്ങനെ വന്നത്. അതിനകത്തിൽ നിന്ന് വന്ന് പതുക്കെ ക്ലാസ്സുകളൊക്കെ ഇങ്ങനെ അറ്റൻഡ് ചെയ്ത് പതുക്കെ എനിക്ക് ഇഷ്ടം വരാൻ തുടങ്ങി. അങ്ങനെ സാറ് പഠിപ്പിച്ച തെറാപ്പി എന്താണെന്ന് എനിക്ക് വ്യക്തമായിട്ട് മനസ്സിലായി. ആദ്യമൊക്കെ അപ്പം EFT എന്ന് പറഞ്ഞ കോഴ്സിലാണ് ഞങ്ങൾ ചെയ്തത്. അപ്പൊ അതിനെപ്പറ്റി ഇങ്ങനെ പഠിപ്പിച്ചു. അതിങ്ങനെ പതുക്കെ ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഓരോരോ കാര്യങ്ങൾക്ക് വ്യത്യാസം വരുന്നുണ്ട്. വ്യത്യാസം വന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി ഇനി ഒരു കാര്യം അതിനിടയ്ക്ക് പറയാം. മുസ്ലിംസിനോട് ദേഷ്യം വരാൻ വേണ്ടി കാരണം അവരാരും നമുക്കൊരു ദ്രോഹം ചെയ്തിട്ടില്ല. ഒരു പേഴ്സൺ എന്റെ ജീവിതത്തിനകത്ത് ഒരു ചെറിയതല്ല, അത്യാവശ്യം നല്ല രീതിയിൽ ഒരു പണി തന്നു. അപ്പൊ അതിന് ആ കമ്മ്യൂണിറ്റിയോട് തന്നെ വെറുപ്പായി ഭയങ്കരമായിട്ട്. അവന്മാരെല്ലാം ഇതാണ്, അങ്ങനെ ഇങ്ങനെ, അവന്മാരെല്ലാം നിസ്കരിക്കാൻ പോവുകയും ചെയ്യുന്നു, പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുണ്ട്, ഈ കാണിക്കുന്നതെല്ലാം തോന്നിവാസം. ഒരാൾ ചെയ്താണെന്ന് ആലോചിക്കണേ, ഒറ്റയൊരു വ്യക്തി ചെയ്തപ്പോ. എന്നാൽ ഇതിനകത്തില് ശരിക്കും പറഞ്ഞ എന്റെ ഹൃദയത്തിൽ നിന്നാണ് ഞാനത് പറയുന്നത്. നജില, ഓക്കെ, താങ്ക് യു. നജില, പിന്നെ ഷാഫി സാറ്, നസറിന്, സജ്ന മേഡം, സജീറ മേഡം, ഇഷ്ടം എല്ലാവരും മുസ്ലിംസ് കൂട്ടുകാരാണ്. ഭയങ്കരമായിട്ട് പറിച്ച് എറിഞ്ഞ പോലെ ആ പ്രശ്നം എന്റെ മനസ്സിൽ നിന്ന് മാറി. സത്യം പറഞ്ഞാൽ പൊട്ടിക്കരഞ്ഞിട്ടുണ്ട് പല പ്രാവശ്യങ്ങള്. ഞാൻ ഇങ്ങനെ ഒരു വ്യക്തി ചെയ്ത ഒരു പ്രശ്നത്തിന് മറ്റുള്ള എല്ലാ ആൾക്കാരോടും എനിക്ക് ഇത്രയും ദേഷ്യം വന്നല്ലോ, അല്ലെങ്കിൽ ഈ ഒരു
കമ്മ്യൂണിറ്റി പോലും ഞാൻ വെറുക്കണ്ട വന്നല്ലോ. അതിനു മുമ്പ് രസമതല്ല, അതിനു മുമ്പ് ഒരു വർഷത്തിനൊക്കെ മുമ്പ് വരെ ഞാൻ ഇങ്ങനെ ബാങ്ക് വിളിക്കുന്നത്, ഇങ്ങനെയുള്ള ഓരോ ഇതൊക്കെ ഞാൻ ഇങ്ങനെ സ്റ്റാറ്റസ് ഇടുമായിരുന്നു. പിന്നെ അതിനുശേഷം എനിക്കിത് കാണുന്ന ദേഷ്യമാണ്. ബാങ്ക് വിളിക്കുക അതും കിട്ടും, ചുമ്മാ ഇവരൊക്കെ ഒരു പണിയൊന്നുമില്ല, അങ്ങനെ ഇങ്ങനെ ഏതാ അങ്ങനത്തെ ഒരു ഇതായിരുന്നു. പക്ഷെ അതെല്ലാം കംപ്ലീറ്റ്ലി മാറി. അതാണ് എന്റെ ഏറ്റവും വലിയ റിസൾട്ട്. ഞാൻ വന്നത് എന്തിനാണ്? ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുന്നതിന്റെ, അല്ലെ ഫ്ലൈറ്റ് യാത്ര ചെയ്യാൻ പറ്റുമോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്. പക്ഷെ ആദ്യം തന്നെ സാറാണെങ്കിൽ ക്ലാസ്സിനകത്തില് പല പ്രാവശ്യം, ഈ കഴിഞ്ഞ ഇടയ്ക്ക് സുധീർ സാറ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മള് ഉദ്ദേശിക്കാത്ത ചില പ്രോബ്ലംസ് നമുക്ക് മാറുന്നുണ്ട് എന്ന് പറയുന്നുണ്ടായിരുന്നു EFT ചെയ്യുന്ന സമയത്ത്. അപ്പൊ അതിനകത്തിൽ ആദ്യം വന്ന റിസൾട്ടാണ് ഈ പറഞ്ഞ മുസ്ലിംസിനോടുള്ള വെറുപ്പ് പരിപൂർണമായിട്ടും മാറിയത്. അത് പിന്നെ അതിനുശേഷം സത്യം പറഞ്ഞ ഇഷ്ടം പോലെ കൂട്ടുകാര് ആ ഒരു സംഭവമേ എന്താ പറയണ്ടേ, ആ ഒരു വ്യക്തിയോടുള്ള ഇത്, ആ കമ്മ്യൂണിറ്റിയോട് വന്നതെല്ലാം പരിപൂർണമായിട്ടും മാറി. അതാണ് ആദ്യത്തെ ചേഞ്ച് എന്ന് പറയുന്നത്. ആദ്യത്തെ എനിക്ക് ഏറ്റവും ഉണ്ടാവുന്ന ഒരു വലിയൊരു വ്യത്യാസം എന്ന് പറയുന്നത്. രണ്ടാമത്തെ കാര്യം പേടിയാണല്ലോ എല്ലാം. അപ്പം എന്റെ പേടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എന്റെ വീട്ടില് അപ്പം ഒരു ആവറേജ് ഫാമിലിയാണ്. പക്ഷെ എന്റെ വീട്ടില് ഞാൻ 2017 മുതൽ ഈ കോഴ്സിന് വരുന്ന സമയം വരെ ഏകദേശം ഒരു 200 ECGക്ക് പുറത്ത് ഞാൻ എടുത്തിട്ടുണ്ട്. എന്റെ ഓർമ്മയില് ഒരു 7 വർഷം കൊണ്ട്. 200 അല്ല, എനിക്ക് പറയുവാണ് അതൊന്നും അല്ല, അതേ മേളിലാണ്. ഞാൻ ആവറേജ് കണക്ക് കൂട്ടിയാലും. പേടിയാണ്, ഹാർട്ട് അടിച്ചു പോകുമോ, ചിലപ്പോഴത്തേക്ക് നോക്കേ ഉണ്ടോ, എപ്പോഴും ഇവിടെ ഉണ്ടോ, അടിക്കുന്നുണ്ടല്ലോ അല്ലേ, പൾസ് നോക്കും, ഉണ്ടോ, ഉണ്ട്, ശരി. അപ്പൊ നിങ്ങൾ വിചാരിക്കും കിളി പോയ ആള് വല്ലതും ആണോ, പറയാനൊക്കെ കാരണമുണ്ട്. അപ്പൊ ECG, എക്കോ, TMT, മനസ്സിലായില്ലേ, പിന്നെ ഹോൾട്ടർ മോണിറ്റർ, പിന്നെ ആൻജിയോഗ്രാം എന്ന് പറയുന്ന ടെസ്റ്റുകൾ, ഇതെല്ലാം ഹാർട്ടുമായിട്ട് റിലേറ്റഡ് ഉള്ള എല്ലാ ടെസ്റ്റുകളും പോയി ചെയ്യും. അപ്പം ഞാന് സൗദിയിൽ നല്ല ജോലി ഉണ്ടായിരുന്നതാണ്. പേടി കിട്ടി. ഞങ്ങളുടെ വീടിനടുത്തൊരു അച്ഛൻ അങ്ങനെ ഹാർട്ട് അറ്റാക്ക് വന്നങ്ങ് മരിച്ചു. അപ്പൊ അതിനുശേഷം അങ്ങ് പേടിയായി. പെട്ടെന്ന് മരിച്ചു എന്നുള്ള പേടി. അങ്ങനെ ഇത് ഞാൻ പറയുന്നത്, നിങ്ങളത് കേൾക്കുമ്പോൾ അത് മനസ്സിലെടുക്കണം കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് ഞാനിത് പറയുന്നത്. അപ്പം അല്ല, ഇത് പറഞ്ഞ് പേടിപ്പിക്കാന്ന് വിചാരിക്കില്ല ആരും. ഇതിനകത്ത് ഉള്ളതാരും ഇല്ല. പക്ഷെ പുതുതായിട്ട് കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ. അപ്പം ഭയങ്കര പേടിയാണ്. അങ്ങനെ എന്തെങ്കിലും സംഭവിക്കുമോ എന്നുള്ള പേടി. ഇപ്പൊ ഞങ്ങളുടെ വീട്ടിൽ എപ്പോഴും ഹോസ്പിറ്റലിൽ പോകാം, എപ്പോഴും പോകുന്നു, കാഷ്വാലിറ്റി പോകുന്നു. അവിടെ ചെന്ന് കഴിയുമ്പോൾ അവര് പാനിക് അറ്റാക്കാ സാർ, അല്ലെങ്കിൽ പാനിക് അറ്റാക്കാണ്, പേടിക്കേണ്ട കാര്യമൊന്നുമില്ല എന്നൊക്കെ ഇങ്ങനെ പറയും. പക്ഷെ എനിക്ക് എന്നാലും ഹാർട്ട് അറ്റാക്ക് പോലെ അങ്ങ് ഫീൽ ചെയ്യുന്നത്. കാര്യം മറ്റേത് അങ്ങനെയാണല്ലോ, പലതും കേട്ടറിഞ്ഞേക്കുന്നത്. അപ്പൊ പലരും കേട്ടറിഞ്ഞേക്കുന്ന സ്റ്റോറീസ് തന്നെ നമ്മുടെ ആൾക്കാർ ഈ സ്റ്റോറി കുക്കേഴ്സ് ഉണ്ട് ഭയങ്കരമായിട്ട്. എന്റെ പൊന്നു മോനെ, അവരെ കണ്ടതായിരുന്നു, ഇന്നലെയും കൂടെ കണ്ടതല്ലയോ ഇങ്ങനത്തെ ഒരു അവസ്ഥ, ഇങ്ങനെയൊക്കെ പറയുന്ന ആൾക്കാര്, പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിലെ കുറെ അമ്മാവന്മാരും കൊച്ചമ്മമാരും ഇങ്ങനെ ആൾക്കാരുണ്ട്. അവരുടെ കഥകൾ കേട്ട് ആണോ, എങ്ങനായിരുന്നു, ആണോ, അപ്പൊ അതെന്തുവായിരുന്നു, എന്തോ പറ്റിയേ, അപ്പൊ അങ്ങനത്തെ ഒരു ചോദ്യം എനിക്കുണ്ട്. അപ്പൊ അത് കേൾക്കുമ്പോഴത്തേക്ക് ഇതെല്ലാം എന്റെ ജീവിതത്തിനകത്തിലാണല്ലോ എന്നുള്ള കാര്യം അങ്ങ് ഏറ്റെടുക്കുക സ്വന്തമായിട്ട്. അങ്ങനെ ബുദ്ധിമുട്ടുകൾ വന്ന് ഇപ്പൊ ECGയും എക്കോയും TMT ഒക്കെ ആയി സൗദിയിൽ നിന്ന് ജോലിക്ക് പാട് വന്നു അങ്ങനെ ഭയങ്കരമായിട്ട്. അപ്പം എപ്പോഴും ഇൻഷുറൻസ് ഉണ്ട്, കമ്പനി ഇൻഷുറൻസ് ഉള്ളതുകൊണ്ട് എപ്പോഴും ഹോസ്പിറ്റലിൽ പോയപ്പോ അവര് ചോദിച്ചു എന്തോ പ്രശ്നമുണ്ടോ. ഞാൻ പറയും, നീ മനുഷ്യത്ത് ഇങ്ങനെ ഒരു വേദന പോലെ. മലയാളി ഡോക്ടേഴ്സ്, പുള്ളി പറഞ്ഞ അങ്ങനെ ഇല്ലല്ലോ പ്രശ്നം, ECGക്ക് അത് കുഴപ്പമൊന്നുമില്ല. ഞാൻ പറഞ്ഞ അല്ല, എന്തോ ഒരു നിങ്ങൾക്ക് എന്തെങ്കിലും അല്ല മാനസികമായിട്ട് വല്ല കുഴപ്പമുണ്ട്. ഞാൻ പറയാം എനിക്ക് വട്ടൊന്നുമില്ല എന്ന് പറഞ്ഞു. പുള്ളി പറഞ്ഞു വട്ടെന്നല്ല, സൗണ്ട് ഓക്കെ കേക്കല്ലേ. ഞാൻ പറഞ്ഞു നല്ല ഓക്കെയാണ്, ക്ലിയർ ആണ്, പറഞ്ഞോളൂ. ഓക്കെ, ഞാൻ പറഞ്ഞു വട്ടൊന്നൊന്നും അല്ല, പക്ഷെ എനിക്ക് അങ്ങനെ ഒരു പേടി പോലെ. പുള്ളി പറഞ്ഞു അത് പക്ഷെ എന്തോ ഒരു പ്രശ്നമുണ്ടല്ലോ നിങ്ങൾക്ക്. ഞാൻ പറഞ്ഞു ഇങ്ങനെ എനിക്കൊരു ചെറിയ പേടി പോലെ ഉണ്ട്, അങ്ങനെ ബുദ്ധിമുട്ടൊക്കെ പോലെ. പുള്ളി പറഞ്ഞു നിങ്ങളുടെ ECG ഒക്കെ ക്ലിയർ ആണ്, നിങ്ങളുടെ ഹാർട്ടൊക്കെ എല്ലാം ക്ലിയർ ആണ്. ഒരു വിശ്വാസമില്ല. കാര്യം ഡോക്ടറിനെക്കാളും അറിവ് എനിക്കാണ്. കാര്യം എനിക്ക് ഏറ്റവും കൂടുതൽ അറിവ് കിട്ടുന്ന യൂട്യൂബിൽ നിന്ന്, ഗൂഗിളിൽ നിന്ന് ഇഷ്ടംപോലെ ഡോക്ടേഴ്സ്മാര്, അവിടെയുള്ള ആൾക്കാർ അവരുടെ എല്ലാ അറിവുകൾ പറഞ്ഞു തരുവാണ്. അപ്പൊ ഞാൻ ആലോചിക്കും ശരിയാ, ഇന്ന അസുഖം എനിക്കുണ്ട്, ഓക്കെ, അത് ഞാൻ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഈ അസുഖങ്ങളെ പറ്റിയെല്ലാം. അങ്ങനെ ഞാൻ സത്യം പറഞ്ഞ നല്ല ശമ്പളമുള്ള ജോലി കളഞ്ഞിട്ട് നാട്ടിലെത്തി അങ്ങനെ ഹോസ്പിറ്റലില് കാർഡിയോളജിസ്റ്റുകളെ മാറി കണ്ട്, അങ്ങനെ ഞാൻ പരുമല ഹോസ്പിറ്റലിൽ തന്നെ ഡോക്ടറെ പോയി കണ്ട്, മറ്റേ ഈ ജഗതി പറഞ്ഞ പോലെ നിലവിളി ശബ്ദം വിടോ എന്ന് പറഞ്ഞ് ഞാൻ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് പോകും. അപ്പ പറഞ്ഞ് എനിക്കറിയാൻ വയ്യ, ഞാൻ തന്നെ ഓടിച്ചുകൊണ്ട് പോന്നെ. ഞാൻ പറഞ്ഞു എനിക്ക് പറ്റുന്നില്ല, ഭയങ്കര വേദന പോലെ എന്നൊക്കെ അങ്ങനെ പോയി.
ചെന്ന് കഴിഞ്ഞപ്പോ ഡോക്ടറെ കണ്ടപ്പോ എന്റെ അമ്മയ്ക്ക് ഒരു ഹാർട്ടിന്റെ പ്രശ്നമുണ്ട്. അപ്പൊ അമ്മ നോക്കി ഡോക്ടറെ. അപ്പൊ അമ്മ പറഞ്ഞാൽ എന്ത്? അപ്പൊ ഡോക്ടർ നേരെ അമ്മയെ കണ്ടപ്പോ ചോദിച്ചു, എന്റെ മോനാ, ആൾക്ക് ഭയങ്കര ഇങ്ങനെ ഒരു ബുദ്ധിമുട്ട് പോലെ. പുള്ളി പറഞ്ഞ് കണ്ടിട്ട് വലിയ കുഴപ്പമൊന്നുമില്ല. ഞാൻ പറഞ്ഞു, അല്ല സാറേ, ഒരു ബുദ്ധിമുട്ട് പോലെ ഉണ്ട്, നല്ല വേദനയുണ്ട്. അപ്പൊ പറഞ്ഞ് ഇവൻ സൗദിന്ന് വന്നതാണ്, അവധി എടുത്ത് വന്നതാണ്, ഇങ്ങനെ ബുദ്ധിമുട്ട് കാരണം എന്ന് പറഞ്ഞു. പുള്ളിക്കാരൻ പറഞ്ഞു, ശരി നമുക്കൊരു ECG എടുക്കാം. ECG എടുത്ത് PCG നോർമൽ. ഞാൻ പറഞ്ഞു, സാറേ അത് ചിലപ്പോ 3 വട്ടം ECG എടുക്കണ്ടേ എന്ന് ചോദിച്ചു. പുള്ളി പറഞ്ഞേ, ഞാൻ പറഞ്ഞ അല്ല, ഈ രാവിലെ ഉച്ചയ്ക്ക് മറ്റേ നല്ല കറക്റ്റ് അറിയത്തുള്ളൂ. അതായത് ഫേമസ് കാർഡിയോളജിസ്റ്റ് ആണ് പുള്ളി, ഡോക്ടർ മധു പൗലോസ്. പുള്ളി പറഞ്ഞ് ECG നേരത്തെ എടുത്തിട്ടുണ്ടോ? ഞാൻ പറഞ്ഞു, കഴിഞ്ഞ ഒരു വർഷം തന്നെ ഒരു 19 എടുത്തെന്ന് പറഞ്ഞു. പുള്ളി 50ഓ? പുള്ളി ചോദിച്ചു. ഞാൻ പറഞ്ഞ സാറേ ആൻജിയോഗ്രാം ഒന്ന് ചെയ്താലോ? പുള്ളി പറഞ്ഞ് ആൻജിയോഗ്രാം ചെയ്യാം. അപ്പം എന്റെ അമ്മയ്ക്ക് വർഷങ്ങൾക്ക് മുമ്പ് ഹാർട്ട് അറ്റാക്ക് വന്നിട്ട് ഈ നിമിഷം വരെ, പ്രസന്റ്ലി ഈ നിമിഷം വരെ പുള്ളിക്കാരി ആൻജിയോഗ്രാം പോലും ചെയ്തിട്ടില്ല. അതായത് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായെന്ന് അറിയാൻ വേണ്ടി ചെയ്തിട്ടില്ല. പക്ഷെ എനിക്ക് ചെയ്യണം ഞാൻ ഇങ്ങനെ തീരുമാനത്തിൽ എത്തിയിരിക്കും. ഞാൻ പറഞ്ഞ ചെയ്തേ പറ്റൂ. ഓക്കെ, അങ്ങനെ പുള്ളിക്കാരൻ പറഞ്ഞു ശരി, അപ്പൊ നാളെ രാവിലത്തേക്ക് ചെയ്യാം എന്ന് പറഞ്ഞു. അപ്പം ഡോക്ടർ പറഞ്ഞു ശരി സെറ്റ്, രാവിലത്തേക്ക്. പപ്പ പറഞ്ഞാൽ അതിന്റെ ആവശ്യമാണ്. ഞാൻ പറഞ്ഞു വേണം, ചുമ്മാ ഇരും, അപ്പൊ അമ്മ മനുഷ്യന്റെ കാര്യം ഒന്നും പറയാൻ പറ്റത്തില്ല. പപ്പ പറഞ്ഞാൽ ഞങ്ങൾക്ക് ആർക്കും കുഴപ്പമില്ലല്ലോ, പിന്നെ നിനക്ക്. ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് കുഴപ്പമില്ലായിരിക്കും, പക്ഷെ എനിക്ക് എന്റെ ജീവിതമാണ് വലുത്. ഓക്കെ, അങ്ങനെ ഞാൻ ആൻജിയോഗ്രാമിന് വേണ്ടി പോയി. എന്റെ കയ്യെ കൂടെ വെയിനൊക്കെ കയറ്റിയല്ല. അപ്പൊ ഡോക്ടർ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പറഞ്ഞേ, ജെബിന് ഒരു കുഴപ്പമില്ല, ഹാർട്ട് സംബന്ധമായിട്ടൊന്നും യാതൊരു പ്രശ്നവും ഇല്ല കേട്ടോ. ഞാൻ പറഞ്ഞ സാറേ കാണണമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്ക് കാണാനുള്ള ശേഷിയില്ല സാർ, ഒന്നും. അപ്പം മറ്റേ ഡോക്ടർ, കൂടെ ഒരു ഡോക്ടറുണ്ട്, പുള്ളിക്കാരൻ പറഞ്ഞു സാറേ ആ ഭാഗം നോക്കി. ഞാൻ പറഞ്ഞു അവിടെ ആ പ്രശ്നം എന്ന് പറഞ്ഞു. സാറേ അത് സാറ് കാണാതെ പോകരുത്, കാര്യം മറ്റേ ഡോക്ടർ പറയുന്നുണ്ട് സാറേ അവിടെ നോക്കിയേ. അപ്പൊ ഇത് കേൾക്കാൻ പറ്റുന്നുണ്ട് എനിക്ക്. ഞാൻ പറഞ്ഞു സാറേ ശരിക്കും നോക്കണേ, പിന്നെ എപ്പോഴും നോക്കാൻ പറ്റത്തില്ലല്ലേ. പുള്ളി പറഞ്ഞു നിങ്ങൾ കുറച്ചു നേരത്തേക്ക് ഒന്നും മിണ്ടായിരിക്കാവോ, ഞാനൊന്ന് നോക്കട്ടെ, ഒരു കുഴപ്പവും ഇല്ല ഇതിനകത്തില്. ലാസ്റ്റ് പുള്ളിക്കാരൻ പറഞ്ഞേ, ജെബിനെ. ഞാൻ പറഞ്ഞു പറ സാറേ എന്തോ പ്രശ്നം. അല്ല ഞാൻ പറയാൻ വന്നത്, ഇപ്പൊ ഞാൻ ഇവിടുന്ന് വിടുകയാണ്, ഇനി മേലാൽ ഈ ഹോസ്പിറ്റലിന്റെ പരിസരത്ത് നിന്നെ കാണരുത് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു സാറ് കാര്യമായിട്ടെല്ലാം നോക്കിയായിരുന്നോ? പുള്ളി പറഞ്ഞു ഞാന് വീഡിയോ തരാം വേണമെങ്കിൽ എന്ന് പറഞ്ഞ, വിശ്വാസം ഇല്ലെങ്കിൽ. ഞാൻ പറഞ്ഞു വിശ്വാസം ഇല്ലായ്മ അല്ല, ചിലപ്പോൾ ഡോക്ടർമാർക്ക് പോലും മിസ്റ്റേക്കുകൾ പറ്റുമല്ലോ. പുള്ളി പറഞ്ഞു പറ്റും, അതാണല്ലോ നിങ്ങളോട് വന്നത് എന്ന് പറഞ്ഞു. അങ്ങനെ അവിടുന്ന് ആൻജിയോഗ്രാം എടുത്ത് കഴിഞ്ഞതിന് ശേഷം ഓക്കെ, അപ്പൊ ഹാർട്ട് സംബന്ധമായിട്ട് പ്രശ്നങ്ങളൊന്നും ഇല്ല. അത് കഴിഞ്ഞപ്പം അപ്പൊ അടുത്തത് ഓക്കെ, ഇനി വയറിനൊരു വേദന ഇടയ്ക്ക് വരുന്നുണ്ട്. ഇനി ക്യാൻസറിന്റെ വല്ലതാണോ, ഇനി അതിന്റെ ആണോ, അതും വരാം. അപ്പൊ അടുത്തതിലേക്ക് പോയി. അപ്പൊ ഒരു സംഭവം കഴിഞ്ഞിട്ട് അത് അതുവരെ ഇല്ലായിരുന്നു. അപ്പൊ അടുത്തതിനകത്തിലോട്ട് തിരിയാൻ തുടങ്ങി. അങ്ങനെ അതുമായിട്ട് ബന്ധപ്പെട്ട് അങ്ങനെ ചുരുക്കം പറഞ്ഞാൽ നല്ലൊരു ജോലി ഉണ്ടായിരുന്നു, നഷ്ടപ്പെട്ടു, നാട്ടിലങ്ങായി. ഓക്കെ, അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം, 2017 മുതൽ 2024 വരെ എന്ന് വിചാരിച്ച് ഞാനിങ്ങനെ നാട്ടിൽ ഇങ്ങനെ പെരക്കകത്ത് കുത്തിയിരിക്കുന്ന ക്യാരക്ടർ അല്ല. എനിക്ക് എൻ്റെ ആയിട്ടുള്ള ജോലിയും വരുമാനങ്ങളൊക്കെ ഉണ്ട്, അത് വേറെ. പക്ഷെ അങ്ങനെ ആ രീതിയിലേക്ക് ഞാൻ അങ്ങ് മാറി. കാര്യം എന്ത് ചെയ്താലും ഉടനെ എനിക്ക് പേടി എന്ന് പറയുന്ന സാധനം എന്നെ ഇങ്ങനെ പിടിച്ചോണ്ടിരിക്കും ഓരോ കോണിൽ. പക്ഷെ ഞാൻ ഏതെങ്കിലും ഒരു കാര്യത്തിൽ ഇൻവോൾവ് ആണെന്നുണ്ടെങ്കിൽ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ആ പ്രശ്നമില്ല. അല്ലാത്ത സമയത്ത് പെരക്കകത്ത് ഇരിക്കുമ്പോഴത്തേക്ക് ഇങ്ങനെ എന്തോ ആവുക ഇങ്ങനെ ഒരു ചിന്തയാ ഇങ്ങനെ. അങ്ങനെ ബുദ്ധിമുട്ട് വന്നിട്ടാണ് പിന്നെ ഹോൾട്ടർ മോണിറ്റർ ടെസ്റ്റ് ചെയ്ത്. അത് കഴിഞ്ഞതിന് ശേഷം ചുരുക്കം പറഞ്ഞാൽ ഹാർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ടെസ്റ്റുകളും ചെയ്തു. 6 മാസം കഴിഞ്ഞപ്പോൾ വീണ്ടും അതിന്റെ പരിപാടി ഞാൻ കഴിഞ്ഞു. കാര്യം ആൻജിയോഗ്രാം ചെയ്തതിന്റെ ഇത് കഴിഞ്ഞു. അപ്പം വീണ്ടും അടുത്ത ഡോക്ടറെ കണ്ടു കഴിഞ്ഞപ്പോൾ ഡോക്ടർ എന്നോട് ചോദിച്ചു, നിങ്ങൾ എന്തോ കാര്യത്തിന് ഇതൊക്കെ ചെയ്യാൻ പോയത്, ഇതൊക്കെ ചെയ്തതിന്റെ ദൂഷ്യം അറിയോ? എടോ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തട്ടിപ്പോയ ആൾക്കാരുണ്ടോ അറിയോ? ഞാൻ പറഞ്ഞു ഇതോ? ഞാൻ പറഞ്ഞു, പുള്ളി പറഞ്ഞു ചിലർക്ക് പറ്റത്തില്ല എന്ന് പറഞ്ഞു, എന്തോ ഒരു സാധനമാ എന്താ ഇടുന്നെന്ന് പറഞ്ഞു. അത് ബുദ്ധിമുട്ടാ, അത് നിങ്ങൾ കണ്ടില്ല യൂട്യൂബിനകത്ത്, അത് കണ്ടാലും നിങ്ങൾ അത് ചെയ്യാൻ സമ്മതിക്കത്തില്ലായിരുന്നു പറഞ്ഞു. ഞാൻ പറഞ്ഞു അയ്യോ ഞാൻ കണ്ടില്ല. പുള്ളിയോട് പറഞ്ഞ് ഇപ്പൊ എത്ര നാളെ? ഞാൻ പറഞ്ഞു 5-6 മാസമായി. ദൈവത്തെ പറഞ്ഞു നിങ്ങൾ ഈ പ്രശ്നമായിട്ട് വരില്ല, അതൊന്നും അല്ല കാര്യം എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഈ കാര്യങ്ങളൊക്കെ എല്ലാം കേട്ട് എല്ലാം ഒന്ന് ഇതായി. പിന്നെ അടുത്തത് ഹോൾട്ടർ മോണിറ്റർ എന്ന് പറഞ്ഞ ടെസ്റ്റ് ഉണ്ടായിരുന്നു, ഇങ്ങനെ കുത്തി വെച്ചിട്ട് പൾസ് എത്ര എന്ന് അറിയുന്നതിന്റെ ഒരു ടെസ്റ്റ് ഉണ്ടായിരുന്നു. അതും പോയി. അത് ബിലീവേഴ്സ് എന്ന് പറഞ്ഞ അടുത്ത ഹോസ്പിറ്റലിൽ അവര് പറഞ്ഞു ഇതൊന്നും പ്രശ്നമില്ല, ഒരു സൈക്കോളജിസ്റ്റിനെ കാണും എന്ന് പറഞ്ഞു. സൈക്കോളജിസ്റ്റിനെ കണ്ടു കഴിഞ്ഞപ്പോൾ സൈക്കോളജിസ്റ്റ് അന്നേരം എന്നോട് വേറൊരു കാര്യം പറയാം, ജെബിന്റെ വിഷയം കേട്ടിട്ട് പ്രശ്നങ്ങളുണ്ട്, പിന്നെ വേറൊരു കാര്യം പറഞ്ഞുതരാം. ഈ ഹോസ്പിറ്റലിന്റെ ഫ്രണ്ടില് ഒരു വർഷം മുമ്പ് ഒരു മാരുതിവാൻ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു മാരുതിവാനോ? ഉണ്ടായിരുന്നു. നിങ്ങളെ പോലെ ഒരു ചെറുപ്പക്കാരന് അവൻ എന്തെങ്കിലും സംഭവിക്കുവാണെങ്കിൽ പെട്ടെന്ന് കാഷ്വാലിറ്റി കൊണ്ടുപോകാൻ വേണ്ടി വണ്ടി ഇട്ടച്ച് 2 ആഴ്ച കിടന്നു എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ശരിക്കും ആന്ന് വിശ്വസിക്കൂ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ആലോചിച്ചു, ദൈവമേ എന്നെക്കാളും കിളിപോയ ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ടല്ലോ എന്ന്. ഞാൻ പറഞ്ഞു ശരിക്കും ആണോ സാറേ, അതോ നിങ്ങൾ എന്നെ വിഷമിപ്പിക്കാൻ, ഇവിടെ ഇയാളെ വിഷമിപ്പിക്കാനായിട്ട് എനിക്കെന്തോ കാര്യം എന്തോ എന്ന് ചോദിച്ചു.
അപ്പോൾ അങ്ങനെ ഹോസ്പിറ്റലിൽ വാതിക്കെ കിടന്നിരുന്ന ആളുണ്ടായിരുന്നു. അതായത് പെട്ടെന്ന് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ കാഷ്വാലിറ്റി അടുത്താണല്ലോ കൊണ്ടുപോകുന്നു വരുന്നു, ഇതൊക്കെയാ പുള്ളിയുടെ ഇത്. അപ്പൊ വണ്ടിയൊക്കെ അക സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അത്രയും ഇല്ലല്ലോ, ഞാൻ പറഞ്ഞില്ല. കുറെ തെറാപ്പി ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ മാറുന്ന ഒരു കാര്യമുള്ളൂ. എന്തോ ഒരു പേടി കിട്ടിയതാ എന്ന് പറഞ്ഞു. ഇങ്ങനെ പല ഡോക്ടേഴ്സുമാരും പറയുന്നു പോകുന്നു. അപ്പം ഇതെല്ലാം പരീക്ഷിച്ചു, പല ഡോക്ടേഴ്സുമാരെ, സൈക്കോളജിസ്റ്റ്. അത് കഴിഞ്ഞതിന് ശേഷം ഒരു 2 വർഷം മുമ്പ് വീണ്ടും പോയി കാർഡിയോളജിസ്റ്റിനെ കണ്ടു. കാർഡിയോളജിസ്റ്റിനെ കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു, സാറേ എനിക്ക് ഈ കണ്ടു കഴിഞ്ഞപ്പോൾ പുള്ളി എന്നോട് ചോദിച്ചത് ആനന്ദ് ശ്രീനിവാസൻ എന്ന് പറഞ്ഞ വേറെ ഡോക്ടർ, അതും ഫേമസ് കാർഡിയോളജിസ്റ്റ് ആണ്. പുള്ളി പറഞ്ഞു, എസ് വരൂ. ഞാൻ പറഞ്ഞു, സാറേ എനിക്ക് പൾസിന്റെ ഒരു ചെറിയ വേരിയേഷൻ ഉണ്ട്. ഞാൻ ECG എടുത്തു കഴിഞ്ഞപ്പോൾ എനിക്ക് പ്രീമെച്ചുറൽ വെൻട്രിക്കുലർ കൺട്രാക്ഷൻ ആണ് എന്ന് പറഞ്ഞു. അപ്പൊ പുള്ളിക്കാരൻ പറഞ്ഞേ, പുള്ളി ചോദിച്ചു, എന്നോട് ഇങ്ങനെ നോക്കി. ഞാൻ പറഞ്ഞു, മറ്റേ PVC ഉണ്ടല്ലോ. മനസ്സിലായി, സംഭവം മനസ്സിലായി എന്ന് പറഞ്ഞു. അല്ലാതെ എങ്ങനെ മനസ്സിലായി, എന്തോ പഠിച്ചെന്തോ? ഞാൻ +2 കഴിഞ്ഞിട്ട് സിവിൽ ആയിരുന്നു, പക്ഷെ അത് കംപ്ലീറ്റ് ചെയ്തില്ല. അപ്പൊ +2 ഗുസ്തി. ഓക്കെ, +2 പാസ്സായിരിക്കുന്ന ഒരു വ്യക്തിക്ക് ഇത്ര അറിവുകൾ. പുള്ളി പറഞ്ഞു, ശരി, ഓക്കെ, ഇപ്പൊ PVC പ്രശ്നം ഉണ്ടല്ലേ? ഞാൻ പറഞ്ഞ അപ്പൊ അതെങ്ങനെ മനസ്സിലായി? ഞാൻ പറഞ്ഞു, എനിക്ക് നോക്കുമ്പോൾ അറിയാമല്ലോ കാര്യം, പൾസും കാര്യങ്ങളൊക്കെ. പുള്ളി എന്നാലും എന്നോട് പറയുവാണ്, എനിക്കാണെങ്കിൽ ഏറ്റവും വലിയ ദേഷ്യവും വിഷമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ വീട്ടുകാരോടാണ്. അപ്പൊ ഞാൻ പറഞ്ഞു, അതെന്ത് പറ്റി സാറേ? അപ്പൊ സിസ്റ്റർ കൂടെ ഇപ്പൊ ഉണ്ട്. ഞാൻ പറഞ്ഞു, എന്തുമാത്രം പൈസ മുടക്കാന്നറിയോ? ഞങ്ങളുടെ നാട്ടിൽ ഞങ്ങളുടെ അച്ഛനും അമ്മയും ഒരുപാട് പൈസ മുടക്കി എനിക്ക് മറ്റേ MBBS വേണ്ടി കുറെ പൈസ മുടക്കി പഠിപ്പിച്ച് വീട്ടുകാര് ഭയങ്കര ഒരു ഇതായി. എന്തുമാത്രം പൈസ കളഞ്ഞു. ഇപ്പൊ കണ്ടില്ലേ, അതുകൊണ്ടേ ഗൂഗിളിനകത്ത് നോക്കിയിട്ട് വന്നിരിക്കുന്ന എല്ലാ കാര്യങ്ങളും അറിയാം. ഇത് മതിയായിരുന്നു അല്ലേ? അല്ലേ സിസ്റ്ററെ? എന്തുമാത്രം പൈസ നമ്മുടെ വീട്ടുകാർ കളഞ്ഞ്, ലക്ഷക്കണക്കിന് രൂപയാണ് കളഞ്ഞ്. ഇദ്ദേഹത്തിനാണ് എല്ലാം അറിയാവുന്ന ഒരാളാണ് ഈ ഫ്രണ്ടി ഇരിക്കുന്നത്. ഞാൻ അന്നേരം വിചാരിച്ചു, ദൈവമേ, ഇങ്ങനെ ആക്കുമായിരുന്നല്ലോ ഉള്ള കാര്യം ഞാൻ വിചാരിച്ചു. ഇയാളുടെ വീട്ടിലെ കാര്യങ്ങളെല്ലാം പറയാൻ വേണ്ടിയിട്ടായിരിക്കും. ചുരുക്കം പറഞ്ഞ പുള്ളി പറഞ്ഞേ, പുള്ളി ആഗ്രഹിക്കുന്നത് ഹാർട്ട് സംബന്ധമായിട്ടും അങ്ങനെ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുമ്പം എന്ന് പറഞ്ഞ പൊട്ടി അന്നേരം തീരണം എന്നാ പുള്ളി ആഗ്രഹിക്കുന്നത്. ഞാൻ പറഞ്ഞ, സാറെ ശവത്തിൽ കുത്തുന്ന രീതി പറയാതെ. പുള്ളി പറഞ്ഞ്, നിങ്ങളെയൊക്കെ ഉണ്ടല്ലോ ശരിക്കും പറഞ്ഞ ഓലത്തുഞ്ചാണി വെച്ചിട്ട് അടിക്കണം എന്നാ പറഞ്ഞത്. അതാ വേണ്ടത് എന്ന് പറഞ്ഞു. ഇവിടെ ഇത്രയും പെർഫെക്റ്റ് ഹാർട്ടുള്ള ആൾക്കാർ പിന്നെ അതിനകത്ത് ടെൻഷൻ അടിക്കുവാണ്, പറ്റുമോ. ഇയാള് ഒരു കാര്യമുണ്ട്, ഇയാൾ ഇപ്പോഴെങ്കിലും ഇയാള് ചാവുമല്ല, ഇയാൾ എല്ലാത്തിനെയും കണ്ട് സകല എണ്ണത്തിന്റെ പുക കണ്ടിട്ട് ഇയാൾ ചാവത്തുള്ളൂ ഉള്ള കാര്യം പറഞ്ഞേക്കാം എന്ന് പറഞ്ഞു. എന്നിട്ട് ഇയാൾ പറയുമോ, ഒന്ന് ചത്താ മതിയായിരുന്നു എന്ന് വരെ നിങ്ങൾ പറയും എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഒരു പേടിച്ചോറി വന്നേക്കുന്നു, മേലെ ഈ പരിസരത്ത് കണ്ടേക്കല്ലേ. ഓക്കെ, റെഡി. പിന്നെ ഒരു ഗ്രൂപ്പ് അങ്ങ് ക്രിയേറ്റ് ചെയ്തു. ഇതുമായിട്ട് ബന്ധപ്പെട്ട കുറെ ആൾക്കാരെ അങ്ങ് കിട്ടി അതിൽ. അപ്പോഴത്തേക്ക് അവരുടെ വിഷമങ്ങൾ, അയ്യോ എനിക്കിത് തന്നെ, എന്റെ അങ്ങനെ, എന്റെ ഇങ്ങനെ, ഓരോരുത്തരുടെ കഥകൾ. അതിനകത്ത് രസം അതല്ല, പഠിത്തമുള്ള ആൾക്കാരുണ്ട്, ടീച്ചർമാര് വരെ ഉണ്ട് അതിനകത്തില്. എനിക്കും അങ്ങനത്തെ ബുദ്ധിമുട്ട്. ബസ്സേ കയറുമ്പോ എനിക്ക് അന്നേരം പറ്റൂ. അപ്പൊ ഞാനാണ് അവരുടെ കൂട്ടത്തിൽ ലീഡർ. ഞാനല്ല ഒന്നും പേടിക്കണ്ട, ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല, ഇതൊക്കെ എല്ലാവർക്കും വരുന്ന. അപ്പൊ അവര് ചോദിക്കും, ജെബിൻ ബ്രോയ്ക്ക് ഇതൊക്കെ മാറി. ഞാൻ പറഞ്ഞു, ഇത് നിങ്ങൾ ആവശ്യമില്ല ടെൻഷൻ അടിക്കട്ടെ. ഞാൻ തന്നെ പിറ്റേ ദിവസം പറയും ഗ്രൂപ്പിനകത്തിൽ, എനിക്കും അവിടെ ഒരു വേദന പോലെ, അങ്ങനെയാണ് ഇങ്ങനെയാണ്. അപ്പൊ ചുരുക്കം പറഞ്ഞാൽ അങ്ങനെ അത്രയും ബുദ്ധിമുട്ടിനകത്തില്, അതായത് ഇങ്ങനെ പിടിച്ച് എന്നാൽ നമ്മൾ ബാക്കിയുള്ള സമയത്തെല്ലാം ഓക്കെയാണ്. പെരയ്ക്കകത്തിൽ നമ്മൾ ചുമ്മാ ഇരിക്കുമ്പോഴാണ് ശബ്ദം കേൾക്കുന്നുണ്ടോ ഇതെല്ലാം നോക്കുന്നത്. ഇത്രയും ഞാൻ പറയാൻ കാരണം, ഇതേപോലെ വിഷമങ്ങൾ അനുഭവിക്കുന്ന ആരെങ്കിലും ഒക്കെ കാണും, അതുകൊണ്ട് പറഞ്ഞാണ്. അതുപോലെ ടെൻഷൻ അടിച്ചിരിക്കുന്ന സമയം എല്ലാം നോക്കി സകല വാതിലുകളും അടഞ്ഞ്, കാര്യം ആൾക്കാർക്ക് ചെയ്യാൻ പറ്റും, ഇതൊക്കെ മാറ്റാൻ പറ്റും, പക്ഷെ ഉദ്ദേശിക്കുന്ന രീതിയിലല്ല ഇതിന്റെ ഒന്നും ഫീസ്. ഡോക്ടർമാർക്ക് കാശുണ്ടാക്കണവർ പഠിച്ചതല്ലേ. ഓക്കെ, അങ്ങനെ അത്രയും പോസ്റ്റിന്റെ സ്റ്റോറി പറയും. അതുകൂടെ ഒന്ന് പറഞ്ഞേക്കാം, എന്തായാലും അറിയാത്തവരുണ്ടല്ലോ, അതൊന്ന് പറഞ്ഞേക്കാം. അപ്പം ഈ ടെൻഷൻ, പേടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേടിയുടെ ലെവൽ അങ്ങ് മാറി. കാര്യം ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ചിലതൊക്കെ ഇങ്ങനെ സംഭവിക്കുന്നുണ്ട്, അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാല്, അതായത് എന്താ അതിന് പറയുന്നത് അതിന് എക്സാമ്പിൾ ആണ് ഞാൻ ഈ ബൂസ്റ്റിന്റെ കാര്യം പറഞ്ഞത്. ഒരു ദിവസം രാത്രിയിൽ ബൂസ്റ്റ് ഇട്ട് ചായ കുടിക്കാൻ ആഗ്രഹം തോന്നി. അങ്ങനെ ഞങ്ങൾക്ക് കടയുണ്ട്. അപ്പം ചായ കുടിക്കാൻ ആഗ്രഹം തോന്നിക്കഴിഞ്ഞപ്പോൾ ഞാൻ വീട്ടിൽ പറഞ്ഞ്, അപ്പൊ ഈ ടെൻഷനും പേടിയല്ലേ, സ്ട്രെസ് അല്ലേ. അപ്പൊ ഞാൻ വീട്ടിൽ ചെന്നിട്ട് ഞാൻ അമ്മയോട് പറഞ്ഞു, ഒരു ബൂസ്റ്റിങ് എടുത്തു. അപ്പൊ ഈ ചെറിയ പാക്കറ്റ് ഉണ്ടല്ലോ, അതെടുത്തിട്ട് കട്ട് ചെയ്തിട്ട് ഞാൻ ഇങ്ങനെ കലക്കൊണ്ടിരുന്ന വിചാരിച്ച്, ആഗ്രഹം ഇങ്ങനെ കുടിക്കാനൊരു ആഗ്രഹം കുറെ കാലമായില്ലേ. അപ്പൊ അതിന്റെ ദിവസം കൊച്ചിങ്ങനെ കുടിക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ ഒരു മണം വന്നപ്പം ആ പഴയ ഒരു നൊസ്റ്റാൾജിയ ഫീൽ ചെയ്ത് അങ്ങനെ കുടിക്കാൻ വേണ്ടി ഇരുന്ന സമയത്ത്, രാത്രി പാല് കുടിച്ചു കഴിഞ്ഞാല് കഫക്കെട്ട്
പിന്നെ എന്തെങ്കിലും വേണ്ട, പണിയാവും. ഇനി ഇത് കുടിച്ചിട്ടങ്ങാണോ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാല് പണി. ഒരിക്കലും കുടിക്കാത്തവനായിരുന്നു അവൻ. എന്റെ കുഞ്ഞെ അവസ്ഥ വന്നല്ലോ, ബൂസ്റ്റ് ഇട്ട് പാല് കുടിച്ചിട്ടാണല്ലോ അവൻ പോയത് എന്നുള്ളൊരു വാക്ക് എന്റെ വീട്ടുകാർ പറയില്ല പിറ്റേ ദിവസം. അന്ന് അത് വേണ്ട, കുടിക്കണ്ട, കലക്കി കലക്കി വെച്ചോണം, വലിയൊരു ഗ്ലാസ്സിന് കലക്കി വെച്ചിരിക്കുക, കുടിക്കണ്ട, ശരിയാകത്തില്ല. അപ്പൊ എന്ത് ചെയ്ത് മാറ്റി വെച്ചു. ഞാൻ പറഞ്ഞു, മോന് വേണോ? എനിക്ക് വേണ്ട, ഞാനിപ്പോ കുടിച്ചേ ഉള്ളൂ. ഞാൻ പറഞ്ഞു, അമ്മ വേണേ എനിക്ക് ബൂസ്റ്റ് ഒന്നും വേണ്ട, നിനക്ക് വേണ്ടേ? ഞാൻ പറഞ്ഞു വേണ്ട, ശരിയാകത്തില്ല, ചിലപ്പോ രാത്രിയിലേ കുടിച്ചു കഴിഞ്ഞാൽ ചിലപ്പം ഈ പാലൊക്കെ എന്ന് പറഞ്ഞ ഒരു പ്രശ്നമോ. അമ്മ ഇതൊക്കെ നിനക്ക് വേണേ കുടിക്കടാ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു വേണ്ട, ഇപ്പൊ വേണ്ട എന്ന് പറഞ്ഞു. അപ്പൊ അത് നഷ്ടപ്പെടുത്തി. അപ്പൊ ഞാൻ പറഞ്ഞ് അന്നേരം ഇങ്ങനെ മനസ്സിൽ വിചാരിച്ചു, ചേട്ടാ ഇനി കുടിക്കാതിരുന്നു കഴിഞ്ഞാൽ അമ്മ ഒരു ചെറുക്കന്റെ പേടി എന്തോ ഇത്. അപ്പൊ എന്റെ മനസ്സിൽ അടുത്തത് കൊണ്ട് എത്തിക്കുവാണ്. കുടിക്കാതിരുന്നു കഴിഞ്ഞാല്, കുടിക്കാതിരുന്നിട്ട് പിറ്റേ ദിവസം തട്ടിപ്പോയി കഴിഞ്ഞാല്, എന്നാലും എന്റെ കൊച്ചൻ സത്യം പറഞ്ഞ ഇന്നലെ രാത്രി അവൻ ആ ബൂസ്റ്റ് കലക്കി വെച്ചിട്ട് അതുപോലും കുടിച്ചില്ല, പേടിച്ച്. കാര്യം എന്തായാലും എന്നിട്ട് അവൻ ഈ ഗതി വന്നല്ലോ എന്ന് എന്റെ വീട്ടുകാർ പിറ്റേ ദിവസം പറഞ്ഞാൽ അപ്പൊ അതും പ്രശ്നം. ആകപ്പാടെ തല ഇങ്ങനെ കിടന്ന് പിടിക്കുക, എന്തോ ചെയ്യാൻ പറ്റും, ഇതൊന്ന് കുടിക്കുകയും ചെയ്യണം, പറ്റുന്നുമില്ല. കുടിച്ചാലും തട്ടിപ്പോവും, കുടിച്ചില്ലാലും തട്ടിപ്പോവും. ആകപ്പാടെ തല കറങ്ങി ഒരു പരുവായി. എന്റെ പെങ്ങളെ വിളിച്ച്, പെങ്ങള് നേഴ്സാണ്. ഞാൻ പറഞ്ഞടി എന്താടാ? ഞാൻ പറഞ്ഞടി ഒരു ചെറിയ പ്രശ്നം. എന്താ കാര്യം, എന്താ പറ. ഞാൻ പറഞ്ഞു ബൂസ്റ്റ് കലക്കി എന്ന് പറഞ്ഞു. അതിന് ഞാൻ പറഞ്ഞല്ല, അത് കുടിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും, കുടിച്ചു കഴിഞ്ഞാൽ കുഴപ്പം എന്താ, കുടിക്കുക എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞില്ല, കുടിച്ചു കഴിഞ്ഞിട്ട് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ സംഭവിക്കും, ശരി എന്നാ ശരിയടാ, ഓക്കെ എന്നാ. ഞാൻ പറഞ്ഞല്ല, നീ മൊത്തം കേൾക്ക, അല്ല നിന്റെ സ്റ്റോറീസ് പറയാനല്ലേ. ഞാൻ പറഞ്ഞു വേണ്ട പ്ലീസ്. ഞാൻ പറഞ്ഞു എന്തോ ചെയ്യണം? അപ്പൊ കുടിച്ചു കഴിഞ്ഞാൽ നീ പിറ്റേ ദിവസം മരിച്ചു പോവാണെങ്കിൽ വീട്ടുകാർ മറ്റുള്ളവരോട് പറയും, അതാണ് നിന്റെ പേടി. കുടിച്ചില്ലെങ്കിലും മരിച്ചിട്ട് പോവാണെങ്കിൽ വീട്ടുകാർ മറ്റുള്ളവരോട് പറയും. ഒരു കാര്യം ചെയ്യും, നീ പകുതി കുടിച്ചിട്ട് പകുതി തുപ്പിക്കളഞ്ഞേക്ക്, എന്തായാലും നീ ചാവുമല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞു പോടിയിടുന്നു. ശരിക്കും പറഞ്ഞാൽ ഞാൻ പകുതി കുടിച്ച്, സത്യം പറഞ്ഞാൽ പകുതി ഞാൻ കുടിച്ച്, ബാക്കി കുടിച്ചില്ല. ആകെപ്പാടെ ഞങ്ങളുടെ അമ്മ പറയും, ചെറുക്കൻ എന്തൊക്കെയാണോ എന്തോ. ഞങ്ങളുടെ ഒപ്പാറ് നല്ല തല്ല് കിട്ടാത്തതിന്റെ, അവന് വേറെ യാതൊരു കാര്യങ്ങളും ഇല്ല. ശരിക്കും പറഞ്ഞാൽ കല്യാണം കഴിച്ച് പിള്ളേരൊക്കെ ഉള്ള സമയത്താണ് ഈ സംഭവം ആലോചിച്ചോണം. അതുപോലെ ബുദ്ധിമുട്ട്, സ്ട്രെസ്, പറ്റാത്ത ബുദ്ധിമുട്ടുകൾ, എപ്പോഴും ഇങ്ങനെ ടെൻഷൻ. ഇനി വീട്ടിലുള്ള മെഷീൻസ് കൂടെ പറഞ്ഞേക്കാം. ECG മെഷീനും മറ്റേ ആൻജിയോഗ്രാം ചെയ്യുന്ന മെഷീൻസ് വെച്ച് ബാക്കി എല്ലാ സാധനങ്ങളും ഉണ്ട് വീട്ടിൽ. ടെമ്പറേച്ചർ നോക്കുന്ന സാധനമുണ്ട്, BP നോക്കുന്ന സാധനമുണ്ട്, ഷുഗർ നോക്കുന്ന സാധനമുണ്ട്. എന്തൊക്കെയോ കണ്ടകടച്ചാണികൾ എല്ലാം അങ്ങ് മേടിക്കും, അങ്ങ് പോയി. കാര്യം ഇതെല്ലാം ഉണ്ട്, എല്ലാം ചെക്ക് ചെയ്ത് വെച്ചിരിക്കും. സകല ഓക്സിമീറ്റർ ഉണ്ട് കയ്യില്, ഇപ്പൊ പൾസ് എത്ര അടിക്കുന്നുണ്ട്, അപ്പൊ ഓക്സിജൻ എത്ര ഉണ്ട്, ഓക്കെ ശരിയാണ്, ഓക്സിജൻ ലെവൽ ഓക്കെയാണ്. ഞാൻ പറഞ്ഞ തമാശ പറഞ്ഞു, എന്റെ വീട്ടിൽ ഇരിപ്പുണ്ട് മെഷീന്. ഓക്കെ നോക്കുവാണ്, അപ്പം 99 ഉണ്ട്. ഓക്കെ ഈ കോവിഡോട് വന്നപ്പോഴത്തേക്ക് കോവിഡിന്റെ സമയം ഉണ്ടായിരുന്നില്ല, അപ്പൊ അന്നേരം പോയി മേടിച്ചതാണ്. ഓക്കെ, പക്ഷെ വേറൊരു കാര്യമുണ്ട്, അന്നേരം ഞാൻ അതിന്റെ ബിസിനസ് ചെയ്ത് അതിന്റെ മാർക്കറ്റ് ചെയ്തായിരുന്നു. അങ്ങനെ ഒരു 19 ഞാൻ സെയിൽ ചെയ്തായിരുന്നു കേട്ടോ, അത് വേറൊരു കാര്യം. എന്തൊക്കെ പോസിറ്റീവ് കാര്യമുണ്ട്. ഓക്സിമീറ്ററിന്റെ ഒരു സെയിലറായിട്ട് അങ്ങ് മാറിയായിരുന്നു. അപ്പൊ ശരിക്കും പറഞ്ഞാൽ അതിങ്ങനെ കൈ വെച്ച് നോക്കിക്കൊണ്ടിരിക്കുക. അപ്പൊ ചുരുക്കം പറഞ്ഞ എല്ലാ മെഷീൻസും ഉണ്ട്. അപ്പൊ എന്റെ വീട്ടില് ഞങ്ങളുടെ അമ്മയുടെ അനിയത്തിയൊക്കെ പറയുമായിരുന്നു, അവന്റെ ഇല്ലാത്ത നമുക്ക് അത്യാവശ്യം ഉണ്ട്, ജെബിന്റെ അടുത്ത് പോയി നോക്കാം, അവിടെ എല്ലാ സാധനവും ഉണ്ട്. എല്ലാ BP സാധനങ്ങളും മെഷീനും എല്ലാം ഓക്കെയാണ്, സകല സാധനമുണ്ട്. ഇത്രയും സ്ട്രെസ്സും ടെൻഷനും ബുദ്ധിമുട്ടും ഇതുമെല്ലാം അനുഭവിച്ച് കഴിയുന്ന ഒരു വ്യക്തിക്ക് പിന്നെ ശരിക്കും പറഞ്ഞ പിന്നെന്താണ്, അവർക്കെന്ന് പറഞ്ഞ ഒരു ഡിപ്രസ്ഡ് ലെവലിലേക്ക് അവർ തന്നെ മാറും. അതായത് മുഖത്ത് ചിരിയില്ല. ഞാൻ അത്യാവശ്യം ചെറുതായിട്ട് പാട്ടിങ്ങനെ ചെറുതായിട്ട് പാടുമായിരുന്നു. അപ്പൊ അങ്ങനെ പാട്ടും കാര്യങ്ങളും എല്ലാം എന്റെ നിന്നു. പാട്ട് പാടത്തില്ല. ഒരു ആപ്ലിക്കേഷൻ മ്യൂൾ എന്ന് പറഞ്ഞ ആപ്ലിക്കേഷനിൽ പാട്ട് പാടുമായിരുന്നു, സ്റ്റേജിൽ നിന്ന് പാടുമായിരുന്നു. എന്ന് വെച്ചാൽ വലിയ പാട്ടുകാരനാണെന്നല്ല, പക്ഷെ അങ്ങനെ സ്റ്റേജ് ഫിയറും ഒക്കെ ഒന്നും ഇല്ലായിരുന്ന ഒരു വ്യക്തിയാണ്. പതുക്കെ എന്നെ എല്ലാത്തിൽ ഞാൻ അകത്തോട്ട് വലിയാൻ തുടങ്ങി. ഇതെല്ലാം ക്ലാസ്സിനകത്ത് നിന്ന് കിട്ടുന്നുണ്ട്. ഓരോരുത്തരുടെ നേച്ചർ എന്താണ്, നമ്മുടെ മൈൻഡ് എങ്ങനെ മാറുന്നു, നമ്മുടെ ചിന്തയാണ് നമ്മുടെ ഇതായിട്ട് മാറുന്നത്, ഇതെല്ലാം കിട്ടുന്നപ്പോ എനിക്ക് മനസ്സിലായി, ചേട്ടാ അപ്പൊ ഞാൻ ഈ കാര്യങ്ങളെല്ലാം, ഇതാണല്ലോ എന്റെ ജീവിതം. ഓരോ ദിവസവും ഈ പറഞ്ഞ പോലെ ക്ലാസ് കേൾക്കുന്നതിനനുസരിച്ച് എന്റെ ജീവിതത്തെ പറ്റിയാണ് ഈ സാർ ഇത് പറയുന്നത് എന്നുള്ള കാര്യം മനസ്സിലായിട്ട് മാറണം എന്നിങ്ങനെ തീരുമാനിച്ചു. അങ്ങനെ പതുക്കെ മാറ്റങ്ങൾ വന്നു. ശരി, അങ്ങനെ 10 ദിവസം ക്ലാസ് കഴിഞ്ഞു. ഞാൻ നന്ദിയൊക്കെ പറഞ്ഞു, സാറിനോട് നന്ദി പറഞ്ഞു, മുസ്ലിംസിനോടുള്ള വെറുപ്പ് മാറി, അതിന് നന്ദി, എല്ലാ കാര്യങ്ങളും മാറി, അവരെല്ലാം എന്റെ സഹോദരങ്ങളായിട്ട് മാറി. ഇതെല്ലാം ഭയങ്കര, അത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലൊന്നും അല്ല, അത് ഭയങ്കര ചേഞ്ചസ് തന്നെയാണ്. ഓക്കെ, എന്നെ സംബന്ധിച്ച് അങ്ങനെ തന്നെയാണ്. അപ്പം ശരിക്കും എന്തിനാണ്, ഫ്ലൈറ്റിന്റെ പേടി മാറാൻ വേണ്ടിയിട്ടാണ്. മെന്റർ നല്ല
ഒരു മെന്റർ എനിക്ക് സംസാരിക്കാനുണ്ടായിരുന്നു. മെന്ററിനോട് സംസാരിച്ചു. ഫ്ലൈറ്റില്, അതായത് അങ്ങനെ ഞാൻ ഡിസംബർ 4-ാം തീയതി ടിക്കറ്റ് എടുത്തു. ജസ്റ്റ് ഒന്ന് വിസിറ്റിങ്ങിന് വരാൻ വേണ്ടിയിട്ടാ, എന്നാലും വരാൻ പേടി. ഞാൻ ശരിക്കും പറഞ്ഞു വെച്ചാൽ കപ്പലിൽ പോയാൽ എന്താന്ന് വരെ ചിന്തിച്ച്, കപ്പലിലാകുമ്പോ എന്തായാലും കടലിലോട്ട് പ്രശ്നമില്ലല്ലോ, അത്ര ഹൈറ്റിൽ നിന്ന് വീഴത്തില്ലല്ലോ. പിന്നെ ഞാൻ കപ്പൽ ആക്സിഡന്റിനെ പറ്റി ചെക്ക് ചെയ്യായിരുന്നു അതിന് മുമ്പ്, ക്ലാസ്സിനൊക്കെ വരുന്നതിന് മുമ്പായിട്ട്. ശരിയാവോ, അതും വേണ്ട, ശരിയാത്തില്ല, മലയിലെങ്ങാണ്ട് ചെന്ന് ഇടിച്ച് അവിടെ പോയി കഴിഞ്ഞാൽ കഴിഞ്ഞു. മെയിൻ ആയിട്ടെന്ന് പറഞ്ഞാൽ ഈ ഭീതിയാണ് ഇതിന്റെ എല്ലാം കാരണം. ചുരുക്കത്തില് അങ്ങനെ അത്രയും മരണഭീതിയുടെ റീസൺ കണ്ടെത്തിയിരുന്നില്ലേ ജെബിന് നമ്മുടെ കോഴ്സിൽ വന്നിട്ട്, അല്ലെ? എന്താ നമ്മുടെ ഒരു റൂട്ട് കണ്ടെത്തുന്ന ഒരു സംഗതി ഉണ്ടായിരുന്നല്ലോ. ഇതിന്റെ റൂട്ട് കോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, റൂട്ട് കോസ് കണ്ടുപിടിക്കണമെങ്കിൽ ശരിക്കും കയറി പോകണം നമ്മൾ. അതായത് സാറ് ശരിക്കും പറഞ്ഞിരുന്നു നോട്ട്സ് ഒക്കെ എഴുതാൻ വേണ്ടി പറഞ്ഞു. അപ്പൊ ഞാനിങ്ങനെ 2017 ഞങ്ങളുടെ അപ്പുറത്തെ അച്ഛൻ ഇങ്ങനെ മരിച്ചതിന് ശേഷമാണല്ലോ. പിന്നെ ഇടയ്ക്കാണെങ്കിൽ പപ്പ ആണെങ്കിൽ മദ്യപിക്കാറ്. ഒരു ദിവസം പപ്പയ്ക്ക് ബോധമില്ലാതെ മദ്യപിച്ചിട്ട് ഇങ്ങനെ ബോധം പോകുന്ന ഒരു അവസ്ഥ പോലെ, എന്ന് വെച്ച് മദ്യപാനിയായിട്ട് അങ്ങനെ വീട് നോക്കായിരുന്ന ആളല്ല. ഓക്കെ, ഇപ്പൊ ദിവസം വെച്ച് അങ്ങനെ യാതൊരു കുഴപ്പമില്ല. 10-17 വർഷങ്ങൾക്ക് മുമ്പ് പുള്ളിക്ക് ശ്വാസം ഇല്ലാതെ നിൽക്കുമ്പോൾ പുള്ളിയുടെ കൂട്ടുകാരൻ ഇതുപോലെ പറഞ്ഞായിരുന്നു മരിച്ച് എന്നൊക്കെയാ പറയുന്നത്. അപ്പൊ അതിന്റെയൊക്കെ പേടി ഇങ്ങനെ എന്റെ മനസ്സിൽ കിടക്കുകയാണ്. അതിനു മുമ്പ് ചെറുപ്പകാലത്തിൽ അനുഭവിച്ചിരിക്കുന്ന കുറെ ട്രോമാസ്, ഇതൊക്കെ സാറിന്റെ ക്ലാസ്സിനകത്തിൽ വ്യക്തമായിട്ട് എനിക്ക് മനസ്സിലായി. എന്തുകൊണ്ടാണ് പേടിയുടെ ലെവൽ മാറി. അതായത് ഇരുട്ടത്തിരിക്കാൻ പേടി, ഒരു മുറിയിൽ നിന്ന് മറ്റേ മുറിയിലോട്ട് പോകാൻ പേടി, പാമ്പിനെ പേടി, പട്ടിയെ പേടി, എല്ലാത്തിനും പേടി. അപ്പൊ ആ പേടി വളർന്നു കഴിഞ്ഞപ്പം ഇങ്ങനെയുള്ള പേടികൾ മാറുമല്ലോ. അപ്പൊ അടുത്തൊരു പേടിയിലേക്ക് കയറി പിടിച്ചു. അതായത് പേടി എന്ന് പറഞ്ഞ സംഭവം ഉണ്ട്, അതിന്റെ റീസൺ അങ്ങ് മാറി എന്നുള്ള വേറെ ഒരു, ശരിക്കും പറഞ്ഞാൽ അതിന്റെ യഥാർത്ഥമായിട്ടുള്ള പേടി ഉണ്ടായിരുന്നെങ്കിലും ഒരു സംഭവത്തിന് മാറി മറ്റൊരു സംഭവത്തിലേക്ക് പേടി ഫോക്കസ് ചെയ്യാൻ തുടങ്ങി. അതാണ് കാരണം. റൂട്ട് കോസ് കറക്റ്റ് ആയിട്ട് എനിക്ക് കിട്ടി. അപ്പൊ ഓരോ ദിവസവും അല്ലേ പിന്നെ കാർഡിയോഫോബിയ ഉള്ള വ്യക്തിക്ക് ഫ്ലൈറ്റ് യാത്ര ചെയ്യുമ്പോൾ പേടിയേണ്ട കാര്യം എന്തോ, കപ്പലെ യാത്ര ചെയ്യുമ്പോൾ പേടിയേണ്ട കാര്യം എന്തോ, ബൂസ്റ്റ് കുടിക്കുമ്പോൾ പേടിയേണ്ട കാര്യം എന്താ. അപ്പൊ ഓരോന്നിനും പേടിയാണ് മെയിൻ എന്നുള്ള കാര്യം മനസ്സിലായി. അത് പലതിലും ആശ്രയിച്ചിരിക്കുന്നു. മറ്റേതാണ് കുറച്ച് കൂടുതൽ നിൽക്കുന്നതേ ഉള്ളൂ കാര്യം. അപ്പം ഫ്ലൈറ്റിൽ പിന്നെ യാത്ര ചെയ്യണമല്ലോ. ശരിക്കും പോയി ഞാൻ ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്തു. പറയാമല്ലോ കാര്യം? തീർച്ചയായിട്ടും പറയാം. ഓക്കെ, ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്ത് പോകാൻ വേണ്ടി എല്ലാം തീരുമാനത്തിലെ. ക്ലാസ് ഒക്കെ കഴിഞ്ഞു. സാറിനോട് നന്ദി പറഞ്ഞു. സാർ പറഞ്ഞു, നിങ്ങൾ ഇനിയുള്ള 30 ദിവസം നിങ്ങൾ സ്വന്തമായിട്ടെല്ലാം പ്രാക്ടീസ് ചെയ്യണം. പിന്നെ നമുക്ക് നല്ല മെന്ററിന്റെ സപ്പോർട്ട് ഉണ്ടാവും, എല്ലാം ഉണ്ട്. ഓക്കെ, എനർജിയായി, അത്യാവശ്യം എനർജിയൊക്കെ ആയി, കുറെ നല്ല സുഹൃത്തുക്കളായി, കുറെ ആൾക്കാരൊക്കെ നമുക്ക് ഇതിനകത്തിൽ വന്നു. അപ്പൊ നമുക്ക് എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ, മെയിൻ ആയിട്ട് എന്റെ ഒരു നല്ല സുഹൃത്ത്, എന്റെ ഒരു പെങ്ങളെ പോലെ നിൽക്കുന്ന ആള് നസറിനാണ് ആദ്യം എന്നെ കുറച്ച് ബലങ്ങളൊക്കെ തന്നത്. ഓക്കെ, അതുപോലെ ഒരുപാട് പേരുണ്ട്. എല്ലാവരുടെയും പേരെടുത്ത് പറയാൻ ഒരുപാട് പേരുടെ ഉണ്ട്. സജിന മേഡം, ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പം അപ്പൊ എനിക്ക് കുറെ സപ്പോർട്ടൊക്കെ തന്നു. അങ്ങനെ പതുക്കെ മെന്ററിന്റെ സപ്പോർട്ട് ഉണ്ടായിരുന്നു. അങ്ങനെ പതുക്കെ ഓരോ ദിവസവും ചെയ്യേണ്ട കാര്യങ്ങൾ ഞാൻ ഇങ്ങനെ ചെയ്യാൻ തുടങ്ങി. മെഡിറ്റേഷന് കാര്യങ്ങള്, എക്സസൈസ് കാര്യങ്ങളെല്ലാം ഞാൻ ഇങ്ങനെ പതുക്കെ ചെയ്യാൻ തുടങ്ങി. പോകുന്നതിന്റെ ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുന്നതിന്റെ തലേ ദിവസം രാത്രിയില് ഒരു സ്വപ്നം കണ്ടു. ഫ്ലൈറ്റ് പൊട്ടിത്തെറിച്ച് താഴെ പോയിട്ട്. അതായത് ഞാൻ രാവിലെ എഴുന്നേറ്റപ്പം മെന്ററിനെ ഞാൻ വിളിച്ചു. ഞാൻ പറഞ്ഞു, മാഡം ഇതുപോലെ. പുള്ളിക്കാരി പറഞ്ഞു, ഒന്നും ടെൻഷൻ അടിക്കണ്ട എന്ന് പറഞ്ഞു. ടാപ്പ് ചെയ്തിട്ട് പൊക്കോളൂ എന്ന് പറഞ്ഞു. ഒന്നും പേടിക്കണ്ട എന്ന് പറഞ്ഞു. എന്റെ മെന്റർ, പേര് പറയല്ല, ഫെബിന മാഡം ആയിരുന്നു എന്റെ മെന്റർ. ഓക്കെ, പുള്ളിക്കാരി എന്നോട് പറഞ്ഞു, ഒന്നും വിഷമിക്കണ്ട, നല്ല സപ്പോർട്ടായിരുന്നു, ഒന്നും വിഷമിക്കണ്ട. ഞാൻ ഈ ഒരു കാര്യം പറഞ്ഞോട്ടെ, നമുക്ക് സിറ്റുവേഷൻസ് വരും, എന്തായാലും സിറ്റുവേഷൻസ് വരും. ഇപ്പൊ മഴയെ പേടിയുള്ള ഒരു വ്യക്തിയാണെന്ന് വിചാരിച്ച് പേടിച്ചിരിക്കുന്നതാണ് അതിന്റെ പേടി. പക്ഷെ മഴ വരും, മഴ വന്നേ പറ്റൂ, അങ്ങനെയാണ്. പക്ഷെ നമ്മൾ മഴ വരുമ്പോൾ പേടിയാണെങ്കിൽ അതിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു, എങ്ങനെ ഹാൻഡിൽ ചെയ്യാമെന്ന് കറക്റ്റ് ആയിട്ട് സാർ അത് പറഞ്ഞു തന്നു. അല്ലെങ്കിൽ ആ ഒരു കോഴ്സിനകത്ത് കൂടെ എനിക്കത് കിട്ടി. അപ്പൊ അതുകൊണ്ട് ടാപ്പ് ചെയ്ത് കാര്യമായിട്ട്, അതേസമയം നമുക്ക് ആൾക്കാരുടെ മുമ്പ് വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റുമോ? നമ്മൾ കാര്യമായിട്ട് എന്റെ കൈ ഓട്ടോമാറ്റിക്കലി അവിടെ പോകുന്നു, ഇങ്ങനെ ടാപ്പ് ചെയ്ത്. ഓക്കെ, സത്യസന്ധമായിട്ടും പറയാണ്, എന്റെ കുഞ്ഞാണ് ഭയങ്കര ധൈര്യശാലി, കൂളായിട്ട് നടക്കും അവള്. ഞാൻ പറഞ്ഞു, മോനെ ഇവിടെ ഇരിക്കും, അവൾക്കൊരു പേടിയില്ല. കാര്യം അവൾക്ക് 6 വയസ്സല്ലേ ഉള്ളു. പേടി സംഭവങ്ങളൊന്നും ആയിട്ടില്ല. ഏതാ എന്റെ കൂടെ നടന്ന പേടി ആയനമായിരുന്നു, ദൈവത്തിന്റെ കരുണയല്ലേ. ഓക്കെ, അങ്ങനെ ഫ്ലൈറ്റിൽ ഞാൻ സൗദിക്ക് കയറി. ഫ്ലൈറ്റ് കുറെയൊക്കെ പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് ഇങ്ങനെ ഞാൻ 2-3 സിനിമ കയറ്റിക്കൊണ്ടാ പോയത്. ഇത് വല്ലതും ഒലയ്ക്കുവാണെന്നുണ്ടെങ്കിൽ ഇത് കണ്ടോണ്ടിരിക്കാമല്ലോ എന്ന് വിചാരിച്ചു. സത്യം പറയാം, ഒരു തൊപ്പി ഉണ്ടായില്ല. ഫ്ലൈറ്റ് കിടന്ന് ഇങ്ങനെ ചെർക്ക് ചെയ്യുന്നുണ്ട് ശരിക്കും ബുദ്ധിമുട്ടായിട്ട്. യാതൊരു തൊപ്പിയും തോന്നിയില്ല, ഒരു പേടിയും തോന്നിയില്ല.
ഇതിനിടയ്ക്ക് 10 പ്രാവശ്യം ഞാൻ ബാത്റൂമിൽ പോയി, അങ്ങോട്ട് പോയി, ഇങ്ങോട്ട് പോയി, അങ്ങോട്ട് പോകുന്നു, ഇങ്ങോട്ട് പോകുന്നു, വളരെ കൂളായിട്ട്. അതായത് ഇതിന്റെ ഒരു പവർ നമ്മുടെ ഉള്ളത്തിൽ കിടപ്പുണ്ട്. അതായത് എന്താ സംഭവമാണെന്ന് അതെനിക്ക് പറഞ്ഞു തരാൻ അറിയത്തില്ല എങ്ങനെയാണെന്ന്. കോഴ്സ് ചെയ്തവർക്ക് അറിയാൻ പറ്റും അതെങ്ങനെയാണെന്നുള്ള കാര്യം. എന്നിട്ട് ഇത് ജർക്ക് ചെയ്യുന്ന സമയത്ത് ഈ ജിദ്ദയിലോട്ടാണ്, സൗദിക്കാണ് വരുന്നത്. ജിദ്ദ വരുന്ന സമയത്ത് എല്ലാം വന്നിട്ടുള്ളവർക്ക് അറിയാം. ഇപ്പൊ ഇങ്ങനെ ചരിഞ്ഞ് ഇങ്ങനെയാണ് ഇരിക്കുന്നത്. അപ്പൊ ഈ മലയിലോട്ടൊക്കെ മുട്ടാൻ പോകുന്നവർ വരും. ഞാൻ എന്ത് ചെയ്തു, കൂളായിട്ട് സൈഡിൽ ഇരുന്നുകൊണ്ട് ഇങ്ങനെ വീഡിയോ എടുത്തിട്ട് ഞാനിങ്ങനെ ഇത് പറഞ്ഞു, ഇതാണ്ട് ഇപ്പൊ നമ്മളിങ്ങനെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കണം, ഇങ്ങനെ ഇരിക്കുന്ന ആളാ, ഇങ്ങനെ ഇരിക്കണം എന്നൊക്കെ മനസ്സ് വിചാരിച്ചിരുന്ന ഇങ്ങനെയൊക്കെ വിചാരിക്കുന്നത്. പക്ഷേ ഒന്ന് ആലോചിച്ച് നോക്കിയേ, വളരെ കൂളായിട്ട് ഞാൻ സൗദി ലാൻഡ് ചെയ്തു. രസം അതല്ല, അന്ന് യാത്ര ചെയ്യുന്ന സമയത്ത് സാറിന്റെ ക്ലാസ് ഉണ്ട്. സാർ ഓർക്കുന്നുണ്ട്, ഞാൻ കാറിൽ യാത്ര ചെയ്യുമ്പോൾ ബാഗുമായിട്ടാണ് ഇരിക്കുന്നത്. സാറിനോട് ചോദിച്ചു, സാറ് ജെബിൻ എവിടെ? ഞാൻ പറഞ്ഞു, സാറേ സൗദിക്ക് പോവാണ്. ഓർക്കുന്നുണ്ട് ആ രാവിലത്തെ സെഷനിൽ. അപ്പൊ അത് ഫ്ലൈറ്റ് യാത്ര ഈ പറഞ്ഞ പോലെ വളരെ നല്ല രീതിയിൽ ശാന്തമായിട്ട് അവസാനിച്ചു അല്ലെ? അപ്പൊ ഒരു പേടി, ഫ്ലൈറ്റിലേക്ക് പോകാനുള്ള ഒരു പേടി, അല്ലെങ്കിൽ സൗദിയിലേക്ക് പോകാനുള്ള ഒരു യാത്രയുടെ പേടിയിൽ നിന്ന് ആണ് അത് അതിശക്തമായിട്ട് ഓവർ തിങ്കിങ് വന്നിട്ട് അതിൽ നിന്നാണ് കോഴ്സിലേക്ക് എത്തുന്നത്. പക്ഷെ ഇപ്പൊ കേൾക്കുമ്പം ആ ഒരു ഫ്ലൈറ്റ് യാത്ര വളരെ നന്നായിട്ട് എൻജോയ് ചെയ്ത് അവിടെ ലാൻഡ് ചെയ്തു, കാര്യങ്ങൾ ചെയ്തു. ജെബിൻ, ഞാനൊരു കാര്യം ചോദിക്കും, ഏറ്റവും വലിയ ജെബിന് ഉണ്ടായിട്ടുള്ള റിയലൈസേഷൻ എന്താണ് ഈ ഒരു പ്രോഗ്രാമിലേക്ക് വന്നിട്ട് അതിൽ നിന്ന് പഠിച്ച ഏത് ടെക്നിക്കാണ്, അല്ലെങ്കിൽ ഏത് കാര്യം, ഞാൻ പറഞ്ഞ ഏത് കാര്യം അല്ലെങ്കിൽ കോഴ്സിൽ പഠിപ്പിച്ച ഏത് ടെക്നിക്കാണ് ശരിക്കും ജെബിനെ ഹെൽപ്പ് ചെയ്തത്? ഏത് ടൂളാണ് ഹെൽപ്പ് ചെയ്തത്? ടെക്നിക്ക് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാല്, നമ്മുടെ ചിന്തകളുടെ എല്ലാ അടിസ്ഥാനം നമ്മൾ തന്നെയാണ്. നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നതാണ് ഇതെല്ലാം എന്ന് ഞാൻ പഠിച്ചു. അതായത് ശരിക്കും പറഞ്ഞാല് ഒരു ചെറിയ കാര്യം, അതായത് എന്താ പറയണ്ടേ, ഈ നമ്മുടെ ബോധമനസ്സ് ഉണ്ടല്ലോ, നമ്മൾ ആദ്യം ഈ ബോധമനസ്സിലേക്ക് ഇട്ടിട്ട് ബോധമനസ്സിലേക്ക് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് സംഭവം. അത് ഇങ്ങനെ കിടന്ന് ഇത് നമ്മുടെ ഒരു വിശ്വാസമായിട്ട് മാറുവാണ്. ഏതാ, നമ്മൾ ആദ്യം ചിന്തിച്ചു കൂട്ടുന്നു, ചിന്തിച്ചേക്കുന്നത് അതാണ് ശരിയെന്ന് വിശ്വസിക്കുന്നു, അത് പിന്നെ ഒരു വിശ്വാസമായിട്ട് ഉള്ളത്തിലും കിടക്കുന്നു. പറഞ്ഞു മനസ്സിലായി? അപ്പൊ എനിക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ട്. അങ്ങനെ ഞാൻ കുറെ വട്ടം ചിന്തിച്ചു, അത് പിന്നെ പേടിയായി, അതിന്റെ റിസൾട്ട് പേടി. അങ്ങനെ പേടിയായി, അത് കുറച്ച് കഴിഞ്ഞപ്പം പക്ഷെ അങ്ങനെയാണോ, പിന്നെ അത് വിശ്വാസമായി. അങ്ങനെ ആ ഒരു വിശ്വാസത്തിലേക്ക് തന്നെ അങ്ങ് മാറുവാണ്. അത് റിയലൈസ് ചെയ്യാൻ പറ്റി. കാര്യം ഇത് നമ്മൾ തന്നെ ക്രിയേറ്റ് ചെയ്തെടുക്കുന്നതാണ്. ചേട്ടാ, ഇപ്പൊ സാധാരണ ഉള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഇതൊക്കെ കേൾക്കുമ്പോൾ സാധാരണ ആൾക്കാർ എനിക്ക് എന്തൊക്കെ പൊട്ടത്തര ഈ കാര്യം പറയുന്നത്, ലോകത്ത് നടക്കാത്ത കാര്യം അവരെ സംബന്ധിച്ച് അവർക്ക് ഈ ഒരു സംഭവങ്ങൾ ഇല്ലാത്തവരായിരിക്കാം. പക്ഷെ അത് അനുഭവിക്കുന്ന വ്യക്തിയെ സംബന്ധിച്ച് അതിന്റെ ഒന്ന് ആലോചിച്ച് നോക്കിക്കോളൂ. ബൂസ്റ്റ് കുടിക്കാൻ പേടി വരുന്നത് ഇതുമായിട്ടുള്ള ബന്ധം എന്താണ്? കാര്യം നമ്മൾ നേരത്തെ മുൻകൂട്ടി തീരുമാനിക്കുവാണ്, അങ്ങനെ ചെയ്ത് അങ്ങനെ ആകുമോ എന്ന്. കാര്യം അത് വിശ്വാസമായി കിടന്നു. അതാ എനിക്ക് തോന്നിയെന്ന് പറഞ്ഞാൽ അതങ്ങ് വിശ്വാസമായി. അതാണ് റിയലൈസ് ചെയ്യാൻ പറ്റിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വിശ്വാസമായി കിടക്കുകയാണത്. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ ചിലപ്പോൾ അങ്ങനെ ആയിരിക്കും, അല്ലയോ? ഇനിയിപ്പൊ നാളെ തട്ടിപ്പൊക്കിട്ട് ആരെങ്കിലും എന്തോ പറഞ്ഞാൽ നമ്മൾ കേൾക്കുന്നില്ലല്ലോ. പക്ഷെ അത് ചിന്തിക്കാൻ പറ്റുന്നില്ല ആ സമയത്ത്. ആ സമയത്ത് ചിന്തിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ ആണല്ലോ എന്ന് നമ്മൾ നേരത്തെ അങ്ങ് ചിന്തിച്ചു കൂട്ടുവാണ്. പക്ഷെ അതെനിക്ക് മനസ്സിലാക്കാൻ പറ്റി. ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഓവർ തിങ്കിങ് മാക്സ് പ്രോ ടൈപ്പ് അല്ലെ? പ്രോ മാക്സ്. പിന്നെ ഞാൻ നമ്മൾ അതിന്റെ വലിയ കമ്പനി, സ്വന്തമായിട്ട് ഗൂഗിൾ പോലത്തെ വലിയ കമ്പനി ആയിരുന്നു. ഇത് പ്രോമാക്സ് ഒന്നും അല്ല, വലിയ സ്വന്തമായിട്ടൊരു കമ്പനി തന്നെ ഉണ്ടായിരുന്നു. ഭയങ്കര ഇഷ്ടം പോലെ ആൾക്കാർ നമ്മളെ, അത് രസം അതല്ല, എല്ലാ ഡോക്ടർമാരുടെയും ഈ വീഡിയോസിന്റെ അടിയിൽ ചെന്ന് കമന്റ് ഇടുമായിരുന്നു. അതിനിടയ്ക്ക് ഇഷ്ടം പോലെ ഫാൻസ് വരുമായിരുന്നു, ഞങ്ങൾക്ക് ഇതുപോലെ ഉണ്ട്, ഞങ്ങൾക്ക് ഇതുപോലെ ഉണ്ട്. അന്നേരം വേറൊരു കാര്യമുണ്ട്, ഞാൻ ഇടയ്ക്ക് സാറിനോട് പറയത്തില്ലേ, സാറേ എന്നെ പോലെ ഒരുപാട് ആൾക്കാരുണ്ട് ഉണ്ട് 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 ഉണ്ടെന്ന് പറഞ്ഞതിന് കാരണം, ഇപ്പൊ ഇതിനകത്ത് വന്നിരിക്കുന്ന ഇപ്പൊ എത്ര 100 പേര് കാണും, അല്ലെങ്കിൽ ഈ 100 പേര്, ഈ 100 പേരുള്ള ചിലപ്പോ ഈ ആൾക്കാർക്കൊന്നും ഈ പ്രശ്നം കാണത്തില്ല. പക്ഷെ പ്രശ്നങ്ങൾ ഉള്ളവരുണ്ട്, അതെനിക്ക് വ്യക്തമായിട്ടറിയാം. അതെ, ഞാനുണ്ടായിരുന്നു. അതേപോലെ സജീറ പറയുന്നു, ഞാനും ഇതുപോലെ തന്നെയായിരുന്നു. അതേപോലെ തന്നെ ജസീല പറയുന്നുണ്ട് ഇതേപോലെ പ്രശ്നങ്ങൾ എനിക്കുണ്ട്. അപ്പോൾ നമ്മുടെ ചെറുപ്പത്തിൽ നമ്മൾ അനുഭവിക്കുന്ന ഭയമാണ്. ജെബിന്റെ ഒരു കേസിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ, ജെബിൻ വളരെ രസകരമായിട്ട് നമ്മൾ തമാശ രൂപത്തിൽ ഇപ്പോൾ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും, ബേസിക്കലി എന്താ പറയുക, ഇത്രയും തമാശകൾ പറയാനുള്ള ഒരു സംഗതികൾ ഉണ്ടെങ്കിൽ പോലും ആക്ച്വലി ജെബിൻ അനുഭവിച്ചിട്ടുള്ള ബുദ്ധിമുട്ട് എന്താണ് എന്നുള്ളതാണ് ഇൻ ഡെപ്തിൽ സംസാരിച്ചത്. ഇതിന്റെ ഒരു റീസൺ ചെറുപ്പം മുതലേ ജെബിൻ അനുഭവിച്ചിട്ടുള്ള, അല്ലെങ്കിൽ ജെബിന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള പേടിപ്പെടുത്തുന്ന അനുഭവങ്ങൾ, ആ അനുഭവങ്ങളിൽ നിന്ന് ഉണ്ടായ ട്രോമ, ആ ട്രോമയിലൂടെയാണ് എന്ന് വെച്ചാൽ അത് മറ്റൊന്നല്ലെങ്കിൽ വേറൊന്നിലേക്ക് ഇങ്ങനെ ഒരു പാറ്റേൺ ആയിട്ട് മാറി. അങ്ങനെ ആ പാറ്റേൺ ലൈഫിൽ ശരിക്കും ജെബിന്റെ കംപ്ലീറ്റ് ലൈഫ് കൺട്രോൾ ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് എത്തി. നമുക്ക് എല്ലാവർക്കും ഇതുപോലെ പാറ്റേൺ ഉണ്ട്. ആ പാറ്റേണിലൂടെയാണ് നമ്മൾ സഞ്ചരിക്കുന്നത്. ജെബിന്റെ പാറ്റേൺ
ഇതായിരുന്നു ഓവർ തിങ്കിങ് ആൻഡ് ഫിയർ. ഈ ഫിയർ വരാനുള്ള കാരണം ഒന്ന് രണ്ട് പേര് ഒരാളുടെ മരണം, അതേപോലെ തന്നെ അച്ഛന് ശ്വാസം മുട്ടുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായി. അതേപോലെ തന്നെ ചെറുപ്പകാലത്തുണ്ടായിട്ടുള്ള ഒന്ന് രണ്ട് ഇൻസിഡന്റുകൾ, അതേപോലെ ശ്വാസം കിട്ടാതെ ഇങ്ങനെ വീണ സമയത്ത് ഒന്ന് രണ്ട് ആൾക്കാർ പറഞ്ഞ കമന്റുകൾ, ഇതൊക്കെയാണ് സന്തോഷാല് ശരിക്കും ഈ ഒരു തരത്തിലേക്ക് ജെബിന്റെ ലൈഫിനെ ഭയങ്കരമായിട്ട് ബാധിക്കുന്ന. അതൊക്കെ നമ്മൾ ചെറുപ്പകാലത്ത് നമ്മൾ കേൾക്കുന്ന പല കാര്യങ്ങളും നമ്മുടെ മനസ്സിനുള്ളിലേക്ക് അത്രയ്ക്കും ആഴത്തിൽ പതിക്കും. അതുകൊണ്ടാണ് ഇപ്പോൾ നിങ്ങൾ അനുഭവിക്കുന്ന പല അസുഖങ്ങളും ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും കാര്യങ്ങളും എല്ലാം ചെറുപ്പകാലത്ത് നിങ്ങൾ അനുഭവിച്ചിട്ടുള്ള പേടിയിൽ നിന്നുണ്ടാകുന്നത്. നിങ്ങൾ വല്ലാണ്ട് പേടിപ്പിക്കപ്പെട്ടു, നിങ്ങൾ വല്ലാണ്ട് പീഡിപ്പിക്കപ്പെട്ടു, നിങ്ങൾ വല്ലാണ്ട് പരിഹസിക്കപ്പെട്ടു, നിങ്ങൾ വല്ലാണ്ട് ഒറ്റപ്പെടുത്തപ്പെട്ടു, നിങ്ങൾ വല്ലാണ്ട് കുറ്റപ്പെടുത്തപ്പെട്ടു. അല്ലെ? ഏതോ ഒരു അമ്മാവന്റെ ഒരു കാര്യം ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ജെബിന്റെ ഒരു എന്താ പറയാ, ഒന്നോ രണ്ട് കാര്യങ്ങൾ അവർ പറഞ്ഞെന്തോ ഒരു സ്റ്റോറി ഉണ്ടായിരുന്നു. എനിക്ക് അറിയില്ല അത് എന്താണെന്നുള്ളത്. അച്ഛൻ എന്തോ സംഭവിച്ച സമയത്താണോ അതോ വേറെ ആർക്കും എന്തോ സംഭവിച്ച സമയത്താണോ കണ്ടിട്ട് എന്തോ ഒരു കമന്റ് പറഞ്ഞത് ജെബിനെ ബാധിച്ച ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു. അതുണ്ട്. അതാ അത് പപ്പാടെ ഒരു കൂട്ടുകാരനാ, പുള്ളിക്കാരനാ പറഞ്ഞേ. അതായത് മരിച്ചെന്നാണ്, പുള്ളിക്കാരൻ ഇങ്ങനെ കിടക്കുകയാണ്. അതായത് ആള് മരിച്ചു കേട്ടോ എന്നുള്ളത്, അത് ജീവനുണ്ടോ, ഇങ്ങനെയൊക്കെയുള്ള ഇങ്ങനെയുള്ള സംസാരങ്ങൾ കേൾക്കുമ്പോൾ, നമ്മൾ ചെറുപ്പത്തിലെ കേൾക്കുമ്പോൾ നമുക്ക് പേടിയാണ്. അയ്യോ, നമ്മുടെ അച്ഛൻ അല്ലെ നമ്മുടെ അമ്മ എന്നുള്ള ഒരു നമുക്ക് ആ സമയത്ത് ഉണ്ടാകുന്ന ഒരു പേടി എന്ന് പറഞ്ഞാൽ ഭയങ്കര. ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ സാറിനോട് ഒരു കാര്യം പറയാം. ഇപ്പം ഇന്നത്തെ ഈ ക്ലാസ്സിന് കയറുന്നതിന് മുമ്പായിട്ട് പപ്പ ഹോസ്പിറ്റലാണെന്ന് പറഞ്ഞ് എനിക്കൊരു ഫോട്ടോ അയച്ചു തന്നു. ആളിയെ മീൻസ് കാലുവേദനയാണ്. പണ്ടൊക്കെ ആണെങ്കിൽ ഞാൻ ഇങ്ങനെ നടന്ന് പേടിക്കും. ഞാൻ വിളിച്ചു എന്തുകൊണ്ട്, എന്താ പപ്പാന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഒന്നുമില്ല, കാലുവേദന, ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടി വന്നതാണ്. വെളുപ്പിന് 3:30 നാട്ടിലെ സമയം. ഇപ്പൊ ഇവിടെ 5 മണി ആവുന്നതേ ഉള്ളൂ എന്ന് പറഞ്ഞു. അതേസമയം ഇന്നത്തെ ഒരു കാര്യം പറഞ്ഞു, ഇപ്പോഴത്തെ കാര്യം. അപ്പൊ ഞാൻ എന്റെ നസറിനോട് പറഞ്ഞു, അല്ല നസറിനെ, അപ്പം അങ്ങനെ നേരത്തെയൊക്കെ എന്ന് പറഞ്ഞപ്പോ അപ്പോഴത്തേക്ക് പെട്ടെന്ന് ഇനി വേറെ ഒരു കാര്യം ഇതിനിടയ്ക്ക് പറഞ്ഞോട്ടെ, അത് പറഞ്ഞില്ലെങ്കിൽ ഈ എനിക്ക് സ്വന്തമായിട്ട് മരിക്കുമോ എന്നുള്ള പേടി വരുന്നതിന് മുമ്പായിട്ട് എന്റെ അച്ഛനും അമ്മയും മരണപ്പെട്ട് കിടക്കുകയാണോ എന്നുള്ളൊരു പേടി ഉണ്ടായിരുന്നു. അതായത് കൊച്ചിലെ അവർ ഉറങ്ങെടുത്ത് പോയി നോക്കുമായിരുന്നു ശ്വാസം പോകുന്നുണ്ടോ എന്ന്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. അതായത് പലപ്പോഴും ഞാൻ ഇങ്ങനെ സൂക്ഷിച്ചു നോക്കുമായിരുന്നു, വയറ് പൊങ്ങുന്നുണ്ടോ പപ്പാടെ? ഉണ്ട്, കുഴപ്പമില്ല. അമ്മയുടെ ഉണ്ടോ? ഉണ്ട്. ഒരു പ്രാവശ്യം പപ്പയാണെങ്കിൽ എന്തുവാണ് എന്നെ ചോദിച്ചു. ഞാൻ പറഞ്ഞു ഒന്നുമില്ല, എലിയോ കണ്ട് പോകുന്ന പോലെ തോന്നി. പപ്പ പറഞ്ഞു എലിയോ? ഞാൻ പറഞ്ഞു അല്ല, ഏതാണ്ട് പോയത് പോലെ. അമ്മ ഈ ചെറുക്കന് ഉറക്കവും ഇല്ല. എത്ര വർഷങ്ങൾക്ക് മുമ്പാണ്. പഠിക്കാൻ ഞാൻ അത്യാവശ്യം എബോ ആവറേജ് ആയിരുന്നു. ഇങ്ങനെയുള്ള ഇതെല്ലാം ഉണ്ട്. പക്ഷെ പേടി എന്ന് പറയുന്ന സംഭവം കൊച്ചിലെ കാലം തൊട്ടേ കേറി. ഇപ്പൊ നമ്മൾ അങ്ങനെ പോയി നോക്കുവോ അവർ മരിച്ചു പോലും. പക്ഷെ പേടിയുടെ ലെവൽ എങ്ങോട്ട് മാറി? ഇങ്ങോട്ടങ്ങ് മാറിയായിരുന്നു. പറഞ്ഞു മനസ്സിലായി? അതാണ് ശരിക്കും സംഭവിച്ചത്. അപ്പൊ കൊച്ചിലെ തൊട്ടേ പപ്പായും അമ്മയും കിടക്കുന്നിടത്തായാലും പോയി നോക്കുമായിരുന്നു ഇങ്ങനെ അവര് ജീവനറുണ്ടോ, മരിച്ചു പോയോ എന്നുള്ള കാര്യം. അപ്പം കുഞ്ഞുകാലം തൊട്ടേ കിട്ടിയ പേടിയാണ്. അപ്പൊ അതിന്റെ ലെവൽ മാറി. പിന്നെ കഴിഞ്ഞപ്പോ എന്നിലേക്ക് മാറി. അതെ, അതെ. ജെബിൻ, ഈ ഒരു സംഗതികളൊക്കെ നമ്മൾ തെറാപ്പിയിലൂടെ നിങ്ങൾ നമ്മളുടെ ഒരു പാസ്റ്റ് എടുത്തിട്ട് ക്ലിയർ ചെയ്യുന്ന സെഷനുകളിലൂടെ നമ്മൾ ചെയ്തപ്പോൾ, പ്രത്യേകിച്ച് ഓരോ ഇഷ്യൂസും എടുത്ത് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പഠിപ്പിച്ചിരുന്നല്ലോ. ആ തെറാപ്പികൾ ഈ ചെറുപ്പത്തിലുള്ള പ്രോബ്ലംസിലേക്കൊക്കെ പോയിട്ട് ടാപ്പ് ചെയ്തിട്ട് അത് സീറോ ആക്കിയോ? അതിന്റെ ഫിയർ ഒക്കെ എടുത്തോ? എന്താണ് സിറ്റുവേഷൻ? അതായത് നമ്മൾ ചെറുപ്പത്തിൽ അനുഭവിച്ചിട്ടുള്ള ഈ ഭയവും ഈ പ്രയാസങ്ങളിലേക്കൊക്കെ നിങ്ങൾ ഇറങ്ങിച്ചെന്നിട്ട് അവിടെ നിങ്ങൾ എന്താ വെച്ചാൽ ജസ്റ്റ് അത് ടാപ്പ് ചെയ്തിട്ട് അത്തരത്തിലുള്ള ഇഷ്യൂസ് എല്ലാം ക്ലിയർ ചെയ്തോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. നമ്മുടെ ഒരു കോഴ്സിലൂടെ കടന്നു പോയിട്ട് ആ ഓരോ ഇഷ്യൂസും എടുത്ത് ക്ലിയർ ഇതെല്ലാം പോയത്. തീർച്ചയായിട്ടും എന്ന് പറഞ്ഞാൽ അത് ശരിക്കും പറഞ്ഞാൽ ഹീൽ ചെയ്യേണ്ട കേസുകൾ നമ്മൾ ഒന്നെടുക്കും. ഇപ്പം പല കാര്യങ്ങളുണ്ട്. ഒന്നെടുത്ത് അത് സീറോ ആക്കി കഴിയുമ്പോൾ അടുത്ത കേസുകളുണ്ട്. ഓരോന്നും എടുത്ത് നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും മാറ്റിയെടുക്കാൻ പറ്റും. പെട്ടെന്ന് ചിലപ്പോൾ നമ്മൾ ആദ്യം തന്നെ എടുക്കുന്നത് ഈ പറഞ്ഞ പോലെ ഈ ഫ്ലൈറ്റിൽ കയറാനുള്ള പേടി തന്നെ. ശരിക്കും പറഞ്ഞാല് എന്താ പറയണ്ടേ, അതിന്റെ സിസ്റ്റമാറ്റിക് ആയിട്ട് അത് പഠിപ്പിച്ചത് കൊണ്ട് ആ സമയത്ത് നമുക്ക് അറിയാം അത്. കാര്യം നമുക്കറിയാമല്ലോ അത് എങ്ങനെയാ ചെയ്യണമെന്നൊക്കെ അറിയാമല്ലോ. അപ്പം ആ പഠിപ്പിച്ചേക്കുന്നത് കൊണ്ട് നമുക്കറിയാം ഇപ്പൊ ഞാൻ അനുഭവിക്കുന്ന വിഷമം, അല്ലെങ്കിൽ ഇപ്പൊ ഞാൻ അനുഭവിക്കുന്ന ഈ ഒരു സങ്കടം, അല്ലെങ്കിൽ ചെറുപ്പകാലങ്ങളിൽ അനുഭവിച്ചിരിക്കുന്ന ആ ഒരു വിഷമം, അതുകൊണ്ട് പോയിരിക്കുന്ന അതിന്റെ ഇന്റൻസിറ്റി, ഇതെല്ലാം നമ്മൾ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് സീറോ. പിന്നെ നമുക്ക് ആ ഒരു സംഭവത്തിലേക്ക് പോകത്തില്ല നമ്മുടെ മൈൻഡ്. അങ്ങനെ ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണ് സിസ്റ്റമാറ്റിക് ആയിട്ട് ചെയ്തിരിക്കുന്നത്. വേറെ ലൈക്ക് ഇതിനൊക്കെ പുറമെ ഗ്രാറ്റിറ്റ്യൂഡുകൾ എഴുതാറുണ്ടായിരുന്നു, പ്രാക്ടീസ് ചെയ്യാറുണ്ടായിരുന്നു. ഫോർഗിവ്നെസ് എത്രത്തോളം നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡ് എഴുതാറുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സാറ് എന്നെ സംബന്ധിച്ച് അന്യായ ഉഴപ്പനായിരുന്നു. ആ ഉഴപ്പൻ എന്ന് പറഞ്ഞ ഉഴപ്പന്റെ ഉസ്താദായിരുന്നു ഞാൻ. കാര്യം എഴുതാൻ പോയി വേറെ പണിയൊന്നുമില്ല അങ്ങനത്തെ ഒരു ചിന്താഗതി.
സത്യം പറഞ്ഞാല് നമ്മുടെ ഗ്രൂപ്പിൽ തന്നെ ഇപ്പൊ ഞങ്ങള് ബാച്ച് 4 എന്ന് പറഞ്ഞ ഗ്രൂപ്പിനകത്തിൽ ഞങ്ങൾക്ക് ഇങ്ങനെ ആഴ്ച 2 ദിവസം ഹീലിംഗ് സെഷൻ ഞങ്ങൾ തന്നെ ഉണ്ട്. ഇന്നലെ ഞാനായിരുന്നു സെഷൻ എടുത്തത്. അപ്പം അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. അപ്പൊ സാറ് വിചാരിക്കും അങ്ങനെയല്ല, മീൻസ് ഞങ്ങളുടെ കൂട്ടത്തിലുള്ള കുറെ ആവശ്യക്കാരുണ്ട് സാറ്, ഒരുപാട് ആവശ്യക്കാരുണ്ട്. ഈ വേറൊരു കാര്യമുണ്ട്, പൈസ മുടക്കി കോഴ്സ് നമ്മൾ പഠിച്ചു, അത് ഒരിടത്തുകൊണ്ട് തൂക്കിയിടാനുള്ള താല്പര്യമില്ല. നമുക്കത് ഇംപ്ലിമെന്റ് ചെയ്യണമല്ലോ, നമ്മുടെ ജീവിതത്തിനകത്തിൽ വേണമല്ലോ. കുറെ ആവശ്യക്കാരുണ്ട് ഇതിനകത്തിൽ, ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരുപാട് പേരുണ്ട് ആവശ്യക്കാർ. അപ്പൊ നമ്മൾ അത് പ്രാക്ടീസ് ചെയ്യാറുണ്ട്. അപ്പം എഴുതാറുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാല് സാറിന്റെ ആ നോട്ട്സിനകത്തിൽ 30 ദിവസത്തെ ഇത് ഇടക്കിടക്കൊക്കെ ചിലപ്പോൾ ഉഴപ്പാറുണ്ട്, എങ്കിലും അങ്ങനെ ഞാൻ ഒപ്പിച്ചു എഴുതി കഴിഞ്ഞ സമയത്ത്. ഈ ഗ്രൂപ്പിനകത്ത് തന്നെ ഒരാൾ, ആ പേരൊന്നും ഞാൻ പറയുന്നില്ല, അതിനോട് ഞാൻ പറഞ്ഞു അതെന്തായാലും കഴിഞ്ഞു. അന്നേരം ആള് പറഞ്ഞു ഡെയിലി ആ സംഭവം മുടങ്ങാതെ എഴുതിയിട്ട് ഫോട്ടോ ഇട്ടേക്കണം എന്ന് പറഞ്ഞു. ഞാൻ വായിക്കത്തൊന്നുമില്ല, പക്ഷെ ഇട്ടേക്കണം എന്ന് പറഞ്ഞു. ഓക്കെ, നിങ്ങൾക്ക് കപ്പാസിറ്റി ഉള്ള ആളെന്ന് പറഞ്ഞു. ഈ കിടക്കുന്നത് വെളുപ്പിനെ 4 മണിക്കാന്ന് പറഞ്ഞാലും അതിനു മുമ്പ്, അതായത് ഇപ്പൊ ഈ രാത്രി സമയത്ത് പോലും ഈ കോഴ്സ് കഴിഞ്ഞിട്ട് ഇപ്പൊ എത്ര നാളായി, ഗ്രാറ്റിറ്റ്യൂഡും അഫർമേഷനും എഴുതിയിട്ട് ജെബിൻ എന്ന് പറയുന്ന വ്യക്തി കിടക്കത്തുള്ളൂ. എടുത്ത തീരുമാനമാണ്, യാതൊരു സംശയമില്ലാത്താണ്. ബുക്ക് ഞങ്ങളുടെ പെണ്ണുമ്പോൾ എപ്പോഴും ചോദിക്കുന്നുണ്ട് എന്തു എഴുതുന്നത്. അതുകൊണ്ട് വേറൊരു കാര്യമുണ്ട്, കയ്യക്ഷരം നന്നാൻ തുടങ്ങി. ഇതെല്ലാം ഒരുപാട് കാര്യങ്ങളാ. ഹാൻഡ് റൈറ്റിംഗ് ചിലപ്പോ എഴുതുമ്പോ ഉണ്ടല്ലോ നല്ല വൃത്തിയായിട്ട് തുടങ്ങും. അത്രത്തോളം നമുക്ക് ഉള്ളം കൊണ്ട് നന്ദിയാണ്, ഇത്ര എനിക്ക് ചെയ്യാൻ പറ്റുന്നല്ലോ, ഇത്ര ഇന്ന കാര്യങ്ങൾക്ക് നന്ദി, ഓരോന്നിനും നന്ദി 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 നന്ദി. ഇപ്പൊ തന്നെ ഇവിടെ ഇങ്ങനെ സംസാരിക്കാൻ കഴിയുന്നത് തന്നെ ദൈവമേ എത്ര വലിയ ഭാഗ്യമാണ്. അതിന് 1000 നന്ദി, ദൈവത്തോട് നന്ദി. ഇത് സംസാരിക്കണം എന്നുണ്ടെങ്കിൽ എന്താ പറയണ്ടേ, പഠിപ്പിച്ച സാറിനോട് നന്ദി. അത് സംസാരിക്കാനായിരിക്കും നജിലയോട് നന്ദി. നജിലയോട് പരിചയപ്പെടാൻ വേണ്ടി കാരണം അരുണിമ എന്ന് പറഞ്ഞ ആ ഒരു ഈ യൂട്യൂബറാണ്, അവളോട് നന്ദി. അവൾക്ക് ഇങ്ങനെ കാരണം അത് പരിചയപ്പെടാൻ വേണ്ടി കാരണം ഇൻസ്റ്റാഗ്രാമിൽ നന്ദി. ഇൻസ്റ്റാഗ്രാം എടുക്കണമെന്നുണ്ടെങ്കിൽ എനിക്ക് ഫോൺ വേണമായിരുന്നു, അതിന് നന്ദി. ഫോൺ എടുക്കണമെന്ന് എന്റെ വീട്ടുകാർക്ക് നന്ദി, കാര്യം എന്നെ ഇത്ര ആക്കാനാണ് എനിക്ക് പറ്റിയത്. അപ്പൊ ഓരോന്നിനും നന്ദി 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 കൊടുത്തു വെച്ച് നോക്കുവാണെങ്കിൽ അങ്ങ് പോവും. അങ്ങ് ശരിക്കും പറഞ്ഞാൽ അങ്ങനെ എഴുതാൻ പറ്റും. നമ്മളത് ഇതൊക്കെ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് കാര്യങ്ങളൊക്കെ എല്ലാം, പിന്നെ ഈ പറഞ്ഞ പോലെ എന്താ പറയണ്ടേ, ഈ ഒരു കാര്യം ചിന്തിക്കരുത്, ഇനിയിപ്പോ ഒരു പ്രോബ്ലംസും ഇല്ല എന്നല്ല. പ്രോബ്ലംസുകൾ വന്നുകൊണ്ട്, സിറ്റുവേഷൻസ് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. ഹാൻഡിൽ ചെയ്യാൻ പറ്റും, അത്രേ ഉള്ളൂ. ഇപ്പൊ ഞാനൊരു കാര്യം പറയാം സാറേ, ഞാനൊന്ന് 25,000 രൂപ എടുത്തിട്ട് മറ്റേ ആ കോഴ്സിന് പോയിരുന്നെങ്കിൽ എനിക്ക് തോന്നുന്നില്ല അത്. കാര്യം എന്റെ മനസ്സിലുള്ള സംഭവം എന്താണ്, മറ്റേതൊരു മുസ്ലിം അല്ലല്ലോ, പുള്ളിയുടെ ക്ലാസ്സിന് പോയി കഴിഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല, മറ്റേ പറ്റിക്കും. മനസ്സിലായി? മനസ്സിലുള്ള സംഭവം അല്ല, എന്റെ മറ്റേ 25,000 രൂപയുടെ ക്ലാസിന്റെ കാര്യം എന്നോട് പറഞ്ഞു. അപ്പൊ ആ 25,000 രൂപയുടെ ക്ലാസ്സിന് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വിചാരിച്ചെന്ന് പറഞ്ഞാൽ ഇവരിങ്ങനെ മയക്കി കിടത്തിയിട്ട് ഇതെല്ലാം എടുത്ത് മാറ്റി വേറെ രത്നത്തിലാക്കി സെറ്റ് ആക്കിയിട്ട് വിടുന്നു എന്നുള്ളൊരു സംഭവമാണ് എന്റെ മനസ്സിൽ. അതായത് അങ്ങനെ ആയിരിക്കും എന്നാ വിചാരിച്ചിരുന്നത്. പക്ഷെ സിസ്റ്റമാറ്റിക് ആയിട്ട് എങ്ങനെ ചെയ്യാം, എങ്ങനെ ഒരു പ്രശ്നത്തെ നമുക്ക് ചെയ്യാം എന്നുള്ള കാര്യം പഠിക്കാൻ പറ്റി. പറഞ്ഞ മനസ്സിലായില്ലേ? ഇപ്പൊ നമുക്കൊരു വിഷമങ്ങൾ ഉണ്ടായി കഴിയുമ്പം അത് എങ്ങനെ അതിന് പറയണ്ടേ, ഓരോ ബ്ലോക്സ്, മണി ബ്ലോക്സ്. പിന്നെ ഇപ്പൊ ഇന്നലെ തന്നെ ഞാൻ ചെയ്യിപ്പിച്ചത് മണി ബ്ലോക്സിനെ പറ്റിയുള്ള സംഭവങ്ങളാണ്. ഇന്നലെ ഞങ്ങൾ അടുത്ത സെഷൻ തന്നെ അതായിരുന്നു. അപ്പൊ ഓരോ കാര്യങ്ങളും ഇന്ന സംഭവത്തിൽ ചെയ്തു കഴിഞ്ഞാൽ ഇതൊക്കെ മാറുന്നുണ്ട്, അല്ലെങ്കിൽ മാറി 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 വരും. പിന്നെ ഒരു കാര്യമുണ്ട്, എപ്പോഴും നെഗറ്റീവ് മാത്രമായിട്ട് നമ്മളിങ്ങനെ ചിന്തിച്ചിരിക്കണം, അപ്പൊ നമ്മുടെ മൈൻഡ് നെഗറ്റീവായിട്ട് പോകും. അത് സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ്. നമുക്ക് എപ്പോഴും അതേസമയം പോസിറ്റീവ് ആയിട്ടുള്ള കാര്യം ഇന്നലെ പറഞ്ഞായിരുന്നു. പൈസ വരാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അതിന്റെ ഒരു ഒഴുക്ക് തന്നെയാണ്. സാറിന് തന്നെ ഹൃദയത്തിൽ നിന്ന് പറയാമല്ലോ, ശരിയല്ല സാർ? പൈസ വരാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഒഴുകിക്കൊണ്ടിരിക്കും, അത് യാതൊരു സംശയമില്ലാത്ത കാര്യമാണ്. അതേസമയം ഇല്ലെങ്കിലുണ്ടല്ലോ ഒരു തൊപ്പി എന്തോ ഇതായാലും കാണത്തില്ല. ഞാൻ പറഞ്ഞില്ല, അതിനുശേഷം എനിക്ക് വസ്തു കച്ചവടം എന്തുമാത്രം. അപ്പൊ അതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റി. ഒന്ന് ആലോചിച്ച് ചോദിക്കുക. അപ്പൊ നമ്മുടെ മൈൻഡ് പോസിറ്റീവ് ആണ്, തൊടുന്നതെല്ലാം നമുക്ക് ഇതാവും, സെറ്റ് ആവും. ഓക്കെ. അതേസമയം നമ്മൾ ഇങ്ങനെ നടക്കുക ആവുക ഇങ്ങനെ നിൽക്കും, അപ്പൊ ഓക്കെ, അപ്പൊ അത് പാടാവും. അപ്പൊ നമ്മൾ പോകുന്നിടത്തെല്ലാം നമുക്ക് ഇങ്ങനെ ഓരോ ഭാഗത്തും ഇങ്ങനെ തടസ്സങ്ങൾ, ബ്ലോക്സ് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. എന്നാൽ നമുക്ക് തോട്ട്സുകളും കാര്യങ്ങളും വരുമ്പോൾ നമ്മൾ അതിനെ ക്യാൻസൽ ചെയ്ത് വിടുന്നു, മുന്നോട്ട് പോകുന്നു. അതെ അതെ, നമ്മൾ കറക്റ്റ് ആയിട്ടുള്ള നല്ല ചിന്തകളിലൂടെ. അപ്പം ഈ പറഞ്ഞിരിക്കുന്ന ടെക്നിക്സുകൾ, ഓരോ ടെക്നിക്സുകൾ, ഇപ്പം ഗ്രാറ്റിറ്റ്യൂഡ് ആണെങ്കിലും പോസിറ്റീവ് തിങ്കിങ് ആണെങ്കിലും, എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ജെബിൻ നമ്മുടെ കോഴ്സിൽ വന്നിട്ട് എപ്പോഴും ജെബിന് എന്തെങ്കിലും സംശയങ്ങളുണ്ടാവും, 100 കൂട്ടം സംശയങ്ങളാണ്. ഓരോ സംശയമായിട്ട് ജെബിന് അതെ സാറേ എന്ന് പറഞ്ഞു വരുമ്പോൾ അവസാനത്തേക്ക് എന്താ വെച്ചാൽ ഇത് വരുന്നത് മുഴുവൻ ഈ പറഞ്ഞതുപോലെ കട്ട നെഗറ്റീവ് സാധനങ്ങളായിരുന്നു. അപ്പൊ ഈ നല്ല നെഗറ്റീവ് ആയിട്ടുള്ള സാധനമായിട്ടാണ് ജെബിൻ എന്ത് കയറി വരുന്നുണ്ട്. അപ്പൊ ഞാൻ ഈ പ്രോഗ്രാം എങ്ങനെയെങ്കിലും പോസിറ്റീവ് ആക്കി കൊണ്ടുപോകാൻ നോക്കുമ്പോൾ പുള്ളിക്കാരൻ വന്നിട്ട് എന്ത് ചെയ്യും, ഒരു സ്റ്റോറി ഇട്ട് വരും. അപ്പൊ ഞാൻ അവസാനം എനിക്ക് തോന്നുന്നു 6th എങ്ങാണ്ടിട്ടാന്ന് തോന്നുന്നു, 6ാമത്തെ ക്ലാസ്സിലൊക്കെ ആയപ്പോ പുള്ളിയോട് ഞാൻ പറഞ്ഞു പിന്നെ അവസാനം, ജെബിൻ പോസിറ്റീവ് ആണെങ്കിൽ മാത്രം പറഞ്ഞാൽ മതി, അല്ലെങ്കിൽ പറയണ്ട. അത് വേറെ കാര്യമുണ്ട് സാറേ. ഞാൻ പിന്നെ ഓർത്ത് സാർ എന്നാ പിന്നെ എന്താ നേരത്തെ അത് പറയാൻ കാര്യം.
ചിലപ്പോൾ ഒരുപക്ഷെ സാറ് തന്നെ സ്റ്റഡി ചെയ്തുകൊണ്ടായിരിക്കാം. അപ്പൊ പിന്നെ ഞാൻ പറയുന്ന കാര്യങ്ങൾ ഞാൻ ആലോചിച്ച് നെഗറ്റീവ് ഒന്നും ആയി വരില്ല. നോക്കണം, ലാസ്റ്റത്തെ ക്ലാസ്സിൽ പോയി സാറിനോട് പറഞ്ഞു, ജെബിനെ, ഞാൻ പറഞ്ഞ സാറേ എനിക്ക് കുറച്ച് കാര്യം, അതെനിക്ക് ലാസ്റ്റത്തെ ക്ലാസ്സിൽ പറയണമെന്ന് പറഞ്ഞാൽ എന്റെ ഗ്രാറ്റിറ്റ്യൂഡാണ്, നന്ദിയാണ്, എനിക്ക് ആത്മാർത്ഥമായിട്ടും ശരിക്കും ഞാൻ കരഞ്ഞുകൊണ്ടാണ് അന്ന്. എനിക്ക് എങ്ങനെ പറയേണ്ടതെന്ന് എനിക്കറിയത്തില്ല. കാര്യം എന്താ പറയണ്ടേ, എന്റെ ഒരു ഫാമിലി, ഞാൻ എപ്പോഴും അങ്ങനെ വിചാരിക്കുന്നത്, എന്റെ ഒരു ഫാമിലി ഉള്ള ആൾക്കാരാണ്. അപ്പം അത്രയും സപ്പോർട്ടായിട്ട് പറഞ്ഞു തരുന്നു. അപ്പൊ ഞാൻ എങ്ങനെ നന്ദി കൊടുക്കായിരിക്കും? അമ്മനോട് സാറ് പറഞ്ഞു, ജെബിന് നെഗറ്റീവ് ആണെങ്കിൽ പറയല്. ഞാൻ പറഞ്ഞു, ഒരു നെഗറ്റീവ് അല്ല. അതെ അതെ, അതായത് ജെബിനെ സംബന്ധിച്ചിടത്തോളം തിങ്കിങ് മാത്രമല്ല, നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ജെബിന്റെ അനുഭവത്തിൽ നമ്മൾ പഠിക്കേണ്ടത്, തിങ്കിങ്ങിൽ നിന്ന് അത് സംസാരത്തിലേക്ക് പോകും, സംസാരത്തിൽ നിന്ന് പ്രവൃത്തിയിലേക്ക് പോകും. അപ്പോൾ ജെബിൻ്റെത് എങ്ങനെ പോയെന്ന് ഞാൻ പറയാം. ജെബിൻ ചിന്തിച്ചു, പേടിക്കുന്നു, പേടിക്കുന്നതിൽ നിന്ന് ജെബിന് നേരെ എന്ത് ചെയ്യുന്നു, മറ്റുള്ളവരോട് അത് സംസാരിക്കുമ്പോഴൊക്കെ ഫിയർ, നെഗറ്റീവായ കാര്യങ്ങൾ സംസാരത്തിൽ വരുന്നു. അത് ഞാൻ ജെബിന് കാണിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം പിന്നീട് സംഭവിച്ചൊരു കാര്യമാണെന്ന് വെച്ചാൽ അത് നേരെ ആക്ഷനിലേക്ക് പോകുന്നു. കാരണം അവരെയും കൂട്ടിയിട്ട് ഹോസ്പിറ്റലിൽ പോകുന്നു, ഓരോ ഹോസ്പിറ്റലുകൾ വിസിറ്റ് ചെയ്യുന്നു, ഈവൻ വീട്ടിലെല്ലാ സാധനങ്ങളും വാങ്ങിച്ചു. സോ എൻ്റയർ ലൈഫ് ബിക്കം ദാറ്റ് പാർട്ട് ഓഫ് ദാറ്റ്. നമ്മൾ എന്താണ് ചിന്തയിൽ നിന്ന് അതിലേക്ക് പോകുന്നത്. അങ്ങനെയുള്ള ഒരു അവസ്ഥ നമ്മളിൽ അധികം ആൾക്കാർ നമ്മുടെ ഡെയിലി ലൈഫിൽ വേറെ രീതിയിൽ നടക്കുന്നു. അപ്പോൾ അതാണ് ഇപ്പോൾ ജെബിൻ പറഞ്ഞതെന്ന് വെച്ചാൽ വെൽത്ത് ബ്ലോക്ക് ആയിക്കോട്ടെ, നല്ല ചിന്തകൾ കൊടുക്കുക. നമ്മൾ ഉദ്ദേശിച്ച സ്ഥല കച്ചവടം നടക്കും, നമുക്ക് വേണ്ട ക്യാഷ് നമുക്ക് ലഭിക്കും, നമുക്ക് വേണ്ട കാര്യങ്ങൾ നമ്മുടെ നടക്കും. അതിൽ നിന്ന് ചിന്ത കൊടുക്കുക, നടക്കും എന്നുള്ള ചിന്തകളോ കൺഫ്യൂഷൻസോ കാര്യങ്ങളോ ചിന്തകളോ കൊടുക്കാതിരിക്കുക. അപ്പൊ അതിനനുസരിച്ചിട്ടുള്ള പ്രവർത്തികളും സംസാരങ്ങളും നമ്മുടെ വായിൽ നിന്ന് വരും. ഇപ്പൊ ജെബിൻ ഈ കഥകളൊക്കെ പറഞ്ഞെങ്കിലും ഈ കഥകൾ അന്ന് പറഞ്ഞിരുന്ന രീതി നിന്ന് ഒരുപാട് വ്യത്യാസമുണ്ട്. അന്ന് പറഞ്ഞുകൊണ്ട് അവസാനം എന്ന് വെച്ചാൽ സങ്കടത്തിലേക്കാണ് പോവുക. ഇന്നിപ്പോ എന്താ വെച്ചാൽ രസകരമായിട്ട് അതിന്റെ പോസിറ്റീവായിട്ടുള്ള ഒരു എൻഡിലേക്കാണ് പോകുന്നത് എല്ലാ കഥകളും. അപ്പം ജെബിനോട് അന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾക്കൊരു സ്റ്റാൻഡ് ഇന്നിവിടെ ചോദിച്ചത് എന്താണ്, കോമഡി ഷോ ആണോ എന്ന് കമന്റിൽ ചോദിച്ചിട്ടുണ്ട്. ദേ ആർ എൻജോയിങ് ലൈക്ക് എനിത്തിങ്. അപ്പം തീർച്ചയായിട്ടും ജെബിന്റെ ഈ ഒരു എന്താ പറയാ സ്റ്റോറി അല്ലെങ്കിൽ ഷെയർ ചെയ്തപ്പോ ഞാനൊരു കാര്യം ചോദിക്കാനുള്ള, ജെബിൻ ഈ ഒരു പ്രോഗ്രാം ചെയ്തിട്ടുള്ള ആളുടെ അല്ലെങ്കിൽ എന്താ പറയുക ഒരാളെന്ന നിലയ്ക്ക് മറ്റുള്ളവരോട്, പ്രോഗ്രാം ചെയ്യാൻ ആഗ്രഹിക്കുന്നവരോട്, സംശയിച്ച് നിൽക്കുന്നവരുണ്ടാവും, അവരോടൊക്കെ എന്താണ് പറയാനുള്ളത്? റിസൾട്ട് കിട്ടുമോ? ആൻഡ് ഇപ്പോൾ ഉള്ള ജെബിന്റെ ഒരു ലൈഫ് വളരെ പീസ്ഫുൾ ആയിട്ടുള്ള ലൈഫാണോ? എന്താണ്, ഹൗ ഡു യു ഫീൽ നൗ? അന്നുണ്ടായിരുന്ന ആ ചിന്തകളൊക്കെ വിട്ടുപോയോ, സംഗതികളൊക്കെ പോയോ? അല്ലെങ്കിൽ ഇപ്പോൾ അതിന്റെ ഒരു ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ എന്താ പറയുക പിന്നീട് അനുഭവിക്കുക, ആ ഒരു എക്സ്പീരിയൻസ് ജോയിൻ ചെയ്യുന്നവർക്ക് ഇതിന് റിസൾട്ട് ഉണ്ടാവും, നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ടായിട്ടുണ്ടോ എത്രത്തോളം? ഓക്കെ, ഇതിനകത്തില് എനിക്ക് തോന്നുന്നു എന്താ ജോയിൻ ചെയ്ത ആൾക്കാരൊക്കെ ഒരുപാട് പേര് കാണുമായിരിക്കും ഇതിനകത്ത്. അപ്പം ഇത് ഞാൻ പറഞ്ഞത് എന്റെ സ്റ്റോറിയാണ് പറഞ്ഞത്. അതായത് ചില ആൾക്കാർ, ഞാൻ ശരിക്കും പറഞ്ഞ ആദ്യമൊക്കെ ഞാനിങ്ങനെ മനസ്സിൽ വിചാരിച്ചിരുന്നു, ശരിക്കും ഇതെല്ലാം ഇവന്മാർ ആൾക്കാരാണ്, ആൾക്കാരെ ഇത് ചെയ്യാൻ വേണ്ടി സെറ്റാക്കി വെച്ചിരിക്കുകയാണ് എന്നൊരു ചിന്ത ഉണ്ടായിരുന്നു എനിക്ക് ആദ്യമൊക്കെ. രാവിലത്തെ ചുമ്മാ മറ്റേ പേര് തന്നെ നോക്കിക്കഴിഞ്ഞാൽ എല്ലാം മറ്റേ ടീമുകളാ എന്നുള്ളൊരു ചിന്ത ഉണ്ടായിരുന്നു. ഓരോരുത്തരും അത് വ്യക്തമായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ അതിന്റെ കാര്യം എടുത്തുള്ളൂ. പിന്നെ ഈ എന്താ കോഴ്സിനെ പറ്റി ഇങ്ങനെ ജോയിൻ ചെയ്യാൻ ഇരിക്കുന്നവര് മടിച്ചിരിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഒരു കോണിൽ തന്നെ അങ്ങ് ഇരിക്കും, അത്രേ ഉള്ളൂ. പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും ഉണ്ടാവത്തില്ല. അതുപോലെ ഇപ്പൊ പോകുന്ന ലൈഫിൽ പോലെ അങ്ങ് മുന്നോട്ട് പോകാം. പ്രത്യേകിച്ച് യാതൊരു മാറ്റവും ഉണ്ടാവത്തില്ല. മാറണം എന്നുണ്ടെങ്കിൽ, അതായത് ഒരു വ്യക്തിക്ക് മാറണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ, ഇപ്പൊ എന്നെ സംബന്ധിച്ച് ഒരു കാര്യം പറയാം. ഞാനിപ്പോ അടുത്ത ഫെബ്രുവരി 10 ആകുമ്പോൾ ഞാൻ തിരിച്ച് നാട്ടിൽ വരുന്നുണ്ട്. അപ്പം എന്നെ സംബന്ധിച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പോട്ടെ, എന്ത് കാര്യമായാലും വേണ്ടില്ല, ഒരാളോടുള്ള ഒരു വിശ്വാസം ഒരു വ്യക്തി പറഞ്ഞു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഒരു വ്യക്തി, ഒരിക്കൽ പോലും കണ്ടിട്ടില്ലാത്ത ഒരു വ്യക്തി എന്നോട് പറയുകയാണ്, പൈസ നഷ്ടപ്പെട്ടു പോകണമെങ്കിൽ ഞാൻ തരും, ഒരു റിസൾട്ടും ഇല്ലെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ തരും എന്ന് ആ ഒരു പേഴ്സൺ എന്നോട് പറയണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ അതിന്റെ കപ്പാസിറ്റി എന്താന്നുള്ള കാര്യം. ഇപ്പൊ ഞാൻ പറയുവാണ്, എന്നോട് ഒരാൾ പറയുവാണ്, ചേട്ടാ അല്ലെങ്കിൽ ജെബിനെ ഈ സംഭവം ചെയ്യുന്നത്, ഞാൻ എന്ത് പറയും? 100% ഉറപ്പായിട്ടും പറയും, നിങ്ങൾ ധൈര്യത്തിൽ ചെയ്തോ, ഞാൻ തരാം. ഇല്ലെങ്കിൽ നിങ്ങളുടെ പൈസ നഷ്ടപ്പെടുവാണെങ്കിൽ ഞാൻ തരും എന്ന് പറയും. കാര്യം, വേറൊരു കാര്യമുണ്ട്, സാറിന്റെ ക്ലാസ് കേട്ടു എന്ന് പറഞ്ഞുകൊണ്ട് മാത്രമാവത്തില്ല, നമ്മുടെ ലൈഫിൽ ചെയ്യാനുള്ള കാര്യം ചെയ്യുകയും കൂടെ വേണം. അതുകൊണ്ടാണ് പറഞ്ഞത്, സിറ്റുവേഷൻസ് വരും, ഓരോ സിറ്റുവേഷൻസ് വരും. മഴ വരും, വെയിൽ വരും, തീ വരും, ഇതെല്ലാം വരും. വരത്തില്ലെന്ന് പറയാൻ പറ്റത്തില്ല, എല്ലാ കാര്യങ്ങളും വരും. പക്ഷെ അതിനെ നമ്മൾ എങ്ങനെ നമ്മൾ മാനേജ് ചെയ്യുന്നത് ബേസ് ചെയ്തിരിക്കും, അല്ല സാർ? അപ്പൊ നമുക്ക് അതിനെ വരുമ്പം നമ്മുടെ മൈൻഡ് എങ്ങനെയാണ് നമ്മൾ അതിനെ എടുക്കുന്നത്? ഓക്കെ, ശരിയാണ്. ചിലപ്പോൾ സാമ്പത്തികമായിട്ടുള്ള വിഷമങ്ങൾ വരുമ്പം അതെങ്ങനെയാണ് ഇപ്പൊ നമ്മൾ ഈ അനുഭവിക്കുന്ന ഈ വിഷമം നമ്മൾ അറിയുന്നുണ്ട്, അല്ലേ? അല്ലാതെ എനിക്ക് ഇങ്ങനെ ആയിപ്പോയല്ലോ, എന്റെ ജീവിതം മൊത്തം ഇങ്ങനെ ആയല്ലോ, അങ്ങനെ
നോ, അങ്ങനല്ല. അങ്ങനെ നമുക്ക് എക്സ്ക്യൂസ് പറയാനാണെങ്കിൽ അതിന് മാത്രം സമയം കാണത്തുള്ളൂ. അതുകൊണ്ട് ധൈര്യമായിട്ട് ഏതൊരു വ്യക്തിയാന്ന് പറഞ്ഞാലും ഞാൻ എന്റെ ഒരു ഉറപ്പ് പറയുന്നതാണ്. ഓക്കെ. 100% ഒരു കാര്യത്തിന് പോലും മടി വിചാരിക്കണ്ട. ഇപ്പൊ ഞാനീ പറഞ്ഞ എന്റെ EFT എന്ന് പറഞ്ഞ കോഴ്സാണ്. ഒരുപാട് കോഴ്സുകൾ കാണും. അപ്പം എനിക്കറിയത്തില്ല സാറ് ഏത് കോഴ്സിനെ പറ്റിയാ പറഞ്ഞത്. EFT എന്ന് പറഞ്ഞ കോഴ്സിനെ പറ്റി ഞാൻ ഇങ്ങനെ കേട്ടതും ഞാൻ കണ്ടതും ഞാൻ പഠിച്ചതുമായിട്ടുള്ള കാര്യങ്ങൾ വെച്ചാ പറഞ്ഞേക്കുന്നത്. ഭയങ്കര മിറക്കിളാണ് സംഭവം. അത് നിങ്ങള് അനുഭവിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ മാത്രമേ അറിയത്തുള്ളൂ അതിന്റെ കാര്യങ്ങൾ. അല്ലാതെ ഞാൻ ഈ പറഞ്ഞത് പറഞ്ഞു കേട്ട് കഴിഞ്ഞാൽ ഒരു കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അവർ പക്ഷെ ആത്മാർത്ഥമായിട്ട് ഞാൻ ഹൃദയത്തിൽ നിന്ന് പറയാണ്, ഒരു കാരണവശാലും അക്കാര്യത്തിൽ ടെൻഷൻ അടിക്കുന്ന കാര്യമില്ല. ധൈര്യമായിട്ട് ജോയിൻ ചെയ്യുക. ഒരു പ്രശ്നവുമില്ല. നല്ല രീതിയിൽ. പക്ഷെ ചെയ്യേണ്ട കാര്യങ്ങൾ ഇതാണ്. ചെയ്യേണ്ട കാര്യങ്ങൾ, ഒന്നാമത്തെ കാര്യം നല്ല സപ്പോർട്ട്. അതാണ്. നമ്മുടെ മെന്റേഴ്സിന്റെ സപ്പോർട്ട്. ഇതൊക്കെ ഉണ്ട്. അപ്പൊ പിന്നെ ഒന്നും അമാന്തിക്കേണ്ട കാര്യമില്ല. ധൈര്യമായിട്ട് ജോയിൻ ചെയ്യുക. അത്രേ ഉള്ളൂ കാര്യം. സാറിന്റെ എന്താ മ്യൂട്ടിലാണേ. ഇവന്റെ ലൈഫില് ഇപ്പോ ഈ പറഞ്ഞ ഹോസ്പിറ്റൽ വിസിറ്റ്സും സംഗതികളൊക്കെ ഉണ്ടോ? എന്തോ കാര്യത്തിന്? സാറിയമ്മ ആവശ്യമില്ലാതെ ചോദ്യം ചോദിക്കാതെ. ആവശ്യമില്ല. അത് എന്നാ കാര്യത്തിനല്ലേ? അങ്ങനെയൊന്നുമില്ല. മാറി ഒന്നും പറയാനില്ല. ഞാൻ ഇതിനിടയ്ക്ക് ഒരു ചെറിയ പറയാം. ഇവിടെ വന്നപ്പം വൈഫിന്റെ കൂട്ടുകാരിക്ക് ഒരു നെഞ്ചത്ത് വരെയാന്ന് പറഞ്ഞ ഹോസ്പിറ്റലിൽ കിടന്നേ. അപ്പൊ പുള്ളിക്കാരിയോട് ഞാൻ ചുമ്മാ പുള്ളിക്കാരി കയറി കണ്ടേ. ഇപ്പൊ ഞാൻ കയറി കണ്ടപ്പോ ഇവിടെ ഞാൻ വിസിറ്റിംഗ് വന്നല്ലേ, ചേച്ചിയാ. ഞാൻ പറഞ്ഞു എന്താ പറ്റി ചേച്ചി? എനിക്കങ്ങ് ഭയങ്കര ബുദ്ധിമുട്ട് എന്ന് പറയാം. കൃഷിക്കാരിയാ പുള്ളിക്കാരി. ഭയങ്കര വേദന എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എന്നിട്ട് നോക്കി ECG ഒക്കെ നോക്കി എല്ലാം നോർമല് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ചേച്ചിക്ക് എന്തെങ്കിലും സ്ട്രെസ് ഉണ്ടോ? അങ്ങനെ. അപ്പൊ ചേച്ചിയുടെ കൂടെ താമസിക്കുന്ന ആള് പറഞ്ഞു ഭയങ്കര ടെൻഷൻകാരിയാ. എന്നിട്ട് പുള്ളിക്കാരി എടുത്ത് ഡോക്ടർ പറഞ്ഞു ആൻജിയോഗ്രാം ചെയ്യണം. ഞാൻ പറഞ്ഞു എഴുതി കെട്ടി വെച്ചോൻ പറഞ്ഞു. ഒരു പോയിന്റ് പോലും, ഒരു പെർസെന്റേജ് പോലും ഈ പുള്ളിക്കാരിക്ക് പ്രശ്നം കാണത്തില്ലെന്ന് പറഞ്ഞു. പുള്ളിക്കാരി ഇതിനിടയ്ക്ക് പറയുന്നുണ്ട്, നാട്ടില് അങ്ങനെ മോന്റെ ഒക്കെ കാര്യം ആലോചിക്കുമ്പോൾ ഒരു ചെറിയ വിഷമം എന്ന് പറഞ്ഞു. മോന്റെ ഒക്കെ അതേ ഉള്ളൂ, അല്ല വേറെ അങ്ങനെ ടെൻഷൻ ആയിട്ടൊന്നും ഇല്ല. അത് അവര് പറയുന്നു, നമ്മളോട് പറയുന്ന ആദ്യമായിട്ട് കണ്ടതുകൊണ്ട്. പക്ഷേ പുള്ളിക്കാരിക്ക് ആ സ്ട്രെസ് ഉണ്ട്. ആ സ്ട്രെസ് വന്നു കഴിയുമ്പം പലതരത്തിലുള്ള സാറിന്റെ ക്ലാസ്സിനകത്ത് പറയുന്നുണ്ട് ഓരോരോ വേദനകൾ വരുമ്പോൾ ഷോൾഡർ പെയിൻ. ഞാൻ ഇതൊക്കെ ഇങ്ങനെ യൂട്യൂബിനകത്ത് കാണാറുണ്ട് ഓരോന്ന്. അപ്പൊ അവർക്ക് അങ്ങനെ ഉണ്ടായി. പിറ്റേ ദിവസം അവരവിടെ പോയി ആൻജിയോഗ്രാം ചെയ്ത് ഒരു തൊപ്പിയില്ലായിരുന്നു. പിറ്റേ ദിവസം ഒരു ജോലിക്കും കയറി. എങ്ങനെ ഉണ്ട്? അപ്പൊ എന്നോട് ഒരാൾ ചോദിച്ചത് എങ്ങനെ അറിയാം? ഞാൻ പറഞ്ഞു ഈ ക്ലാസ് ഒക്കെ കഴിഞ്ഞിട്ടല്ലേ നമ്മള് വന്നേ. അത് അപ്പം അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഏതാ അപ്പം എനിക്കത് മനസ്സിലാക്കി എടുക്കാൻ പറ്റി. എനിക്ക് കണ്ടപ്പോ മനസ്സിലായെന്ന് ഇത് തന്നെ സംഭവം എന്നുള്ള കാര്യം. ഓക്കെ ജെബിൻ, വാട്ട് ഈസ് യുവർ സ്റ്റെപ്പ്? വാട്ട് ഈസ് യുവർ നെക്സ്റ്റ് ടാർഗറ്റ്? ഇനി ഫ്യൂച്ചറിലെ ലൈഫിലെ ടാർഗറ്റ് എന്താണ്? ഇപ്പം ഉള്ള പ്ലാനുകൾ എന്തൊക്കെയാണ്? എങ്ങനെയാണ് ഇപ്പൊ ലൈഫ് ഇനി മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിരിക്കുന്നത്? ലൈഫ് എന്താ പറയുക, അൽഹംദുലില്ലാ നല്ലതായിട്ട് പോകുന്നു ദൈവത്തിന്റെ കരുണയാല്. ഞാൻ ശരിക്കും പറഞ്ഞാല് ഇപ്പം വൈഫ് ഇവിടെ സൗദിയിലാണ് ജോലി ചെയ്യുന്നത്. അപ്പം കുഞ്ഞിനെ ഇവിടെ തൽക്കാലം ഇവിടെ നിർത്തുകയാണ്. പക്ഷെ ഞാൻ നാട്ടിൽ പോകുന്നുണ്ട്. എനിക്ക് പെട്ടെന്ന് നാട്ടിൽ നിന്ന് പഠിച്ചറിയാൻ പറ്റുന്ന ഒരു പരിപാടികളല്ല. വണ്ടിയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട്. അപ്പം നാട്ടിൽ തന്നെ നമ്മളൊരു പുതിയൊരു ബിസിനസ് തുടങ്ങി വെച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ അത് നോക്കുന്നുണ്ട്. ഇല്ലെങ്കിൽ ഇവിടെ ഒരു ബിസിനസ് രീതിയിൽ ചെയ്യാമെന്നൊരു താല്പര്യമുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ വ്ളോഗർ ആവണം താല്പര്യമുണ്ട്. ഞാൻ ഇതിനെപ്പറ്റി എല്ലാം ഇവിടെ തപ്പി. ഞാൻ ഓരോരുത്തരത്തും പോയി. ഇവിടെ സൗദിയിലൊന്നും വലിയ വ്ളോഗേഴ്സും കാര്യങ്ങളും ഒന്നും ഇല്ല. ഉണ്ടെങ്കിൽ പോലും അപ്പൊ കുറച്ച് ഭാഷയൊക്കെ പഠിച്ചിരിക്കണം, അങ്ങനെയുള്ള കാര്യങ്ങള്. നമ്മൾ പിന്നെ അറബിയൊക്കെ പഠിക്കും. കുറെ പെട്ടെന്ന് പഠിക്കാൻ പറ്റുന്ന ഭാഷയാണ് അറബി എന്നുള്ള കാര്യം. അപ്പം അങ്ങനെയൊക്കെ ഒന്ന് ഇംപ്ലിമെന്റ് ചെയ്യണമെന്ന് താല്പര്യമുണ്ട്. പിന്നെ സ്റ്റേജ് ഷോസ് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണമെന്ന് ഇൻഷാ അള്ളാ അങ്ങനെയൊക്കെ ഒരു ആഗ്രഹം ഉണ്ട്. അപ്പം എന്താ പറയാ, ഏറ്റവും രസകരമായ ഒരു കാര്യം എന്താ വെച്ചാല് നിങ്ങളുടെ ആ ഒരു ചേഞ്ച്, ട്രാൻസ്ഫോർമേഷൻ, ഇപ്പൊ തന്നെ സംസാരത്തിൽ വരെ ആ ഒരു വിരോധിയായിരുന്ന ആളിൽ നിന്ന് ഇപ്പൊ സംസാരത്തിൽ വരുന്ന വാക്കുകൾ വരെ വ്യത്യാസങ്ങളുണ്ട്. അൽഹംദുലില്ലാ നല്ല രീതിയിൽ പോകുന്നു. ഇൻഷാ അള്ളാ കാര്യങ്ങൾ ഇങ്ങനെ ചെയ്യണം. സോ ദാറ്റ് ഈസ് ട്രാൻസ്ഫോർമേഷൻ. ഐ ആം വെരി എക്സൈറ്റഡ്. എന്തായാലും വളരെയധികം സന്തോഷം. ഇനി നമ്മുടെ ചോദിക്കാനുണ്ടെങ്കിൽ അവർ ചോദിക്കട്ടെ. ജെബിൻ, യു ക്യാൻ ആൻസർ. നന്നായിട്ട് പാട്ട് പാടുന്നു പറഞ്ഞു. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. ഷെയറാണ്. ഒരുപാട് സ്കില്ലുകൾ ഉണ്ട്. അപ്പം എല്ലാം മിക്സപ്പ് ചെയ്യാം. നന്നായിട്ടൊരു ഗാനം, അതായത് നിങ്ങളുടെ ഷോക്ക് ആൾക്കാർ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പാട്ട് കൊടുക്കണം, നിങ്ങൾ കോമഡി കൊടുക്കണം, ഓക്കെ, നിങ്ങൾ ഇൻസ്പിറേഷൻ കൊടുക്കണം, എന്റർടൈൻ ദം ലൈക്ക് എനിത്തിങ്. ഓക്കെ, എല്ലാം അടിപൊളിയായിട്ട് ചെയ്യാം. യു ആർ എൻ ആർട്ടിസ്റ്റ്. മാറിയിട്ട് ഇനി പുതിയൊരു അമേസിങ് ആർട്ടിസ്റ്റ് ആയിട്ട് വരട്ടെ. കേരളത്തിൽ ഒരുപാട് എന്റർടൈനിങ് ആയിട്ടുള്ള ആൾക്കാർ വരുന്നുണ്ട്. ജെബിന് നല്ല പൊട്ടൻഷ്യൽ ഉണ്ട്. യു ആർ സോ നാച്ചുറലി ഗിഫ്റ്റഡ് സ്റ്റോറി ടെല്ലർ. നല്ല സ്റ്റോറി ടെല്ലറാണ്.
സോ ആ സ്റ്റോറി ടെല്ലിംഗ് കപ്പാസിറ്റി വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള രീതിയിൽ പറയുന്നത്. ഇപ്പൊ തന്നെ ഞങ്ങൾ എല്ലാവരും വി ആർ എൻജോയിങ് ലൈക്ക് എനിത്തിങ്. സോ പാട്ടൊക്കെ പാടി നല്ല രീതിയിലേക്ക് എന്ത് ചെയ്യണം, എന്റർടൈൻ ചെയ്യുക. അപ്പൊ അതും പ്രാക്ടീസ് ചെയ്യുക ഒരു സൈഡിൽ. സോ യു ആർ എ കോമ്പിനേഷൻ ഓഫ് മെനി തിങ്സ് ആൻഡ് യു ക്യാൻ അട്രാക്ട് പീപ്പിൾ വെരി ഫാസ്റ്റ്. വളരെ ഫാസ്റ്റ് ആയിട്ട് അട്രാക്ട് ചെയ്യാൻ പറ്റും, ക്രൗഡിനെ പുള്ള് ചെയ്യാൻ പറ്റും. ആ ക്രൗഡിനെ പുള്ള് ചെയ്യാൻ പറ്റുന്ന എബിലിറ്റി ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യണം, എത്രയും പെട്ടെന്നൊരു കമ്മ്യൂണിറ്റി സോഷ്യൽ മീഡിയയിൽ ഉണ്ടാക്കിയെടുക്കുക. ദെൻ ആ കമ്മ്യൂണിറ്റിയെ നന്നായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യാം. പിന്നെ കോമഡി ഷോ എന്ന് പറയുമ്പോൾ ഇപ്പൊ നാച്ചുറൽ ആയിട്ടുള്ള സ്റ്റോറീസ് ആണ് ജെബിനുള്ളത്. ഇതിനപ്പുറത്തേക്ക് നാച്ചുറൽ ആയിട്ടുള്ള കോമഡികൾ വരുന്ന സംഗതികളുണ്ട്. അപ്പം ഞാൻ ഭയങ്കരമായിട്ട് കോമഡി ഷോസ് കാണുന്ന ഒരാളാണ്. ഈ പോസിറ്റീവായിട്ടിരിക്കുന്നതിൽ വലിയ ഉപകാരപ്പെടുന്ന ഒരു സംഗതിയാണ്. അപ്പം എനിക്ക് മാക്സ് അമീനി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇംഗ്ലീഷ് കൊമേഡിയൻ ഉണ്ട്. പുള്ളിയുടേതാണ് ഞാൻ കൂടുതൽ കാണാം. ഞാൻ ബാംഗ്ലൂർ പോയ സമയത്ത് കോമഡി ഷോസിൽ പോയിട്ടുണ്ടായിരുന്നു. ബാംഗ്ലൂരൊക്കെ ഇടക്കൊന്ന് പോവുക. അവിടെ പോയിട്ടെന്ന് വെച്ചാൽ അവരെങ്ങനെയാണ് കോമഡി ഷോസ് ചെയ്യുന്നത്, പിന്നെ കോമഡി ഷോസിന് വേണ്ടിയിട്ട് ഇവർ സ്കിറ്റുകൾ തയ്യാറാക്കുന്നത്. ഇത് കുറച്ച് പഠിക്കാനുണ്ട്, പഠിക്കും കൂടെ ചെയ്യണം, നാച്ചുറലി ചെയ്യണം. അറ്റ് ദ സെയിം ടൈം അതിൻ്റെ ഒരു മെക്കാനിക്കൽ സൈഡ് പഠിക്കുകയും വേണം, എങ്ങനെയാണ് ഇവർ പ്രിപ്പയർ ചെയ്യുന്നത് എന്നുള്ളത്. ഇതൊക്കെ ചെയ്യാം, നല്ല രീതിയിലേക്ക് മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ. താങ്ക് യു സോ മച്ച്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സ്റ്റോറി ആയിരുന്നു. ഒരുപാട് പേര് എൻജോയ് ചെയ്ത് വിചാരിക്കുന്നു. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. ചോദിച്ചോളൂ ജാസില. എനിക്ക് രാത്രിയിൽ ഭയങ്കര പേടിയാണ്, പിന്നെ ബസ്സിനൊക്കെ പോകാൻ ഭയങ്കര പേടിയുള്ള ഒരാളാണ്. ഇതുവരെ ബസ്സിനൊന്നും അങ്ങനെ പോയിട്ടില്ല, ഭയങ്കര പേടിയാണ്. വറീഡ് ആവേണ്ട. ഇപ്പൊ ജെബിൻ ചെയ്ത പോലെ നമ്മുടെ കോഴ്സിലേക്ക് വരിക, കോഴ്സിലേക്ക് വന്നിട്ട് എന്ത് ചെയ്യുക, അത് ഹീൽ ചെയ്തെടുക്കുക കേട്ടോ. വറീഡ് ആവേണ്ട ജാസില. ഓക്കെ, താങ്ക് യു. ഇനി വേറെ ആരെങ്കിലും ഉണ്ടോ? ചോദ്യങ്ങൾ ചോദിക്കാനുണ്ടോ? ജസീല മാം പറയൂ. ഞാൻ നെഗറ്റീവ് ചിന്തകളുടെ നിലവറയായിരുന്നു, പ്രത്യേകിച്ച് മക്കളുടെയും എൻ്റെയൊക്കെ ഫ്യൂച്ചർ. ഇപ്പോഴും വേണ്ടത് അങ്ങനെ ഒരു കാര്യമേ ഇല്ല. ഓക്കെ, വെരി ഗുഡ്. ഞാൻ ഇങ്ങനെ ചെയ്തിട്ടുണ്ട്, ഒരുപാട് സംഗതികൾ ചെയ്യുന്നത്. അപ്പോൾ ഒരുപാട് പേർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. കോഴ്സ് വന്നതിന് ശേഷം നെഗറ്റീവ് ഗെറ്റ് ഔട്ട് അടിക്കാൻ പഠിച്ചു ഷമീന. വെരി ഗുഡ്, ഫാന്റാസ്റ്റിക്. എല്ലാ കാര്യങ്ങളും നമുക്ക് തന്നെ ഇപ്പൊ ചോദിച്ചോളൂ. സാർ, ഈ NLPയും ഇതും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? NLPയും EFTയും തമ്മിലുള്ള വ്യത്യാസമാണോ? അതെ സർ. NLP എന്ന് പറയുന്നത് ആക്ച്വലി നമ്മുടെ ഈ ഒരു സെഷനിൽ NLP എന്ന് പറയുന്നത് ടോട്ടലി ഡിഫറെൻ്റ് ആയിട്ടുള്ള മെത്തേഡാണ്. അത് EFT ആയിട്ടുള്ള മെത്തേഡല്ല. നമുക്കിപ്പോൾ മൈൻഡ് പവർ എന്ന് പറയുന്ന ടൂൾ ഉണ്ട്. അതേപോലെ മൈൻഡ് പവറിനെക്കാട്ടിലും കുറച്ചുകൂടി മികച്ചതാണ് NLP ടൂൾസ്. എന്നാൽ NLPയെക്കാട്ടിലും കൂടുതൽ ഇഫക്റ്റീവ് ആയിട്ടുള്ള, വളരെ പ്രത്യേകിച്ച് ട്രോമ ഹീലിംഗ് എന്ന് പറയുന്ന ഏരിയാസിൽ സ്ട്രെസ് നമ്മളിൽ നിന്ന് കംപ്ലീറ്റ്ലി റീപ്ലേസ് ചെയ്യുന്ന കാര്യത്തിൽ ഭയങ്കരമായിട്ടുള്ള ഇഫക്റ്റീവ് ആയിട്ടുള്ള NLPയിൽ ഒരുപാട് ബ്രോഡായിട്ട് വേറെ കുറേ ടെക്നിക്കുകളുണ്ട്. 200ഓളം ടെക്നിക്കുകൾ, മെത്തേഡ്സുകൾ ഉപയോഗിക്കുന്നുണ്ട്. മൈൻഡിന്റെ പല ഏരിയാസിലേക്ക് അത് പോകുന്നുണ്ട്. EFT എന്ന് പറയുന്നത് വളരെ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള സിമ്പിൾ ടൂളാണ്. ഒരുപാട് ബ്രോഡായിട്ട് പോകുന്നില്ല. ഏത് പ്രശ്നത്തിനും സിമ്പിൾ മെത്തേഡ്, ഒറ്റ മെത്തേഡ്. ആ ഒറ്റ മെത്തേഡ് ഉപയോഗിച്ചിട്ട് അതിൽ തന്നെ കുറച്ച് ഡിഫറെൻറ്റ് തെറാപ്പി സ്റ്റൈലുകളൊക്കെ ഉണ്ടെങ്കിൽ പോലും ബേസിക് പാറ്റേൺ ഇവിടെ സെയിം ആണ്. മറ്റേടത്തെന്ന് പറയുന്നത് വെച്ചാൽ പലതിൻ്റെയും മിക്സപ്പാണ്. പല ടൂളുകളുടെയും മിക്സപ്പുകളാണ്. മെഡിറ്റേഷന്റെ മിക്സപ്പ് ഉണ്ട്, മറ്റുള്ള സൈക്കോതെറാപ്പിയുടെ മിക്സപ്പ് ഉണ്ട്. ദർ ആർ മെനി തിങ്സ് കമ്പൈൻഡ് ആണ് NLP എന്ന് പറയുന്നത്. അപ്പോൾ NLPയിൽ കുറെ ടൂൾസുകൾ പറയുന്നുണ്ട്. സോ ദാറ്റ്സ് എ മെത്തേഡ്. അപ്പോൾ ഡിഫറൻസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ EFTയിലേക്ക് വരുമ്പം വളരെ ഡീപ്പ് റൂട്ടഡ് ആയിട്ട് സിമ്പിൾ ആയിട്ട് ചെയ്യാം എന്നുള്ളത്. 5 മിനിറ്റ് കൊണ്ട് ചെയ്യാം. നിങ്ങൾ കൂടുതൽ ചെയ്ത് പരിചയമുള്ള ഒരാളാണെങ്കിൽ ജസ്റ്റ് 30 സെക്കൻഡിനുള്ളിൽ നിങ്ങളൊരു 1 മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങളുടെ ഇഷ്യൂസിൽ നിന്ന് ക്ലിയർ ചെയ്യാൻ പറ്റും. ദ മോർ യു ഡു ഇറ്റ്, ദ മോർ ബെനിഫിറ്റ് യു ആർ ഗെറ്റിംഗ്. പിന്നെ ഒരുപാട് കോൺസെൻട്രേഷൻ്റെ ആവശ്യമില്ല, ഒരുപാട് സമയം ചെലവഴിക്കേണ്ട ആവശ്യമില്ല. ഇതൊരു ഫിസിക്കൽ എക്സസൈസ് ആണ്, സിമ്പിളായിട്ട് ചെയ്യാം. ഇതിൻ്റെ എന്താ പറയുക, ഇത്രയും പവർഫുൾ ആയിട്ടുള്ള ടൂളാണത്. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള മെത്തേഡുമാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ EFTയിലേക്ക് ഇറങ്ങാൻ റീസൺ. കാരണം ഞാൻ 10-12 വർഷത്തോളം ഞാൻ മൈൻഡ് പവറും NLP ഇതൊക്കെ ട്രൈ ചെയ്തതാണ്. പക്ഷേ അതൊക്കെ പഠിച്ചിട്ടുണ്ടെങ്കിലും എനിക്ക് ഏറ്റവും കൂടുതൽ റിസൾട്ട് NLPയിൽ ഭയങ്കര അധ്വാനം ആവശ്യമുള്ളതായിട്ട് തോന്നിയിട്ടുണ്ട്. അതേപോലെ മൈൻഡ് പവറിൽ ഭയങ്കരമായിട്ട് ക്ഷമ ആവശ്യമുള്ളതായിട്ട് തോന്നിയിട്ടുണ്ട്. എന്നാൽ ഇത് രണ്ടും അത്ര വലിയ എന്താ പറയുക, ഒരുപാട് സമയം എടുത്ത് ചെയ്യേണ്ടാത്ത, എന്നാൽ അത്ര അധ്വാനമില്ലാത്ത വളരെ സിമ്പിൾ മെത്തേഡ്. അല്ലേ? ശരിയല്ലേ നസ്രീൻ? റൈറ്റ്? വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റും. ജെബിൻ ശരിയല്ലേ ഞാൻ പറഞ്ഞത്? വളരെ സിമ്പിൾ അല്ലേ സംഗതി? ഇത്ര സിമ്പിൾ ആയിട്ടുള്ള ഒരു സംഗതിയിലൂടെ നമുക്ക് ഇത്രയും കാലം കടന്ന് ഓടിയതും സംഗതികൾ ചെയ്തതും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സിംപ്ലി നമുക്ക് എന്ത് ചെയ്യാം, ക്ലിയർ ചെയ്ത് കൊണ്ടുപോകും. അതാണ് ഇതിന്റെ ഒരു ബെനിഫിറ്റ്. പ്രവീൺ, താങ്ക് യു. എനി അതർ ക്വസ്റ്റ്യൻസ്? നെക്സ്റ്റ് ഫൈസൽ ചോദിച്ചോളൂ. എനിക്ക് ജിബിൻ സാറിനോ കാര്യം പറയാനാ. ഈ ക്ലാസ്സിലൊക്കെ ഇങ്ങനെ ഇംഗ്ലീഷ് ഇങ്ങനെ പൊട്ടിക്കുമ്പോൾ നമുക്കൊരു ഇതുണ്ടായിരുന്നു, ഇയാളെന്താ ഈ ഇംഗ്ലീഷ് ഇങ്ങനെ പൊട്ടിക്കുന്നതെന്ന് ചോദിച്ചെങ്കിൽ. ഇപ്പോള്
വളരെ അഭിമാനമുണ്ട് ഇവിടെ വന്ന് നല്ലോണം കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഒരുപാട് മാറ്റങ്ങളുണ്ട്, ഒരുപാട് മാറി. അപ്പോ ഇനിയും മുന്നോട്ട് പോട്ടെ ഈ രീതിയിൽ, ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകട്ടെ. അപ്പൊ കുറെ മനസ്സിലായി ആഗ്രഹങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ നടക്കട്ടെ. അഭിനന്ദനങ്ങൾ. താങ്ക് യു സോ മച്ച് ഫോർ ഷെയറിംഗ്. ആൻഡ് ദെൻ ആർക്കെങ്കിലും ക്വസ്റ്റ്യൻസ് ചോദിക്കാനുണ്ടോ ജെബിനോട്? ജെബിനോട് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ജെബിന്റെ ടൈമാണ്, ജെബിന്റെ ഡേ ആണെന്ന്. എനിവേ റിപ്പബ്ലിക് ഡേയിൽ തന്നെ ജെബിന്റെ സ്റ്റോറീസ് ഷെയർ ചെയ്യാൻ പറ്റിയതിൽ ഒരുപാട് പേർക്ക് ഇനി അവരുടെ ലൈഫിൽ എന്താ പറയുക വലിയ ചേഞ്ചിന് സാധ്യമാക്കാൻ അത് നടക്കട്ടെ. ജെബിൻ, സോറി, നമ്മുടെ അടുത്ത കോഴ്സ് വരുന്നുണ്ട്. അടുത്ത കോഴ്സ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഫെബ്രുവരി 2-ാം തീയതിയാണ് കോഴ്സ് നടക്കാൻ പോകുന്നത്. ഇനി കുറച്ച് ദിവസങ്ങളൂടെ ഉള്ളൂ. രജിസ്റ്റർ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഇത് എത്രയും പെട്ടെന്ന് രജിസ്റ്റർ ചെയ്യുക. ഓഫ്ലൈൻ ഇവന്റ് ആണ്, അടിപൊളി ഇവന്റ് ആയിരിക്കും. എന്നാണ് ജെബിൻ നാട്ടിൽ വരുന്നത്? ഞാൻ 12-ാം തീയതി സാറേ വരുമ്പോൾ കാണണം. അതുവരെ കുഴപ്പമില്ല, എന്തായാലും നമുക്ക് നേരത്തെ എത്താൻ പറ്റുന്നവരൊക്കെ വരിക. ഇനി എന്നാണ് ഓൺലൈൻ കോഴ്സ് ഉള്ളത്? ഓൺലൈൻ കോഴ്സ് നമ്മൾ ഇതിന്റെ കൂടെ തന്നെ വരുന്നുണ്ട്. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ടീം മെമ്പേഴ്സിനോട് ചോദിക്കാം. നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട്, നമ്പറിൽ വിളിച്ചാൽ മതി കേട്ടോ. നിങ്ങൾക്ക് ഈ നമ്പറിൽ വിളിക്കാം. വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ കിട്ടും. ഇതിൽ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, സോ ടേക്ക് ദാറ്റ്. പിന്നെ മറ്റൊരു കാര്യം ചോദിക്കാനുള്ളത്, വേറൊരു കാര്യം പറയാനുള്ളത്, ഓക്കെ, ഇത്രയും കാര്യങ്ങളൊക്കെ തന്നെയാണ്. പിന്നെ നമ്മുടെ 1% ക്ലബ് എന്ന് പറയുന്ന ക്ലബ് ഉണ്ട്. ജെബിൻ അതിൽ ജോയിൻ ചെയ്യുന്ന പേര് ചിന്തിക്കണം. നമുക്ക് അങ്ങനെ ഒരു പ്രോഗ്രാം ഉണ്ട്, ആ പ്രോഗ്രാമിനെ കുറിച്ച് അന്വേഷിക്കണം. അടിപൊളി പ്രോഗ്രാമാണ്, വെൽത്ത് ക്രിയേഷനുമായി ബന്ധപ്പെട്ട്. കാരണം ജെബിന് ബിസിനസ്സും ഇതിനൊക്കെ താല്പര്യമുള്ള ഒരാളാണ്. സോ അതൊരു എലീറ്റ് ക്ലബ്ബാണ്. ജെബിൻ ശരിക്കും ടോട്ടലി നമ്മളിപ്പോൾ ഈ പഠിച്ചതിൽ നിന്നൊക്കെ ഡിഫറെൻ്റ് ആയിട്ടുള്ള കുറേ നോളജുകൾ ഷെയർ ചെയ്യുന്ന, കംപ്ലീറ്റ്ലി നേക്കഡ് ട്രൂത്തുകൾ ഷെയർ ചെയ്യുന്ന, ഒരു വേറെ ലെവലിലേക്ക് നമ്മളെ പ്രിപ്പയർ ചെയ്യുന്ന പ്രോഗ്രാമാണ്. വലിയ രീതിയിലേക്ക് 1% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്തെ പോപ്പുലേഷൻ്റെ 1% കയ്യിലാണ് 98% സമ്പത്തും കിടക്കുന്നത്, അല്ലെങ്കിൽ സോറി മിനിമം 82% സമ്പത്തും കിടക്കുന്നത്. അപ്പോൾ അത്രയും സമ്പത്ത് 1% ആൾക്കാരുടെ കയ്യിൽ കിടക്കുന്നതിൻ്റെ റീസൺ എന്താ? ആ റീസൺ എത്രയേ ഉള്ളൂ, സിമ്പിളാണ്. നമുക്കറിയാത്ത പല കാര്യങ്ങളും അവർക്കറിയാം. നമ്മുടെ പല ശീലങ്ങളും അവരുടെ ശീലങ്ങളും ടോട്ടലി ഡിഫറെൻറ്റ്. അവരുടെ ചിന്തകളും നമ്മുടെ ചിന്തകളും ടോട്ടലി ഡിഫറെൻറ്റ്. ദേ ആർ തിങ്കിങ് ലൈക്ക് ഇൻ എ എലീറ്റ് ലെവൽ. അവരൊരിക്കലും ചെറിയ ചെറിയ കാര്യങ്ങളോ ചെറിയ ചെറിയ സംഗതികളിലൊന്നും ചിന്തിക്കാറില്ല. ചെറിയ ചെറിയ ചർച്ചകൾ കാര്യങ്ങളൊന്നും പങ്കെടുക്കാറില്ല. ഈവൻ ചെറിയ ചെറിയ രീതിയിലുള്ള ആനന്ദം കണ്ടെത്തുന്ന ചില സംഗതികളിലൊക്കെ ഭയങ്കരമായിട്ട് എക്സൈറ്റഡ് ആകുന്നവരാണ് സാധാരണക്കാർ. അവർക്ക് അതൊന്നും അല്ല. ദേ ആർ കംപ്ലീറ്റ്ലി അബൌട്ട് ദ ലെവൽ. ദേ ആർ കംപ്ലീറ്റ്ലി ഇൻട്രസ്റ്റഡ് ഇൻ സംതിങ് എൽസ്. ആ ലെവൽ ഓഫ് തിങ്കിങ്ങും ആ ലെവൽ ഓഫ് കാഴ്ചപ്പാടും ആ ലെവൽ ഓഫ് എക്സ്പെക്ടേഷൻസും ആയിട്ട് പോകുന്നവരാണ്. അവരുടെ എൻ്റർടൈൻമെൻറ്റ് രീതികൾ മാറ്റമുണ്ട്. അപ്പോൾ അതെല്ലാം നമുക്ക് പഠിക്കാനും, എങ്ങനെയാണ് അവരുടെ മൈൻഡിനെ അവർ എക്സൈറ്റഡ് ആക്കി നിർത്തുന്നത്, അവരുടെ ലൈഫ് സ്റ്റൈൽ എങ്ങനെയാണ്, ഇതൊക്കെ പഠിക്കാനും കൂടി സഹായിക്കുന്ന പ്രോഗ്രാമാണ്. എനിവേ, നിങ്ങളൊക്കെ എല്ലാവരും പ്രോഗ്രാമിലേക്ക് വരുന്നുള്ള പ്രതീക്ഷയോടുകൂടി ഇപ്പൊ പിൻവാങ്ങുന്നു. നമുക്കിനി എന്ത് ചെയ്യാം? സാറേ, ഒരു കാര്യം കൂടെ, എൻ്റെ മെന്ററിന് ആത്മാർത്ഥമായിട്ടുള്ളൊരു നന്ദി. മെന്റർ സപ്പോർട്ട് വളരെ വലിയൊരു കാര്യമായിരുന്നു ഇതിനകത്തിലുണ്ടായിരുന്നത്. അപ്പൊ നമ്മൾ കോഴ്സ് കഴിഞ്ഞെങ്കിൽ നമുക്ക് മെന്റേഴ്സ് നല്ല രീതിയിൽ നമ്മളെ ഫോളോ അപ്പ് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങളെല്ലാം ഒന്ന് പ്രീ ബേഡ് ആക്കിയിട്ട് ഈ പറഞ്ഞ നമ്മൾ തന്നെ ചെയ്യാവുന്ന രീതിയിലേക്ക് ഞങ്ങളോട് പറഞ്ഞു. അങ്ങനെ പ്രത്യേകിച്ച് ഫെബിന മാഡം, പിന്നെ മറ്റേ ഹാജിറ മാഡം, അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പൊ അവരോട് എല്ലാവരോടും ആത്മാർത്ഥമായ നന്ദി, ഹൃദയത്തിൽ നിന്ന് ആത്മാർത്ഥമായ നന്ദി അറിയിക്കുന്നു. ഒരുപാട് പേരുണ്ട്. ശരത് സാറിന്റെ ക്ലാസ് മാത്രം കേൾക്കാൻ പറ്റിയില്ല, റെക്കോർഡ് കിട്ടിയില്ല. എന്തായാലും നന്നായി. എന്തോ പറയാൻ വലിയ ആഗ്രഹിച്ചിരുന്ന. ഓക്കെ, സാരമില്ല. എങ്കിലും സാറിനോട് നന്ദി അറിയിക്കുന്നു. കാര്യം സാറിനോട് 1 മണിക്കൂർ സംസാരിച്ചായിരുന്നു. പിന്നെ ഷാഫി സാറിനോട്, പിന്നെ എൻ്റെ ഈ ഇത്ര നേരം എൻ്റെ ഈ കാര്യങ്ങളൊക്കെ കേട്ടിരുന്ന എല്ലാവരോടുള്ള നന്ദിയും വളരെ ആത്മാർത്ഥമായിട്ട് അറിയിക്കുന്നു. എസ്പെഷ്യലി മെന്റേഴ്സിനോട്, എല്ലാവരോടും. ഓക്കെ. ഫെബിന മാം, നിങ്ങളുടെ മെന്റർ ഫെബിന ഇവിടെ ഓൾറെഡി മെസ്സേജ് അയച്ചിട്ടുണ്ട്. താങ്ക് യു ജെബിൻ സർ, വിഷ് യു ഗുഡ് ലക്ക് എന്ന് മെസ്സേജ് അയച്ചിട്ടുണ്ട്. ജെബിൻ ഒരുപാട് മെസ്സേജ്, നോർമലി നമ്മുടെ ചാറ്റിനെക്കാട്ടിലും കൂടുതൽ ആക്റ്റീവാണ് ഇന്നത്തെ ചാറ്റ്. ഭയങ്കരമായിട്ട് ഒന്നും കണ്ടിട്ടില്ല അല്ലേ? ഒന്ന് താഴെ, മുകളിൽ നിന്ന് താഴേക്കൊന്ന് സ്ക്രോൾ ചെയ്ത് നോക്കുക, അപ്പൊ കാണാം ആൾക്കാരുടെ. ഞാൻ ഇപ്പോഴേ കാണുന്നേ. they are enjoying like anything and we are also happy. ഞങ്ങൾ അന്നേ തീരുമാനിച്ചതാ, ജെബിൻ എന്തായാലും നമ്മുടെ ഇന്റർണൽ ടീമിന്റെ ഡിസ്കഷൻ ഉണ്ടായിരുന്നു. നിങ്ങൾ സ്റ്റോറി ഷെയർ ചെയ്ത് തുടങ്ങി കഴിഞ്ഞാൽ അവളപ്പം തന്നെ തീരുമാനിച്ചതാണ്. ഇത് ഭയങ്കര രസമുണ്ടല്ലോ പുള്ളിയുടെ സ്റ്റോറി ടെല്ലിംഗ്. നമുക്ക് എന്തായാലും എന്ത് ചെയ്യാം, നമ്മുടെ മോർണിംഗ് സെഷനിൽ നമുക്ക് സൺഡേയിൽ ഒരു ദിവസം കൊണ്ടുവരണം. ഇതുപോലെ ഇനിയും ഒരുപാട് പുലികളുടെ സ്റ്റോറീസ് വരാണ്ട്. അടുത്ത ആഴ്ച അടിപൊളി ഒരാളായിട്ട് നമ്മൾ ഇതേപോലെ വരും. അപ്പോൾ ജെബിൻ, വി എന്റർടൈൻഡ് അലോട്ട്. നിങ്ങളുടെ കഥകളിലൂടെയൊക്കെ കേട്ട് നമ്മള് സന്തോഷമുള്ള പുതിയൊരു ലൈഫ് ജെബിന് സോ ഹാപ്പി. പറഞ്ഞോളൂ. ഹാപ്പി ന്യൂസിന് കേസ് കൊടുത്തുട്ടാ. വെരി ഗുഡ് നടക്കട്ടെ, ഷെയറായിട്ട് നടക്കട്ടെ. താങ്ക് യു ജസില.
ഇതിന്റെ ഇടയിൽ ഇങ്ങനെ എന്താ പറയാ, ജസീലയുടെ ന്യൂസും അപ്ഡേറ്റ്സ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ജസീല ഉഷാറായിട്ട് നമ്മുടെ ഫാമിലിയിലുണ്ട്. താങ്ക് യു. ജസീല കോഴ്സ് ചെയ്തിട്ടുണ്ടോ? ഇല്ല, ചെയ്തിട്ടില്ല. ചെയ്യണം, തീർച്ചയായിട്ടും ചെയ്യണം കേട്ടോ. ഓക്കെ, ശരി. അപ്പൊ ഇനി ഫൈനലായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇന്നത്തെ സെഷൻ വൈൻഡ് അപ്പ് ചെയ്യാം. താങ്ക് യു ജെബിൻ ഫോർ കമ്മിങ് ഹിയർ ആൻഡ് ജോയിനിങ്. താങ്ക് യു ഓക്കെ, എവരിവൺ. നന്ദി. ഹാവ് എ ഗുഡ് ഡേ.